ഹായ് മക്കളെ, ഹലോ ഹലോ ഗൈസ്. ഓക്കെ, എടാ എല്ലാവരും വീഡിയോ കോൺ ചെയ്ത് എല്ലാവരും വീഡിയോ കോൺ ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാടാ, സ്റ്റാർട്ട് ചെയ്യാം. സെറ്റ് അല്ലേടാ? സെറ്റ് അല്ലേ? എല്ലാവരും പഠിച്ച് സെറ്റായിട്ടിരിക്കല്ലേ? പഠിച്ചില്ലടാ എല്ലാ ചാപ്റ്റേഴ്സും ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച? അങ്ങനെ നല്ല കാണിച്ച് പഠിച്ചോ എല്ലാവരും? പഠിച്ചില്ലേ? എന്താ കൈക്ക് വീശുന്ന ഉഷാറില്ലല്ലോ, വീശങ്ങട്. ഓക്കെ, അപ്പൊ മക്കളെ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ. സെക്കൻഡ് ടൈംസിലുള്ള നമ്മുടെ ചാപ്റ്റേഴ്സിന്റെ എല്ലാം ഇമ്പോർട്ടന്റ് കണ്ടന്റ്സും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണ് ഈ ഒരു 2 മണിക്കൂറിൽ ഫുള്ളി സെറ്റ് ആക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ വെബ് ഡിസൈനിങ് യൂസിങ് HTML തുടങ്ങി SQL വരെയുള്ള കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിന്റെ ഫുൾ കണ്ടന്റ് സെറ്റ് ആയിട്ട് നമ്മൾ ഇന്നിപ്പോൾ തീർക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഓരോ കണ്ടന്റ് നമുക്ക് എന്താണ് കാര്യങ്ങൾ പഠിക്കാനുള്ളത് ഫുൾ ഓവറോൾ നമ്മളൊന്ന് പറഞ്ഞു പോകും. ഓക്കെ, ഇപ്പൊ സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് വെബ് ഡിസൈനിങ് യൂസിങ് HTML ആണ്. ഓക്കെ, 4th ചാപ്റ്റർ വെബ് ടെക്നോളജിയിൽ നമ്മൾ എന്ത് പഠിച്ചു? HTMLന്റെ ബേസിക്സും കാര്യങ്ങളും പഠിച്ചു. ഒരു HTML ഫോർമാറ്റ് വെച്ച് ജസ്റ്റ് ഒരു ബേസിക് വെബ് പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു. ഇവിടെ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് കാര്യങ്ങളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പഠിക്കാൻ പോകുന്ന കേസ് എന്ന് പറയുന്നത് ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അതായത് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വെബ് പേജ് ഒക്കെ എടുക്കുമ്പോൾ ആ വെബ് പേജിൽ ചിലപ്പോൾ ഇങ്ങനെ ബുള്ളറ്റ്സ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്പേഴ്സ് ഒക്കെ ഇട്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും ഹൈലൈറ്റ് ചെയ്ത്. അപ്പൊ അങ്ങനെ നമ്പർ ഇട്ട് അല്ലെങ്കിൽ ബുള്ളറ്റ്സ് ഒക്കെ ഇട്ട് എങ്ങനെ നമുക്ക് കാര്യങ്ങൾ എഴുതാം. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും വെബ് പേജ് എടുക്കുമ്പോൾ അതിലൊക്കെ എന്ത് കാണാൻ പറ്റും? ടേബിൾസ് കാണാറില്ല വെബ് പേജുകളിൽ നമ്മൾ ടേബിൾസ് കാണാറില്ലേ? ആ ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. സെക്കൻഡ് പിന്നെ നമ്മൾ തേർഡ് വൺ പഠിക്കാൻ പോകുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വെബ് പേജ് ഉണ്ടാക്കുന്ന സമയത്ത് വെബ് പേജിൽ എന്തൊക്കെ ഉണ്ടാവും? ഹെഡിങ് ഉണ്ടാവും. അപ്പോൾ ഒരു വെബ് ഹെഡിങ്ങിന്റെ ഒരു സ്ട്രക്ചർ, ഒരു ഫ്രെയിം പോലെ അവിടെ കാണുന്നുണ്ടോ? അതുപോലെ തന്നെ സൈഡിലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാനൊക്കെ ഉണ്ട്. നിങ്ങൾ HS ലൈവിന്റെ ഒക്കെ വെബ് പേജ് സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ HS ലൈവിന്റെ ഫ്രണ്ട് തന്നെ മുകളിൽ കുറച്ച് ബുള്ളറ്റ്സ് ആയിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ സൈഡിൽ വേറൊരു സെക്ഷൻ പോലെ തിരിച്ചിട്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസും കാര്യങ്ങളും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ കുറെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഓരോ പോർഷൻസ് ആയിട്ട് ഒരു സ്ക്രീനിനെ തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനാണ് എന്താ പറയുക, ഫ്രെയിം സെറ്റ് എന്ന് പറയാം. അതായത് ഓരോന്നിനെയും ഓരോ ഫ്രെയിമുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അപ്പൊ എങ്ങനെയാണ് ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുന്നത് ആ കേസ് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ആയിട്ട് നിങ്ങളിപ്പോ ഒരു ഇൻസ്റ്റാഗ്രാമോ അങ്ങനെയുള്ള എല്ലാ സൈറ്റുകളും നിങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് എന്ത് വരാണ്ട്, ഒരു ലോഗിൻ പേജ് വരാണ്ട്. അതിനൊക്കെ എന്താ പറയാ, ഒരു ലോഗിൻ പേജ് പോലത്തെ കാര്യങ്ങളൊക്കെ വരണം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം, ഒരു ലോഗിൻ പേജും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യണം. അതിനെ പറയുന്ന പേരാണ് ഫോം എന്ന് പറയും. ഓക്കെ, നമ്മൾ HTML എന്താ പറയുക, ഫോം എന്ന് പറയും. ആ ഫോംസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന കേസ് എന്ന് പറയുന്നത് എന്താണ്? ലിസ്റ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു കണ്ടന്റ് നിങ്ങൾ എഴുതുന്ന സമയത്ത് ആ കണ്ടന്റ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇങ്ങനെ ആ ബുള്ളറ്റ്സ് ഇട്ടിട്ട് എന്ത് ചെയ്യാം, ആ ബുള്ളറ്റ്സിന്റെ പേരിൽ നേരെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ കാര്യങ്ങൾ എഴുതി പോവാം. അതിനെന്ത് പറയാം? ലിസ്റ്റ് എന്ന് പറയും. അപ്പൊ ഈ ബുള്ളറ്റിൽ എഴുതാം, ചിലപ്പോൾ അതിന് പകരം എന്താവാം, നമ്പേഴ്സ് ആവാം, ചിലപ്പോൾ എന്താവാം, ആൽഫബറ്റ് ആവാം, ABCD എന്ന് പറഞ്ഞ ആൽഫബറ്റ്സ് ആവാം. ഇത് ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ആൽഫബറ്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ലിസ്റ്റുകൾ 2 ടൈപ്പ് ലിസ്റ്റ് ആണുള്ളത്. ഓക്കെ, നമുക്ക് 2 ടൈപ്പ് ലിസ്റ്റ് ആണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. അൺഓർഡേഡ് ലിസ്റ്റും ഓർഡേഡ് ലിസ്റ്റും. പിന്നെ ഒന്നുകൂടി നമുക്ക് പഠിക്കാനുണ്ട് ഡെഫിനിഷൻ ലിസ്റ്റ്. ഓക്കെ, 3 കാര്യങ്ങൾ വരുന്നുണ്ട്. മെയിൻ ആയിട്ടുള്ളത് ഏതാണ്? അൺഓർഡേഡ് ലിസ്റ്റ് ഉണ്ട്, ഓർഡേഡ് ലിസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് ലാസ്റ്റ് 1 ആയിട്ട് പറയുന്നതാണ് എന്ത്? ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞ ലിസ്റ്റ്. ഓക്കെ, അപ്പൊ ഈ 3 ടൈപ്പ് ലിസ്റ്റുകൾ പഠിക്കാനുണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണ് ഈ ലിസ്റ്റ്, അതായത് ഇതെല്ലാം നമ്മൾ ഏതിന്റെ ഉള്ളിൽ എഴുതാം? HTML ഉള്ളിലാണ് എഴുതാം. അപ്പൊ ഈ HTML ഉള്ളിൽ നമുക്ക് എഴുതണമെങ്കിൽ എന്ത് വേണം? ടാഗ്സ് വേണം. HTML ടാഗുകൾ ഉണ്ടാവും. അപ്പോൾ അൺഓർഡേഡ് ലിസ്റ്റിന് ഏത് ടാഗാണ് യൂസ് ചെയ്യുക? അതുപോലെ തന്നെ എന്തുണ്ടാവും? ഓർഡേഡ് ലിസ്റ്റിന് ഏത് ടാഗാണ് യൂസ് ചെയ്യുക? ഡെഫിനിഷൻ ലിസ്റ്റിന് ഏത് ടാഗാണ് യൂസ് ചെയ്യുക? അതുപോലെ തന്നെ നിങ്ങൾക്ക് HTML അറിയാവുന്ന കേസാണ്. HTML എന്തുണ്ട്? ടാഗുകൾ ഉണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ എന്തുണ്ടാവും? ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പൊ ഞാൻ നമ്പേഴ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ അത് നമ്പർ നോർമൽ നമ്പേഴ്സ് കൊടുക്കാം. 1 2 3 4 5 6 എന്ന് പറഞ്ഞ നോർമൽ നമ്പർ കൊടുക്കാം. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം, റോമൻ നമ്പേഴ്സ് കൊടുക്കാം. 1 2 3 എന്ന് പറയുന്നത് ഇതേപോലെ നമുക്ക് റോമൻ നമ്പേഴ്സ് കൊടുക്കാം. അപ്പൊ ഇങ്ങനെ പല കേസുകൾക്ക് നമുക്ക് നമ്പർ കൊടുക്കാം. അപ്പൊ ഈ രീതികളിലൊക്കെ നമുക്ക് ഓരോന്നൊക്കെ മാറ്റി കൊടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് വേണം? ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞ ഒരാളും കൂടി ഉണ്ടാവും. HTML നമ്മൾ പഠിക്കുന്ന സാധനമാണ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞ ഒരാളും കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ആട്രിബ്യൂട്ട്സ് ആരൊക്കെയാണ്, അതിന്റെ യൂസസ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഫസ്റ്റ് വന്നത് എന്താണ്, നമുക്ക് മെയിൻ ആയിട്ട് 3 ടൈപ്പ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? അൺഓർഡേഡ് ലിസ്റ്റ്, ഓർഡേഡ് ലിസ്റ്റ്, ഡെഫിനിഷൻ ലിസ്റ്റ്. എന്താണ് അൺഓർഡേഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ? അൺഓർഡേഡ് ലിസ്റ്റ് ഡിസ്പ്ലേസ് എ ബുള്ളറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഈച്ച് ടേം ഇൻ ദ ലിസ്റ്റ്. അതായത് ലിസ്റ്റിലുള്ള, ലിസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് വെച്ചേക്കണം. ഒരു ഓർഡറിൽ എന്ത് ചെയ്യുക, കുറച്ച് കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് വെച്ചേക്കണം. അപ്പൊ ഈ ഓർഡറിൽ ടൈപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഈ സെന്റൻസുകൾക്ക് ഫ്രണ്ടിലായിട്ട് എന്ത് കൊടുക്കുകയാണ്? ബുള്ളറ്റ്സ് കൊടുക്കണേ. അതായത് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഇതിലുള്ളല്ലോ, അതിന്റെ ഫ്രണ്ടിലായിട്ട് എന്ത് ചെയ്യണം? ഓരോ ബുള്ളറ്റ്സ് അതിന് കൊടുക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്?
അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഓർഡേർഡ് ലിസ്റ്റ് റെപ്രസെന്റ് ഐറ്റംസ് ഇൻ സം ന്യൂമറിക്കൽ ഓർ ആൽഫബറ്റിക്കൽ ഓർഡർ. അതായത് ന്യൂമറിക്കൽ 1 2 3 4 5 6 എന്ന് പറഞ്ഞ ന്യൂമറിക്കൽ, അല്ലെങ്കിൽ ABCD എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, ആൽഫബറ്റിക് ഓർഡറിൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ ന്യൂമറിക്കൽ കൊടുക്കുന്ന സമയത്ത് 1 2 3 4 നോർമൽ കൊടുക്കാം, അതുപോലെ തന്നെ ആൽഫബറ്റ്സ് നമ്പേഴ്സ് എഴുതി കൊടുക്കാം, റോമൻ നമ്പേഴ്സിനും കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ വരുന്ന സമയത്ത് ആൽഫബറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ കൊടുക്കാം, സ്മോൾ കൊടുക്കാം. അപ്പൊ അതിനൊക്കെ ആരെ യൂസ് ചെയ്യണം, ആ കാര്യം നമ്മൾ പഠിക്കണം. ഇനി നെക്സ്റ്റ് കൊടുക്കുന്നത് ഡെഫിനിഷൻ ലിസ്റ്റ്. എ ഡെഫിനിഷൻ ലിസ്റ്റ് ഇസ് എ ലിസ്റ്റ് ഇൻ ടേംസ് ഓഫ് ആൻഡ് ദ കറസ്പോണ്ടിങ് ഡെഫിനിഷൻസ്. അതായത് ഒരു പർട്ടിക്കുലർ ഡെഫിനിഷൻസ് നിങ്ങൾ എഴുതുമ്പോൾ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഡെഫിനിഷൻസ് ഒക്കെ നോക്കാം. അപ്പോൾ ആ ഡെഫിനിഷൻസ് ഒക്കെ നോക്കുമ്പോൾ ഒരു പ്രത്യേക സ്റ്റൈലിംഗ് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഒരു സ്റ്റൈലിംഗും കാര്യങ്ങളുണ്ടാവും. ഇനി അത് ഇരിക്കുമ്പോൾ തന്നെ ഒരു ഡെഫിനിഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയാം, ഓ ഇതൊരു ഡെഫിനിഷൻ ആണ്, നിങ്ങളുടെ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ അറിയാൻ പറ്റും. അങ്ങനെ ഒരു ഡെഫിനിഷൻ ലിസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അങ്ങനത്തെ ഒരു ഡെഫിനിഷൻ ലിസ്റ്റ് ഒരു വെബ് പേജിൽ ഒരു ഡെഫിനിഷൻ എങ്ങനെ കൊടുക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡെഫിനിഷൻ ലിസ്റ്റ് പറയുന്നത്. അപ്പോൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് അൺഓർഡേർഡ് ലിസ്റ്റ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗിനെ പറയുന്ന പേരാണ് UL ടാഗ്. അൺഓർഡേർഡ് ലിസ്റ്റ്, അൺഓർഡേർഡിന്റെ യു, ലിസ്റ്റിന്റെ എൽ, UL ടാഗ്. ഇനി ഓർഡേർഡ് ലിസ്റ്റ് ആണെങ്കിൽ നമ്മൾ ആരെ യൂസ് ചെയ്യും, OL ടാഗ് എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്യും. ഇനി ഡെഫിനിഷൻ ലിസ്റ്റ് ആണെങ്കിൽ നമ്മൾ ആരെ യൂസ് ചെയ്യും, ഡെഫിനിഷൻ D, അതിന്റെ ലിസ്റ്റിന്റെ L, അപ്പൊ എന്താണ് DL ടാഗ് യൂസ് ചെയ്യും. ഇങ്ങനെ 3 ടാഗുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് യൂസ് ചെയ്യുന്നത്. ഓപ്പൺ ടാഗ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്തും വേണം, ക്ലോസിംഗ് ടാഗും നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പൊ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അൺഓർഡേർഡ് ലിസ്റ്റ്, ഓർഡേർഡ് ലിസ്റ്റ് ആൻഡ് ഡെഫിനേഷൻ ലിസ്റ്റ്, ഈ കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നതിന് വേണ്ടി ടു ക്രിയേറ്റ് ബുള്ളറ്റഡ് ലിസ്റ്റ്, ലിസ്റ്റിന്റെ ഫ്രണ്ടിൽ ബുള്ളറ്റ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, അൺഓർഡേർഡ് ലിസ്റ്റിൽ UL ടാഗ് യൂസ് ചെയ്യുന്നത്. അതിന്റെ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്, ടൈപ്പ് ആണ്. ഓക്കെ, ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്, ടൈപ്പ് ആണ്. അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബുള്ളറ്റ്സ് സർക്കിൾ ഷേപ്പിലായിട്ട് നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, സ്ക്വയർ ഷേപ്പിൽ കൊടുക്കാം. ഓക്കെ, സ്ക്വയർ ഷേപ്പിൽ ബുള്ളറ്റ്സ് വരാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡാർക്കൻ ചെയ്തിട്ടുള്ള ടൈപ്പിൽ വരാറുണ്ട്. ഇങ്ങനെയൊക്കെ നിങ്ങൾ ബുള്ളറ്റ്സ് കണ്ടിട്ടില്ലേ? ഈ ബുള്ളറ്റ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആര് യൂസ് ചെയ്യുന്നത്, UL ടാഗിൽ ടൈപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതായത് ഏത് ടൈപ്പ് വേണം, ഡിസ്ക് വേണോ, അല്ലെങ്കിൽ സർക്കിൾ വേണോ, അല്ലെങ്കിൽ സ്ക്വയർ വേണോ, ഏത് വേണമെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ടൈപ്പ് എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, UL ടാഗിന്റെ ഉള്ളിൽ ടൈപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഡിസ്ക് ഷേപ്പ് വേണമെങ്കിൽ ഡിസ്ക് കൊടുക്കാം. ഇനി ഇൻ കേസ് സർക്കിൾ വേണമെങ്കിൽ എന്ത് ചെയ്യുക, സർക്കിൾ കൊടുക്കാം. ഇനി എന്ത് വേണം, സ്ക്വയർ വേണമെങ്കിൽ സ്ക്വയർ കൊടുക്കാം. ഏതാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കാം. അപ്പൊ എന്താണ്, ഒരു അൺഓർഡേർഡ് ലിസ്റ്റിന്റെ ഓപ്പൺ ചെയ്യുന്ന ടാഗ് UL, അതിന്റെ ടൈപ്പ് എന്ന് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ടൈപ്പ് ആണ്. അതിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്, ഡിസ്ക് ഉണ്ട്, സർക്കിൾ ഉണ്ട്, സ്ക്വയർ ഉണ്ട്. അതേ നോക്കിയാൽ ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഡാർക്കൻ ചെയ്ത്, സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് റൗണ്ട് ഷേപ്പ്, ഇനി എന്താണ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ക്വയർ ഷേപ്പ്. ഇങ്ങനെയാണ് നമുക്ക് കാണാം. ഇനി നെക്സ്റ്റ് എന്താണ്, ഓർഡേർഡ് ലിസ്റ്റ് ആണ്. ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പറഞ്ഞത് നമ്പേഴ്സോ അല്ലെങ്കിൽ ആൽഫബറ്റ്സോ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓർഡേർഡ് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. ടു ക്രിയേറ്റ് നമ്പേർഡ് ലിസ്റ്റ്. അതിൽ 2 പേരുകളാണ് വരുന്നത്. ടൈപ്പ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ഉണ്ട്, സ്റ്റാർട്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉണ്ട്. ഏതൊക്കെയുണ്ട്, ടൈപ്പ് ഉണ്ട്, സ്റ്റാർട്ട് ഉണ്ട്. ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞു നിങ്ങളോട്. ആദ്യം തന്നെ നമുക്ക് നമ്പേർഡ് ലിസ്റ്റ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാം, നമ്പേഴ്സ് കൊടുക്കാം. പിന്നെ എന്ത് കൊടുക്കാം, റോമൻ നമ്പേഴ്സ് കൊടുക്കാം. ആൽഫബറ്റ് ക്യാപിറ്റൽ സ്മോൾ കൊടുക്കാം. അതുപോലെ തന്നെ റോമൻ നമ്പേഴ്സ് എന്തുണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, സ്മോൾ ഉണ്ട്. നിങ്ങളിപ്പോ റോമൻ നമ്പേഴ്സ് ഇതുപോലെ 1 നിങ്ങൾ എഴുതി കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ 1 ഇങ്ങനെ എഴുതി കണ്ടാം, 2 രീതിയിലും കണ്ടിട്ടില്ലേ. അപ്പൊ ഇത് ക്യാപിറ്റൽ ഉണ്ട്, സ്മോൾ ഉണ്ട്, അത് രണ്ടും നമുക്ക് കൊടുക്കാം. അപ്പോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടൈപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. ടൈപ്പിൽ ആരൊക്കെയാണ്, ടു സ്പെസിഫൈ ദ ടൈപ്പ് ഓഫ് ന്യൂമറൽ, ന്യൂമറലിന്റെ ടൈപ്പ് ഏതാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. അതിന്റെ വാല്യൂസ് ഏതൊക്കെയാണ് നമുക്ക് വരുന്നത്. ഇനിയിപ്പോ നമ്പർ ആണ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് 1 എന്ന് കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യുക, 1 കൊടുത്തു കഴിഞ്ഞാൽ നോർമൽ നമ്പേഴ്സ് 1 2 3 4 5 6 ആ നമ്പേഴ്സ് വരും. ഇൻ കേസ് ഇനി ക്യാപിറ്റൽ ലെറ്റർ റോമൻ ലെറ്റർ 1 കൊടുത്തു കഴിഞ്ഞാൽ അത് ക്യാപിറ്റൽ ആണെങ്കിൽ എന്ത് ചെയ്യും, ക്യാപിറ്റൽ ലെറ്റർ റോമൻ നമ്പേഴ്സ് വരും. സ്മോൾ ലെറ്റർ ആണെങ്കിൽ സ്മോൾ ലെറ്റർ റോമൻ നമ്പേഴ്സ് വരും. ഇനി സ്മോൾ ലെറ്റർ A കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ABCD എന്ന് പറഞ്ഞ ലെറ്റേഴ്സ് മാത്രമായിരിക്കും അതിന്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ലിസ്റ്റ് ചെയ്യാം. ഇനി ക്യാപിറ്റൽ ലെറ്റർ A കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ക്യാപിറ്റൽ A വെച്ചിട്ടുള്ള ലെറ്റേഴ്സ് ആയിരിക്കും നമുക്ക് ഫ്രണ്ടിലായിട്ട് ലിസ്റ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇതിൽ വേറൊരു ഓപ്ഷൻ കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാ നമ്പേഴ്സും നമ്മൾ നോർമൽ ആയിട്ടൊരു ടൈപ്പിൽ ഇപ്പൊ 1 കൊടുത്തു എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 എന്നായിരിക്കും ആ ഒരു ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത്. ആദ്യത്തെ എലമെന്റ് 1 വരും, പിന്നത്തെ അടി എഴുതിയിരിക്കുന്നത് എന്താണോ അതിന് 2 വരും, പിന്നെ 3 വരും. അങ്ങനെ നമ്പേഴ്സ് കോമൺ ആയിട്ട് പോകും. ഇൻ കേസ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, 1 സ്റ്റാർട്ട് ചെയ്യേണ്ട, എനിക്കൊരു 10 സ്റ്റാർട്ട് ചെയ്താൽ മതി. ആ സമയത്ത് നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ് ആര്, സ്റ്റാർട്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, ടു സ്പെസിഫൈ ദ സ്റ്റാർട്ടിംഗ് നമ്പർ, എവിടെ തുടങ്ങണം എന്ന് നമുക്ക് മെൻഷൻ ചെയ്യാം. ഇപ്പൊ സ്റ്റാർട്ടിൽ പോയിട്ട് ഞാൻ ആ ഒരു സ്റ്റാർട്ടിൽ എവിടെ തുടങ്ങണം എന്നുള്ള നമ്പർ കൊടുത്തു, ആ ഒരു പൊസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, 10 കൊടുക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും, 10 സ്റ്റാർട്ട് ചെയ്ത് പോകും. അങ്ങനെയാണ് നമുക്ക് പോവാം. ഓക്കെ, അപ്പൊ നിങ്ങൾ കൊടുക്കുമ്പോൾ ഇവിടെ സ്റ്റാർട്ടിൽ എന്താണ്, നമ്പേഴ്സ് മാത്രമേ കൊടുക്കുള്ളൂ. അപ്പൊ നമുക്കിപ്പോ ടൈപ്പ് എന്ത് കൊടുത്തു, നിങ്ങൾ
സ്മോൾ ലെറ്റർ എ കൊടുത്തിട്ട് സ്റ്റാർട്ട് 1 എന്ന് പറഞ്ഞു കൊടുത്തത് എ സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് 10 എന്ന് പറഞ്ഞാൽ 10th ലെറ്റർ ഏതാണോ അവിടെ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ കൊടുക്കുക. അപ്പൊ എന്താണ്, ദ വാല്യൂ ഷുഡ് ബി ആൻ ഇന്റിജർ. സ്റ്റാർട്ടിൽ കൊടുക്കുന്ന വാല്യൂ എന്തായിരിക്കണം, ഇന്റിജർ ആയിരിക്കണം. 1 2 3 4 5 അങ്ങനെ ഏതൊരു ഇന്റിജർ ആയിരിക്കും കൊടുക്കുക. അപ്പൊ എന്ത്, ആ പൊസിഷനിലുള്ള വാല്യൂ ഏതാണോ അവിടെ തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് പ്രിന്റ് ചെയ്യും. ക്ലിയർ ആണോ, യു എല്ലും ഒ എല്ലും ഓക്കെ ആണോടാ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ടു സ്പെസിഫൈ ആൻ ഐറ്റം ഇൻ ദ അൺഓർഡേഡ് ലിസ്റ്റ് ഈസ് ലിസ്റ്റ്. അൺഓർഡേഡ് ലിസ്റ്റ് യൂസ്ഡ് ഇൻസൈഡ് ദ പെയർ ഓഫ് യു എൽ ഓർ ഒ എൽ ടാഗ്. അതായത് യു എൽ അല്ലെങ്കിൽ ഒ എൽ ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ നമുക്ക് എന്തുണ്ടാവും, നമുക്ക് എഴുതാനുള്ള കണ്ടന്റുകൾ ഉണ്ടാവുമല്ലോ, നമുക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അത് കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആളാണ് എന്ത്, ലിസ്റ്റ് എന്ന് പറയുന്നത്. എൽ ഐ ടാഗ് എന്ന് പറയുന്നത്. എൽ ഐ ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് ഡി എൽ. ഡി എൽ എന്തിനു വേണ്ടിയിട്ടാണ്, ഡെഫിനിഷൻ ലിസ്റ്റ് ആണെന്ന് പറയാൻ വേണ്ടി. എന്തിനു വേണ്ടിയിട്ടാണ്, ഡെഫിനിഷൻ ലിസ്റ്റ്. ടു ക്രിയേറ്റ് എ ഡെഫിനിഷൻ ലിസ്റ്റ്. ഒരു പർട്ടിക്കുലർ ഡെഫിനിഷൻ നിങ്ങൾക്ക് വേണം, അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആളാണ് എന്ത്, ഡി എൽ ടാഗ് എന്ന് പറയുന്നത്. ഇനി ഡി എൽ ടാഗിന്റെ ഉള്ളിൽ കൊടുക്കുന്ന രണ്ടാളുകളാണ് ഡി ടിയും ഡി ഡിയും എന്ന് പറയുന്നത്. ഡി ടി ടാഗ് എന്ന് പറയുന്നതാണ് യൂസർ ഇൻസൈഡ് ഡി എൽ ടാഗ് ടു സ്പെസിഫൈ ഈച്ച് ഡാറ്റ ഐറ്റം ഇൻ ദ ലിസ്റ്റ്. അതായത് ഒരു ഡെഫിനിഷൻ ലിസ്റ്റിന്റെ ഉള്ളിലായിട്ട് ഓരോ ഇതും, അതായത് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഡി എൽ ടാഗ് ഓപ്പൺ ചെയ്തു, അതായത് എന്ത് ചെയ്തു, അത് ക്ലോസ് ചെയ്തു. ഇതിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യണ്ടാവും, ഓരോ എലമെന്റ്സും കൊടുക്കുന്നുണ്ടാവും. ആ കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആര് യൂസ് ചെയ്യുന്നത്, ഡി ടി എന്ന് പറയുന്ന ടാഗ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഡി ടി ടാഗ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഡി ടി എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇനി നമുക്ക് ആരുണ്ട്, ഡി ഡി ഉണ്ട്. ഈ ഡി ഡി എന്തിനാണ്, യൂസ്ഡ് ആഫ്റ്റർ ഈച്ച് ഡി ടി ടു ഡിസ്ക്രൈബ് ദ ടേം. അതായത് എന്താണ്, നമ്മുടെ ഡെഫിനിഷൻ ലിസ്റ്റിന്റെ ഉള്ളിൽ ഒരു ഡി ടി ടാഗ് കൊടുത്തു. ആ ഡി ടി ടാഗിന്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, നമുക്ക് വേറൊരു കാര്യം കൂടി മെൻഷൻ ചെയ്ത് കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ സബായിട്ട് കൊടുക്കുന്ന ആളാണ് എന്ത്, ഡി ഡി എന്ന് പറയുന്നത്. അപ്പൊ ഡി എല്ലിന്റെ ഉള്ളിലായിട്ട് വരുന്ന ടാഗുകളാണ് എന്ത്, ഡി ടിയും ഡി ഡിയും എന്ന് പറയുന്നത് എല്ലാവരും. ക്ലിയർ ആണോ? ക്ലിയർ ആണോടാ? ഓക്കെ ആണോ? ടാഗ്സ് ഓക്കെ ആണോ? ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങളിപ്പോ ഒരു ടാഗ് ക്രിയേറ്റ് ചെയ്തേക്കാണ്. ഓക്കെ, ഒരു ടാഗ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ, സാർ ഒന്ന് ഈ സ്ലൈഡ് ഒന്ന് മാറ്റോ. ഓക്കെ മക്കളതാ, ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഒരു ഡിസ്ക് ഇട്ടിട്ട് ഒരു ടാഗ് ക്രിയേറ്റ് ചെയ്തു. ഞാനിവിടെ ഒരു നെയിം എഴുതിയിട്ടുണ്ട്. അതിന്റെ അടിയിലായിട്ട് ഞാൻ എന്ത് ചെയ്തു, 1 2 3 4 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, കുറച്ച് നെയിംസ് ഇങ്ങനെ എഴുതി. അപ്പൊ എന്ത് വന്നേക്കാ, ഒരു അൺഓർഡേഡ് ലിസ്റ്റിന്റെ ഉള്ളില് ഒരു ഓർഡേഡ് ലിസ്റ്റ് വന്നു. ഓക്കെ, ഒരു അൺഓർഡേഡ് ലിസ്റ്റിന്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു, ഒരു ഓർഡേഡ് ലിസ്റ്റ് വന്നു. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താ പറയാ നമ്മൾ അതിനെ, നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറയും. നെക്സ്റ്റ് ടൂൾസ്. ഓക്കെ, നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എ ലിസ്റ്റ് ഇൻസൈഡ് അനദർ ലിസ്റ്റ് ഈസ് കോൾഡ് നെസ്റ്റഡ് ലിസ്റ്റ്. ഒരു ലിസ്റ്റിന്റെ ഉള്ളിൽ വേറൊരു ലിസ്റ്റ് വരുന്നതിന് എന്താ പറയാ, നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറയാ. നെസ്റ്റഡ് ലിസ്റ്റ് കോമൺ ആയിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് കാണുള്ളൂ, ഓർഡേർഡും അൺഓർഡേഡ് ലിസ്റ്റിലും മാത്രമേ വരുള്ളൂ. ഡെഫിനിഷൻ ലിസ്റ്റ് നെസ്റ്റഡ് ലിസ്റ്റിന്റെ കേസുകളിൽ വരാറില്ല. അത് വരും, അതായത് വളരെ ചെറിയ ചെറിയ ചാൻസസ് വരാറുള്ളൂ. മെയിൻ ആയിട്ട് ഏത് മാത്രമേ വരുള്ളൂ, ഒരു ഓർഡേഡ് ലിസ്റ്റിന്റെ ഉള്ളിൽ ഒരു അൺഓർഡേഡ് ലിസ്റ്റ്, അല്ലെങ്കിൽ ഒരു അൺഓർഡേഡ് ലിസ്റ്റിന്റെ ഉള്ളിൽ ഒരു ഓർഡേഡ് ലിസ്റ്റ്. ഈ ഒരു കേസിലാണ് വരാറുള്ളൂ. അപ്പൊ ഒന്നിന്റെ ഉള്ളിൽ മറ്റൊന്ന് വന്നാൽ നമ്മൾ എന്ത് പറയുക, നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറയും. ഓക്കെ ആണോ? ഓക്കെ ആണോടാ? ഓക്കെ, ഇനി നമുക്ക് ഇതിൽ വേറൊരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ നിങ്ങളിപ്പോ ഒരു വെബ് പേജ് ഓപ്പൺ ചെയ്തു. ഒരു വെബ് പേജ് ഓപ്പൺ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മ്യൂസിക് കേൾക്കാറുണ്ടോ, പാട്ട് കേൾക്കാറുണ്ടോ? ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പാട്ടൊക്കെ വരാറില്ലേ? ഓക്കെ, ഇനി ചില വെബ് പേജുകളൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക് കേൾക്കാറുണ്ട്. ചിലതൊക്കെ ടു 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 എന്നൊക്കെ പറഞ്ഞ് ഒരു മ്യൂസിക് കേൾക്കാറുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ ചില സൈറ്റുകളിലൊക്കെ ഒരു മ്യൂസിക്കിന്റെ സൈറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു നല്ല മ്യൂസിക് ഒക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്തുണ്ട്, ചെയ്യാൻ പറ്റും. അതായത് ആ ഒരു കാര്യങ്ങളൊക്കെ മ്യൂസിക് നമുക്കൊരു വെബ് പേജിൽ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വെബ് പേജ് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വെബ് പേജിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു പോർഷനിൽ നിങ്ങൾക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്തു. ഇപ്പൊ നമ്മളിപ്പോ ഒരു HS ലൈവിന്റെ ഒക്കെ ഒരു വെബ് പേജ് കയറി കഴിഞ്ഞാൽ ആ HS ലൈവിന്റെ ഉള്ളിൽ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ തന്നെ വേറൊരു സ്ഥലം ഓപ്പൺ ആയി വരും. HS ലൈവിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഒരു നോട്ടിന്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്ത് ആ നോട്ടിന്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ വേറൊരു സൈറ്റ് ഓപ്പൺ ചെയ്ത് തരും. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊരു സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വല്ല മെയിൽ ID-ലോട്ടൊക്കെ ഓപ്പൺ ആയി പോകാറുണ്ട്. അങ്ങനെയൊക്കെ പോകാറില്ലേ അങ്ങനെയൊക്കെ. ഓക്കെ, അതിനെ പറയുന്നതാണ് എന്താ പറയാ, ലിങ്ക്സ് ഇൻ HTML എന്ന് പറയാം. ഓക്കെ, എന്താണ് ലിങ്ക് ഇൻ HTML എന്ന് പറയും. ഓക്കെ, അപ്പോൾ ലിങ്ക്സ് ഇൻ HTML എന്ന് പറഞ്ഞാൽ എ ഹൈപ്പർ ലിങ്ക് ഈസ് ടെക്സ്റ്റ് ഓർ ആൻ ഇമേജ് ഇൻ എ വെബ് പേജ് that can be click on and move into another document or another section of the same document. അതായത് ഒരു ഡോക്യുമെന്റിന്റെ ഉള്ളിൽ തന്നെ വേറെ പേജുകളിലോട്ട് പോവാം. ഓക്കെ, ഒരു ഡോക്യുമെന്റ് തന്നെ ഉള്ളിൽ തന്നെ വേറെ പേജുകളിലോട്ട് പോവാം. അല്ലെങ്കിൽ ഒരു വെബ് പേജിന്റെ ഉള്ളിൽ നിന്ന് വേറെ ഏതെങ്കിലും വെബ് പേജുകളിലോട്ടോ അല്ലെങ്കിൽ മെയിലിലോട്ടോ സൈറ്റിലോട്ടോ ഒക്കെ ഓപ്പൺ ആയി പോവാം. അങ്ങനെ പോകുന്നതിന് എന്താ പറയാ, ലിങ്ക്സ് ഇൻ HTML എന്ന് പറയാം.
അത് നമ്മൾ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടാഗിനെ പറയുന്ന പേരാണ് ആങ്കർ ടാഗ് എന്ന് പറയും. എന്ത് ടാഗാണ്? ആങ്കർ ടാഗ്. എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? എ ടാഗ് എന്നും വേണമെങ്കിൽ പറയാം. എന്താ പറയാ അതിനാ? നമ്മൾ പറയുന്ന സെക്ഷൻ ഈ സെയിം ഡോക്യുമെന്റ് ദ ടാഗ് കോൾഡ് ആങ്കർ ടാഗ്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് ആണ് എന്ത്? ആങ്കർ ടാഗ് എന്ന് പറയും. അപ്പോൾ ആങ്കർ ടാഗിന്റെ ഉള്ളിൽ നമ്മൾക്ക് എന്ത് ചെയ്യണം? ഒരു പേജിന്റെ ഉള്ളിൽ തന്നെ വേറെ സ്ഥലങ്ങളിലോട്ടൊക്കെ പോകണം, അല്ലെങ്കിൽ ഒരു പേജിന്റെ ഉള്ളിൽ നിന്ന് വേറെ സ്ഥലത്തിലോട്ടൊക്കെ പോകണം. അങ്ങനെ പോകണമെങ്കിൽ നമ്മൾ ആരെ യൂസ് ചെയ്യുന്നു? അതായത് ഒരു ഹൈപ്പർ ലിങ്കിങ് യൂസ് ചെയ്യും. HREF എന്ന് പറഞ്ഞ ടാഗ് നമ്മൾ 4th ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. HREF ഹൈപ്പർ ലിങ്കിങ്, നിങ്ങൾ ലിങ്കിങ് കൊടുക്കാൻ വേണ്ടി പഠിച്ചിട്ടില്ലേ? ആ HREF എന്ന് പറഞ്ഞ ടാഗ് ആണ് എന്ത് ചെയ്യുക? കോമൺ ആയിട്ട് എ ടാഗിന്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്നത്. HREF is the main attribute of the A tag. എ ടാഗിന്റെ മെയിൻ ആട്രിബ്യൂട്ട് എന്താണ്? HREF ആണ്. HREF ടാഗ് യൂസ് ചെയ്തിട്ട് എന്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുക? URL അഡ്രസ് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ പേജിൽ തന്നെ ഓരോ സെക്ഷൻ ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ടാവും. ഓരോ സെക്ഷനും ചിലപ്പോൾ നിങ്ങൾ ഒരു നെയിം കൊടുത്തിട്ടുണ്ടാവും. ആ നെയിം എന്ത് ചെയ്യാം? HREF ആയിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ എന്ത് സംഭവിക്കും? നിങ്ങൾ എ ടാഗ് ഓപ്പൺ ചെയ്ത് HREF ആ നെയിം ആയിട്ട് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ജസ്റ്റ് എന്താണ് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ക്ലാസ്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുമ്പോൾ എയർ പൊല്യൂഷന്റെ സെക്ഷൻ പോകും. വാട്ടർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ പൊല്യൂഷന്റെ പേജിലോട്ട് പോകും. അങ്ങനെ പോകണമെന്ന് കണ്ടില്ല. ഒരു പൊല്യൂഷൻ എന്ന് പറഞ്ഞ ഫുൾ പേജ് ഒക്കെ എടുത്തിട്ട് നമ്മൾ പഠിച്ച് ഓർക്കുന്നുണ്ടായാലും ഓർക്കുന്നുണ്ടോ ഗൈസ്? ഓർക്കുന്നില്ല? ഒരു പേജ് ഒക്കെ എടുത്തിട്ട് ഒരു പേജിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ഇത് കാണിച്ചിട്ട് വാട്ടർ പൊല്യൂഷൻ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ടായി. എന്നിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കാണിക്കുന്ന സമയത്ത് വേറൊരു പേജിലോട്ട് പോയി, അടുത്തതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ പേജിലോട്ട് പോയി. അങ്ങനെ പോണത് കണ്ടായിരുന്നോ? ഓർക്കുന്നുണ്ടോ? ഓക്കെ, അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? ലിങ്ക്സ് ഇൻ HTML എന്ന് പറയുന്നത്. അതിനായിട്ട് ആരെ യൂസ് ചെയ്യുന്നത്? HREF എന്ന് പറഞ്ഞ ടാഗാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കേസുകളുണ്ട്. നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതേ പേജിലോട്ട് തന്നെ പോകും, ചിലത് എന്ത് ചെയ്യും? വേറെ പേജുകളിലോട്ട് പോകും. അപ്പൊ രണ്ടാളുകൾ വരുന്നു, ഒന്ന് സെയിം ഇതിലോട്ട് വരുന്നത്, പിന്നെ എന്താണ് വേറൊരു പേജിലോട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ലിങ്കിങ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഇന്റേണൽ ലിങ്കിങ് ഉണ്ട്, എക്സ്റ്റേണൽ ലിങ്കിങ് ഉണ്ട്. അപ്പോൾ ലിങ്കിങ് എത്ര ടൈപ്പ് ഉണ്ട്? രണ്ട് ടൈപ്സ് ഉണ്ട്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ. ഇന്റേണൽ ലിങ്കിങ് എന്ന് പറയുന്നത് ഒരു വെബ് പേജിന്റെ ഉള്ളിൽ അതേ പേജിന്റെ വേറെ വേറെ സെക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഇന്റേണൽ ലിങ്കിങ് എന്നും. ഒരു പേജിന്റെ തന്നെ നിന്ന് വേറൊരു മറ്റൊരു പേജിലോട്ട് പോയി, അല്ലെങ്കിൽ ഒരു നിങ്ങളൊരു സൈറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ആ സൈറ്റിൽ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? നേരെ മെയിൽ ID പോയി. അപ്പൊ അങ്ങനെ മെയിൽ ID പോകുന്നതിന് നമ്മൾ എന്താ പറയാ? എക്സ്റ്റേണൽ ലിങ്കിങ് എന്ന് പറയാം. ക്ലിയർ ആണോടാ? ഓക്കെ, അപ്പൊ ഇന്റേണൽ ലിങ്കിങ്ങിന് വേണ്ടി നമ്മൾ ഒരാളെ യൂസ് ചെയ്യണ്ടോ? അപ്പൊ ഇന്റേണൽ ലിങ്കിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട് ആണ് എന്ത്? നെയിം എന്ന് പറയുന്നത്. ഓക്കെ, ടാഗിന്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക? HRF കൊടുത്തിട്ട് ഹാഷ് ഇട്ടിട്ട് നമ്മൾ എന്ത് കൊടുത്താൽ മതി? നെയിം കൊടുത്ത് നിങ്ങൾ ആ ഏത് നെയിം ആണോ ആ വെബ് പേജിലുള്ളത് അവിടുത്തെ ആ സെക്ഷന്റെ നെയിം ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ നെയിമുള്ള പോർഷനിലോട്ട് എന്ത് ചെയ്യും? നമുക്ക് പോകും. അങ്ങനെ പോകാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? നെയിം എന്ന് പറഞ്ഞ ടാഗ്. അതായത് ഒരേ വെബ് പേജിന്റെ ഉള്ളിൽ തന്നെ വേറൊരു പോർഷനിലോട്ട് പോകാൻ വേണ്ടി, സെയിം പേജിൽ തന്നെ പോകാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നെയിം. നെയിം ടാഗ് യൂസ് ചെയ്യണമെങ്കിൽ അതിന്റെ പ്രിഫിക്സ് ആയിട്ട് അതിന്റെ മുമ്പിലായിട്ട് നമ്മൾ ആരെ ആഡ് ചെയ്യണം? ഹാഷ് ആഡ് ചെയ്യണം. ഏതിന്റെ ഉള്ളിലാണ് നമ്മൾ കൊടുക്കിയതെല്ലാം? HRFന്റെ ഉള്ളിലാണ് കൊടുക്കുക, HREFന്റെ ഉള്ളിലാണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോടാ? ഓക്കെ, ഇൻ കേസ് ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഇപ്പൊ ഇത് ഈ പറഞ്ഞതാണ് ഇന്റേണൽ ലിങ്കിങ് ആണ്. ഇന്റേണൽ ലിങ്കിന്റെ ഉള്ളിൽ വരുന്ന ടാഗാണ് എന്ത്? നെയിമും HREF ഒക്കെ വരുന്നത്. ഇനി നമുക്ക് എക്സ്റ്റേണൽ ലിങ്കിങ് ആണ്. ഒരു പേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ പേജിലോട്ട് പോകണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആളാണ് എക്സ്റ്റേണൽ ലിങ്കിങ് ആണ്. എക്സ്റ്റേണൽ ലിങ്കിങ് എന്നാണ് ദ ലിങ്ക് ഫ്രം എ വൺ പേജ് ടു അനദർ വെബ് പേജ് ഈസ് നോൺ ആസ് എക്സ്റ്റേണൽ ലിങ്കിങ്. The URL is given as the value for HREF attribute. അതായത് ഇവിടെ നോക്കിക്കോ, ഞാൻ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എ ടാഗ് ഓപ്പൺ ചെയ്തിട്ട് HREF അസൈൻ മെയിൽ ടു എന്താ കൊടുത്തേക്കുന്നത്? മെയിലിലോട്ട് പോകാനാണ് കൊടുത്തേക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ അതിന്റെ മെയിൽ ID മെൻഷൻ ചെയ്ത് കൊടുത്തു. ഓക്കെ, ഏതാ മെൻഷൻ ചെയ്യുന്നത്? SCRAT@kerala.gov എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഈ മെയിൽ ആയിരിക്കില്ല നിങ്ങൾക്ക് വെബ് പേജിൽ കാണാം, നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്തായിരിക്കും കാണാം. ആ ടൈപ്പ് ചെയ്ത് വെച്ചേക്കുന്നതാണ് എന്ത്? ഈ SCRT എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് കാണുന്നുണ്ടാവും? ഒരു ബ്ലൂ കളറിൽ ആ വെബ് പേജിൽ ഒരു SCRT എന്ന് പറഞ്ഞൊരു വേർഡ് കാണുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ ഈ SCRT എന്ന് പറഞ്ഞതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നേരെ SCRT@kerala.gov എന്ന് പറഞ്ഞാൽ മെയിൽ ID മെയിൽ അയക്കാനുള്ള പേജ് നമുക്ക് ഓപ്പൺ ആയി വരും. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? എക്സ്റ്റേണൽ ലിങ്കിങ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോടാ? ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾ വാട്സാപ്പിലൊക്കെ നോക്കുമ്പോൾ അറിയാൻ പറ്റും. നിങ്ങളൊക്കെ എന്ത് ചെയ്യും? ഫോൺ നമ്പർ ജസ്റ്റ് നമ്പർ അടിച്ച് നമ്പർ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കോളിലോട്ടൊക്കെ പോവില്ലേ? കോളിലോട്ട് പോകാറില്ലേ? അതുപോലെ തന്നെ മെയിൽ ID ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ നേരെ മെയിലിന്റെ പേജിലോട്ടൊക്കെ പോയിട്ടുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടാ? ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇനി ഒന്ന് അടിച്ചു നോക്കിയാൽ മതി. ഇനി അടിച്ചു നോക്കിയിട്ട് മെയിൽ വെറുതെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് മെയിൽ അതിൽ ക്ലിക്ക് ചെയ്താൽ മെയിലിലോട്ട് പോകും. അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ഇതിന്റെ തന്നെ ഒരു വേറൊരു ഫോർമാറ്റിലാണ് അതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് എന്താ പറയാ? എക്സ്റ്റേണൽ ലിങ്കിങ് എന്ന് പറയുന്നത്. രണ്ട് ലിങ്കിങ് ആയിരുന്നു, ഇന്റേണൽ ലിങ്കിങ്ങും എക്സ്റ്റേണൽ ലിങ്കിങ്ങും. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ കേസ് മ്യൂസിക് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്?
മ്യൂസിക്, ഒരു വെബ് പേജിലോട്ട് മ്യൂസിക് ആഡ് ചെയ്യുന്ന കേസാണ് പറഞ്ഞത്. ഒരു വെബ് പേജിലോട്ട് മ്യൂസിക് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടു ആഡ് മ്യൂസിക് ഓർ വീഡിയോ ഇൻ ടു വെബ് പേജ്. ഒരു വെബ് പേജിലോട്ട് മ്യൂസിക്കോ കാര്യങ്ങളോ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എംബഡഡ് ടാഗ്. എന്ത് ടാഗാണ്? എംബഡഡ് ടാഗ്. എംബഡഡ് ടാഗ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പേരിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു നെയിമിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും? മ്യൂസിക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ മ്യൂസിക് അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? മ്യൂസിക്കിന്റെ ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് എംബഡഡ് ടാഗ്. ഇൻ കേസ് വേറൊരു സാധനം ഇതിന്റെ ഉള്ളിൽ തന്നെ യൂസ് ചെയ്യും, നോ എംബഡഡ്. അത് എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ മക്കൾ ഇത്രേ ഉള്ളൂ. നിങ്ങളൊരു മ്യൂസിക് ഫയൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഒരു ടാഗ് ഒക്കെ HTML സെറ്റ് ചെയ്തു, പക്ഷെ എന്ത് ചെയ്യില്ല? ചില പേജുകളിൽ അത് സപ്പോർട്ട് ചെയ്യൂല. അപ്പൊ സപ്പോർട്ട് ചെയ്യാത്ത സമയത്ത് അവിടെ ഇന്നൊരു മ്യൂസിക് ആയിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കാണിക്കണം എന്ന് വിചാരിക്കുക. നമ്മൾ ഇമേജ് ഒക്കെ ആഡ് ചെയ്ത സമയത്ത് ഇമേജ് വരാത്ത സമയത്ത് ആ ഇന്ന ഇമേജ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് HTML. പഠിച്ചിട്ടില്ല അത്? അതിന് പകരമായിട്ട് ഇവിടെ ഇന്ന മ്യൂസിക് ആണെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആര് യൂസ് ചെയ്യുന്നത്? നോ എംബഡഡ് ടാഗ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എംബഡഡ് ടാഗ് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട് ആരാണ്? SRC ആണ്. SRC യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു URL ലിങ്ക് ഒക്കെ നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആരാണ്? SRC ആണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ചില വെബ് പേജസ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് മ്യൂസിക് കേൾക്കാൻ പറ്റുമെന്ന്. അങ്ങനെ മ്യൂസിക് കേൾക്കാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ത്? BG സൗണ്ട് എന്ന് പറഞ്ഞ ടാഗ്. ഏതാണ്? The another tag is BG sound with the music can be played in the background while the page is viewed. പേജ് കാണുന്ന സമയത്ത്, പേജ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഓട്ടോമാറ്റിക് ആയിട്ട് മ്യൂസിക് പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് BG സൗണ്ട് എന്ന് പറഞ്ഞ ടാഗ്. ക്ലിയർ ആണോടാ? ഓക്കെ ആണോ? ടാക്സ് സെറ്റ് ആണോ? ഓക്കെ, ഇനിയാണ് ഈ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്. നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട്? ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അതായത് ഒരു വെബ് പേജിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ടേബിൾസ് കാണണം. അപ്പോൾ ആ ടേബിൾ കാണാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ക്രിയേറ്റിംഗ് എ ടേബിൾ ഇൻ എ വെബ് പേജ്. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടാഗ് ആണ് ടേബിൾ ടാഗ് എന്ന് പറയുന്നത്. എന്താണ്? ടേബിൾ ടാഗ്. നമ്മളൊരു ടേബിൾ ടാഗ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു HTML ഉള്ളിൽ എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? ഇതുപോലെയൊക്കെ ഒരു ടേബിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതിന് എന്തുണ്ട്? കുറച്ച് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഏതൊക്കെയാ വരുന്ന ആട്രിബ്യൂട്ട്സ്? ബോർഡർ വരുന്നുണ്ട്, ബോർഡർ കളർ വരുന്നുണ്ട്, അലൈൻ, BG കളർ, ബാക്ക്ഗ്രൗണ്ട്, സെൽ സ്പേസിങ്, സെൽ പാഡിങ്. നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ ഇത് HTML പഠിച്ചതാ. ബോർഡർ എന്ത് വേണ്ടിട്ടാ? ഈ ഒരു വെബ് ടേബിളിന്റെ ബോർഡർ കൊടുക്കാനായിട്ട്. അതായത് ഇവിടെ ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഇത്ര വിട്ട് എങ്ങനെയൊക്കെ വേണമെന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആര് യൂസ് ചെയ്യുന്നത്? ബോർഡർ യൂസ് ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യാം? ഈ ബോർഡേഴ്സിന് എന്ത് കൊടുക്കാം? കളർ കൊടുക്കാം. ഈ ഒരു ബോർഡറിന് എന്ത് കൊടുക്കാൻ പറ്റും? നമുക്ക് കളർ കൊടുക്കാം. ആ കളറിങ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യാം? ബോർഡർ കളർ എന്ന് പറയുന്നത്. വേറൊരു കളർ കൊടുക്കാൻ ബോർഡർ കളർ യൂസ് ചെയ്യാം. ഇനി അലൈൻ എന്താണ്? നമുക്ക് ടേബിളിന്റെ പൊസിഷൻ സെറ്റ് ചെയ്യണം. ഓക്കെ, അതായത് ബ്രൗസർ വിൻഡോന്റെ ഇൻസൈഡ് വേണോ, അത് കുറച്ച് ഔട്ട്സൈഡിലോട്ട് പോകണം, എങ്ങനെ വേണം ബ്രൗസർ, അതായത് ആ ഒരു വിൻഡോയില് ടേബിൾ ഏത് രീതിയിൽ വേണം അലൈൻ ചെയ്തിരിക്കാൻ എന്നുള്ളതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി എവിടെ കാണണം, എങ്ങനെ കാണണം എന്ന് സെറ്റ് ചെയ്യുന്ന ആരാണ്? അലൈൻ യൂസ് ചെയ്തിട്ടാണ്. ഇനി BG കളർ എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് കളർ. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആണ്. അതുപോലെ ഈ ടേബിളിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ആര്? BG കളർ എന്ന് പറയുന്നത്. ഇനി വേറൊരാളുണ്ട് ബാക്ക്ഗ്രൗണ്ട്. ബാക്ക്ഗ്രൗണ്ട് എന്തിനു വേണ്ടിയിട്ടാ? ബാക്ക്ഗ്രൗണ്ട് ടേബിളിന്റെ ബാക്കിലായിട്ട് വല്ല ഇമേജ് ആഡ് ചെയ്യണം. ടേബിളിന്റെ ബാക്കിൽ എന്ത് ചെയ്യണം? ഇമേജ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആരെ യൂസ് ചെയ്യാം? ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്യാം. മാറിപ്പോവരുത്. BG കളർ ബാക്ക്ഗ്രൗണ്ടിൽ കളർ കൊടുക്കാനും ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് കയറ്റാനും. ഇനി ചോദിക്കുന്ന മെയിൻ ആയിട്ടൊരു കാര്യമാണ് സെൽ സ്പേസിങ്ങും സെൽ പാഡിങ്ങും. പലതവണ കണ്ടിട്ടുണ്ട് ടേബിളിന്റെ ഉള്ളിൽ എന്തിനാണ് സെൽ സ്പേസിങ്ങും സെൽ പാഡിങ്ങും എന്നുള്ളത്. സെൽ സ്പേസിംഗ് എന്ന് പറയുന്നത് ടു സ്പെസിഫൈ ദ സ്പേസ് ബിറ്റ്വീൻ സ്പേസ് ടു ബി ലെഫ്റ്റ് ബിറ്റ്വീൻ ദ സെൽസ്. അതായത് ഓരോ സെല്ലുകൾക്കും ഇടയിൽ ലെഫ്റ്റിലായിട്ട് എത്ര സ്പേസിങ് കൊടുക്കുന്നത് കാണിക്കുന്നതാണ് എന്ത്? സെൽ സ്പേസിംഗ് എന്ന് പറയുന്നത്. ഇനി സെൽ പാഡിംഗ് എന്ന് പറയുന്നത് ടു സ്പെസിഫൈ ദ സ്പേസ് ഇൻ ബിറ്റ്വീൻ ദ സെൽ ബോർഡർ ആൻഡ് സെൽ കണ്ടന്റ്. അതായത് സെല്ലിന്റെ ബോർഡറും, അതായത് ഈ ഒരു സെല്ലിന്റെ ബോർഡറും അതിൻ്റെ ഉള്ള കണ്ടന്റും തമ്മിൽ എത്ര ഡിഫറൻസ് വേണം, എത്ര വിഡ്ത്ത് വേണം എന്ന് കാണിക്കുന്നതാണ് എന്ത്? സെൽ പാഡിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോടാ? ഓക്കെ, അപ്പൊ നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ഈ ടേബിളിലോട്ട് നമുക്ക് എന്ത് ചെയ്യണം? റോസ് ആഡ് ചെയ്യണം, അതുപോലെ തന്നെ കോളംസ് ഒക്കെ വേണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വേറൊരാൾ യൂസ് ചെയ്യും. അതാണ് എന്ത് പറയുന്നത്? TR ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ടേബിളിന്റെ ഒരു റോ വരാൻ വേണ്ടി നമുക്ക് ആ റോയിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? TR ടാഗ് എന്ന് പറയുന്നത്. ഇവിടെ വരുന്ന 3 ആട്രിബ്യൂട്ട്സ് ആണ്. ആരൊക്കെയാണ്? അലൈൻ, അലൈൻ, BG കളർ. അലൈൻ എന്ന് പറയുന്നത് ടു സ്പെസിഫൈ ദ ഹൊറിസോണ്ടൽ അലൈൻമെന്റ് ടെക്സ്റ്റ് ഇൻ ദ സെൽ ഇൻ പർട്ടിക്കുലർ റോ. ഒരു റോയിലുള്ള, അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു റോയാണ്. ഈ റോയിലുള്ള ടെക്സ്റ്റിന്റെ ഒക്കെ അലൈൻമെന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്? അലൈൻ എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആരാണ്? അലൈൻ ആണ്. അലൈൻ എന്ന് പറയുന്നത് ടു സ്പെസിഫൈ ദ വെർട്ടിക്കൽ അലൈൻമെന്റ് ഓഫ് ദ കണ്ടന്റ് ഇൻ ദ സെൽ ഓഫ് എ റോ
ടോപ്പ് മിഡിൽ ബോട്ടം ഓർ ബേസ് ലൈൻ. അതായത് ഇവിടെ ഏത് കൊടുക്കാം, ഈ നമ്മൾ ഈ കൊടുത്തേക്കുന്ന കണ്ടന്റ് ഇവിടെ സെൻട്രൽ ആയിട്ട് നമുക്ക് എനിക്ക് എന്ത് ചെയ്യണം, ഇവിടെ ബേസിൽ വേണമെങ്കിൽ കൊടുക്കാം, ടോപ്പിലാണെങ്കിൽ ടോപ്പിൽ കൊടുക്കാം, സൈഡിൽ കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും വരാം. അപ്പൊ ആ ഒരു കണ്ടന്റ് ഏത് രീതിയിൽ അലൈൻ ചെയ്യണം, അതിന് വേണ്ടിയാണ് ആര് യൂസ് ചെയ്യുക, ബി അലൈൻ യൂസ് ചെയ്യുക. ബി അലൈനും 4 വാല്യൂസ് ഉണ്ട്. ഏതൊക്കെയാണ്, ടോപ്പ് മിഡിൽ ബോട്ടം ബേസ് ലൈൻ. ഈ 4 വാല്യൂസ് ആണുള്ളത്. ഇതിനൊക്കെ എന്താ പറയാ, വാല്യൂസ് എന്ന് പറയും. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പൊ ഞാൻ TR ടാഗിന്റെ ഉള്ളിൽ ബി അലൈൻ ഈക്വൽ ടു ഏത് വേണമെന്ന് വെച്ചാൽ ടോപ്പ് വേണമെങ്കിൽ ടോപ്പ് കൊടുക്കാം, മിഡിൽ വേണമെങ്കിൽ മിഡിൽ കൊടുക്കാം, ബോട്ടം വേണമെങ്കിൽ ബോട്ടം കൊടുക്കാം. അപ്പൊ അതനുസരിച്ച് എന്ത് ചെയ്യും, ആ ഒരു ടെക്സ്റ്റുകൾ അലൈൻ ചെയ്യും. ഇനി നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, BG കളർ. BG കളർ എന്ന് പറയുന്നത് ടു ഗീവ് ബാക്ക്ഗ്രൗണ്ട് കളർ ടു പർട്ടിക്കുലർ റോ. അതായത് നിങ്ങൾ നോക്കുമ്പോൾ ചില ടേബിൾസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഓരോ റോസ് എന്ത് ചെയ്യും, പർട്ടിക്കുലർ വേറെ ഡിഫറെന്റ് കളേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരെണ്ണം ബ്ലൂ ആയിരിക്കും, ചിലപ്പോൾ ഒന്ന് വൈറ്റ് ആയിരിക്കും, പിന്നെ ബ്ലൂ വൈറ്റ് അങ്ങനെയൊക്കെ ആഡ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുക, BG കളർ ആഡ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് വരുന്നതാണ് TH ടാഗ് എന്ന് പറയും. TH ടാഗ് എന്ന് പറയുന്നതിനാണ് ടു സ്പെസിഫൈ ദ ഹെഡിങ് സെല്ല് ഡാറ്റ വിൽ ബി ഹോൾഡ് ആൻഡ് സെൻട്രലി അലൈൻഡ്. അതായത് എന്ത് ചെയ്യണ്ട, നമ്മളൊരു ടേബിൾ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ചില ടേബിളിന്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ടാവും, സെന്ററിലായിട്ട് അലൈൻ ചെയ്ത് ഹെഡിങ്ങുകൾ കാണാറുണ്ടാവും. കണ്ടിട്ടില്ല മക്കളെ, ഹെഡിങ്സ് ടേബിളിന്റെ ഉള്ളിൽ തന്നെ എല്ലാ റോയും ഇങ്ങനെ മെർജ് ചെയ്തിട്ട് ഒറ്റൊരു റോ ആയിട്ട് ജസ്റ്റ് ഹെഡിങ് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ ഹെഡിങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, TH ടാഗ് യൂസ് ചെയ്യുന്നത്. ഇവിടെയും ആരൊക്കെ തന്നെ ഉള്ളത്, അലൈൻ, വി അലൈൻ, BG കളർ. നേരത്തെ പഠിച്ച സെയിം കാര്യങ്ങൾ തന്നെ. TRൽ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ്, അലൈൻ ചെയ്യുക. ഇനി വെർട്ടിക്കലി അലൈൻ ചെയ്യണമെങ്കിൽ ആ ഒരു അലൈനിങ് വേണ്ടി കൊടുക്കുക. BG കളർ എന്ന് പറഞ്ഞാൽ ആ ഒരു മുകളിലെ ഹെഡിങ്ങിന് കളർ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുക. നെക്സ്റ്റ് വരുന്നതാണ് TD ആണ്. TD എന്ന് പറയുന്നത് ടു സ്പെസിഫൈ ദ ഡാറ്റ ഇൻ എ സെൽ. അതായത് ഒരു ഡാറ്റ കൊടുക്കാനായിട്ട്, അതായത് ഒരു സെല്ലിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് വേണം, കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കണം. അത് സ്പെസിഫൈ ചെയ്യുന്ന ആരാണ്, TD എന്ന് പറഞ്ഞ ടാഗാണ്. TD ടാഗിന്റെ ഉള്ളിൽ വരുന്ന ആളുകൾ ആരൊക്കെയാണ്, കോളം സ്പാൻ ഉണ്ട്, റോ സ്പാൻ ഉണ്ട്. ദ span a cell over 2 or more columns in a row. It is a kind of merging 2 or more columns in a row. ഒറ്റ റോ, അതായത് ഒന്നിൽ കൂടുതൽ റോസിന്, അതായത് ഈ 2 റോസിന്, ഇത് രണ്ടും എന്താണ്, ഈ ഒരു റോ ഇതിനെ മെർജ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, കോളം സ്പാൻ എന്ന് പറയുന്നത്. റോ സ്പാൻ എന്ന് പറയുന്നത് ടു സ്പാൻ എ സെൽ ഓവർ 2 or more റോസ്. അതായത് എന്ത് ചെയ്യാനായിട്ട്, ഈ ഒരു സെല്ലും ഇതൊരു സെല്ലാണ്, ഇതൊരു സെല്ലാണ്, ഈ 2 സെല്ലുകളെ തമ്മിൽ എന്ത് ചെയ്യുക, മെർജ് ചെയ്യുക. അതായത് ഇങ്ങനെ എന്ത് ചെയ്യുക, മെർജ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനൊറ്റ സെല്ലാക്കുക. കുഞ്ഞു സെല്ലുകൾ എന്ത് ചെയ്യുക, കമ്പൈൻ ചെയ്ത് ഒറ്റ സെല്ലാക്കുന്നതിന് എന്താ പറയുക, റോ സ്പാൻ എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്യാപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ടെക്സ്റ്റ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഓരോ ടേബിളിന്റെ അടിയിലായിട്ടും ഇന്ന ടേബിളാണ്, ടേബിൾ നമ്പർ ഇത്രയാണ്, ഇന്ന ടേബിൾ ആണെന്നൊക്കെ പറഞ്ഞ് മെൻഷൻ ചെയ്ത് കൊടുക്കണം. കണ്ടിട്ടില്ലേ അത്? അതുപോലെ വെബ് പേജിൽ നമുക്ക് എന്ത് ചെയ്യാനാണ്, ടേബിളിന്റെ അടിയിൽ ഇത് ഏത് ടേബിൾ ആണ് എന്താണെന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കുക. അതായത് ആ ഒരു ടേബിളിന്റെ കോമൺ ക്യാരക്ടർ ഒക്കെ നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആളാണ് ക്യാപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോടാ? ഓക്കെ. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു കേസാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞ കേസ്. എന്താണ് ഫ്രെയിം എന്ന് പറയുന്നത്? ഫ്രെയിം എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങളൊരു വെബ് പേജ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ വെബ് പേജ് പല കണ്ടന്റ് ഉണ്ടാവും. മുകളിൽ ഒരു കണ്ടന്റ് ഉണ്ടാവും, സൈഡിൽ വേറൊരു സ്പേസിംഗ് ഉണ്ടാവും, വേറൊരു സൈഡിങ് ഉണ്ടാവും, അങ്ങനെ ഫ്രെയിംസ് ഉണ്ടാവും. ഈ ഫ്രെയിമുകൾ വരുമ്പോൾ ഒരു വെബ് പേജിന് ഭംഗി ഉണ്ടാവുക. അല്ലെങ്കിൽ എന്തായിരിക്കും, അതൊരു സാധാരണ ഒരു വെബ് പേജ് ആയിരിക്കും, വലിയ ഭംഗിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു വെബ് പേജിന് കുറച്ച് ഭംഗിയും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, ഫ്രെയിം സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രെയിമുകൾ ആഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടാഗാണ് എന്ത്, ഫ്രെയിം സെറ്റ് എന്ന് പറഞ്ഞ ടാഗാണ്. ഫ്രെയിംസ് ആഡ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രെയിം സെറ്റിലും കുറച്ച് ആട്രിബ്യൂട്ട്സും വാല്യൂസും ഉണ്ട്. അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. നെക്സ്റ്റ് ഒന്നുള്ളൂ സർ. അപ്പോൾ ഫ്രെയിം സെറ്റിൽ വരുന്ന ഫസ്റ്റ് ടാഗ് ഫ്രെയിം സെറ്റ് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, ടു പാർട്ടീഷൻ ദ ബ്രൗസർ വിൻഡോ ഇൻ ടു ഡിഫറെന്റ് ഫ്രെയിം സെക്ഷൻ. ഒരു ബ്രൗസർ വിൻഡോന പല ഫ്രെയിംസ് ആക്കാം. അതായത് മുകളിൽ ഒരു ബോർഡർ, സൈഡിൽ ഒരു ബോർഡർ വേണമെങ്കിൽ ആക്കാം, ഇനി ഇങ്ങനെ ഒരു ബോർഡർ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അങ്ങനെ ഒരു ബ്രൗസർ വിൻഡോനെ പല ഫ്രെയിംസ് ആക്കാം. അപ്പൊ ഈ ഓരോ ഫ്രെയിമിന് നിങ്ങൾക്ക് ഓരോ കളറുകൾ കൊടുക്കാം, ഓരോ തീം കൊടുക്കാം, അങ്ങനെ പലതും ചെയ്യാനായിട്ട് വരും. അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന ആരാണ്, ഫ്രെയിം സെറ്റ് വെച്ചിട്ടാണ്. അതിന്റെ ആട്രിബ്യൂട്ട്സ് ആരൊക്കെയാണ്, കോളംസ് ഉണ്ട്, റോസ് ഉണ്ട്, ബോർഡർ ഉണ്ട്. കോൾസ് ഉണ്ട്, റോസ് ഉണ്ട്, ബോർഡർ ഉണ്ട്. കോൾസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ടു സ്പെസിഫൈ ദ നമ്പർ ഓഫ് വെർട്ടിക്കൽ ഫ്രെയിം ഇൻ എ ഫ്രെയിം സെറ്റ്. അതായത് വെർട്ടിക്കൽ ആയിട്ടുള്ള എത്ര ഫ്രെയിമുകൾ എന്ത് ചെയ്യണം, ആ റോയിൽ വേണം, അല്ല ആ ഒരു വെബ് പേജിൽ വേണം. ഇനി നെക്സ്റ്റ് ആണ് റോസ്, അതായത് ടു സ്പെസിഫൈ ദ നമ്പർ ഓഫ് ഹൊറിസോണ്ടൽ ഫ്രെയിംസ്. അതായത് വെർട്ടിക്കൽ പറഞ്ഞ പോലെ തന്നെ വെർട്ടിക്കൽ ആയിട്ടുള്ള എത്ര ഫ്രെയിംസ് ആണെന്ന് പറഞ്ഞ പോലെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള എത്ര ഫ്രെയിംസ് വേണം, അത് മെൻഷൻ ചെയ്യുന്ന ആരാണ്, റോസ് എന്ന് പറയുന്നതാണ്. നെക്സ്റ്റ് പറയുന്ന ആരാണ്, ബോർഡർ ആണ്. ബോർഡർ എന്ന് പറയുന്നതാണ് ഈ ഒരു ഫ്രെയിമിനൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് തിക്നെസ് ഒക്കെ ഇട്ട് കുറച്ചൊരു ഷെയ്ഡിങ് ഒക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, കുറച്ച് ഭംഗിയായിട്ട് മാറ്റാനായിട്ട് പറ്റും. അങ്ങനെയൊക്കെ മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്, ബോർഡർ എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഫ്രെയിം സെറ്റിന്റെ ആട്രിബ്യൂട്ട്സ് ആരൊക്കെയാണ്, കോൾസ്, റോസ് ആൻഡ് ബോർഡർ. ഇനി നെക്സ്റ്റ് അതിന്റെ ഉള്ളിൽ തന്നെ വരുന്ന വേറൊരു ടാഗാണ് ഫ്രെയിം എന്ന് പറയുന്നത്. ഫ്രെയിം എന്ന് പറയുന്നതാണ് ടു ഡിഫൈൻ ദ ഫ്രെയിം ഫോർ ഇൻക്ലൂഡിങ് വെബ് പേജ്. അതായത് ഒരു വെബ് പേജിൽ എന്താണ്
ഫ്രെയിം ആഡ് ചെയ്യുമ്പോൾ അതിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ടാഗാണ് ഫ്രെയിം എന്ന് പറയുന്നത്. ഓരോ ഫ്രെയിമിനും ഒന്ന് ഡിഫൈൻ ചെയ്ത് ഇന്ന ഫ്രെയിം ആണെന്നൊക്കെ നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കുന്നതാണ് ഫ്രെയിം എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്ത രണ്ടാളുകളുണ്ട്, SRC ഉണ്ട്, നെയിം ഉണ്ട്. SRC എന്ന് പറയുന്നത് to specify the HTML file to be loaded in the frame. ഒരു ഫ്രെയിമിൽ ഏത് HTML ഫയൽ ആണോ ലോഡ് ചെയ്യേണ്ടത് അത് കാണിക്കുന്നത് ആരാണ്? SRC ആണ്. ഇനി നെയിം എന്ന് പറയുന്നത് ടു ഗിവ് എ നെയിം ടു ദ ടാർഗറ്റ് ദ ഫ്രെയിം. അതായത് ആ ഒരു ഫ്രെയിമിന് ഒരു നെയിം, അതായത് പർട്ടിക്കുലർ നെയിം കൊടുക്കാം. അതിന് വേണ്ടിയാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്? നെയിം യൂസ് ചെയ്യുന്നത്. ഈ SRC യൂസ് ചെയ്യുന്നതാണ് ഒരു HTML ലിങ്കിങ് അതിന് കൊടുക്കാനായിട്ട്, ആ ഒരു ഫ്രെയിമിലോട്ട് HTML ലിങ്ക് കൊടുക്കാനാണ് SRC യൂസ് ചെയ്യുന്നത്. ഇനി നോ ഫ്രെയിം എന്തിനാണ്? നോ ഫ്രെയിം എന്ന് പറയുന്നത് യൂസ്ഡ് ടു ഡിസ്പ്ലേ സം ടെക്സ്റ്റ് കണ്ടന്റ് ഇൻ ദ വിൻഡോ ഇഫ് ദ ബ്രൗസർ unable to support the frame. അതായത് എന്താണ്, നിങ്ങൾ ആ ഒരു വെബ് പേജ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് പറ്റാം, ലോഡിങ്ങിന്റെ വലിയ ഇഷ്യൂസ് കാരണം ചിലപ്പോൾ ആ ഒരു HTML കോഡ് വർക്ക് ആവണമെന്നില്ല. അങ്ങനെ വർക്ക് ആവാതെ വരുമ്പോൾ ആ ഒരു കണ്ടന്റ് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റില്ല. അങ്ങനെ കാണാത്ത സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലുമൊക്കെ എഴുതി കാണിക്കണം, ഇന്നൊരു ടേബിൾ അവിടെ ഉണ്ട്, അല്ലെ ഇമേജ് വിസിബിൾ ആവാത്ത നമ്മൾ ഇമേജ് കാണിച്ചില്ലേ, അതുപോലെ ഈ ഒരു ടേബിൾ അവിടെ അങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നോ ഫ്രെയിം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഫ്രെയിം ഓക്കെ ആണോടാ? ഇത്രയും ടാഗ്സ് ആണ് ഫ്രെയിമിൽ വന്നത്. ഇനി ലാസ്റ്റ് ടോപ്പിക് ആണ്. ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ആരായിരുന്നു? ഫോംസ് ആയിരുന്നു. എന്താണ് ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറുമ്പോൾ യൂസ് കാണുന്ന ലോഗിൻ പേജ്, ആ ലോഗിൻ പേജിൽ എന്തുണ്ടാവും? നിങ്ങൾക്ക് ആദ്യം ഒരു യൂസർ നെയിം ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് ഒരു ബോക്സ് ഉണ്ടാവും. ആ ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യും? യൂസർ ഐ ഡി ടൈപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് പാസ്വേഡ് എന്ന് കഴിഞ്ഞാൽ ഉണ്ടാവും, അങ്ങനെ ഒരു പിന്നെ ഒരു ബോക്സ് ഉണ്ടാവും. ആ ബോക്സിൽ നിങ്ങൾ പാസ്വേഡ് ടൈപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അടിയിലായിട്ട് എന്തുണ്ടാവും? ഒരു സബ്മിറ്റ് ബട്ടൺ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ലോഗിൻ ബട്ടൺ ഉണ്ടാവും. ആ ലോഗിനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അകത്തോട്ട് പോകും. അപ്പൊ അങ്ങനെ കുറച്ച് ക്ലിക്ക് ചെയ്യാനുള്ള സ്വിച്ചസ്, ഇതിനെയാണ് എന്താ പറയാ? ഫോം. അതായത് കുറച്ച് ബോക്സസ് കാണും, അതുപോലെ തന്നെ സബ്മിറ്റ് ബട്ടൺ പോലത്തെ ബട്ടൺസ് കാണും. ഇങ്ങനെയൊക്കെ ഉള്ളതിനെ നമ്മൾ എന്താ പറയാ? ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? HTML ഫോംസ് ആർ യൂസ്ഡ് ടു കളക്ട് ഡാറ്റ ഫ്രം ദ വെബ്സൈറ്റ് വ്യൂവർ ഫോർ പ്രോസസിങ്. അതായത് എന്താണ്? ഒരു സാധനം നമുക്ക് പ്രോസസ് ചെയ്യാൻ വേണ്ടി, വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസറുടെ നിന്ന് ഡാറ്റ വാങ്ങിക്കുന്നതിന് എന്താ പറയാ? ഫോംസ് എന്ന് പറയുന്നത്. ഫോം യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, HTML കൊണ്ട് മാത്രം നമുക്ക് ഫോം വർക്ക് ആവില്ല, അതിനെന്ത് ചെയ്യണം? നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വേണം. HTML വെച്ചിട്ട് ഒരു ഫോമിന്റെ സ്ട്രക്ചർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഫോം നമ്മൾ എങ്ങനെ വാങ്ങിക്കുക? ജസ്റ്റ് നമ്മളൊരു ഫോം ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യും? ടെക്സ്റ്റ് ബോക്സ് ഏതൊക്കെയാണോ, കണ്ടന്റ്സ് ഏതൊക്കെയാണെന്ന് കൊടുക്കും. അത് സബ്മിറ്റ് ചെയ്യും. ഈ വാല്യൂസ് ഒക്കെ എന്ത് ചെയ്യും? നമ്മുടെ സെർവറിലോട്ട് പോകും. അപ്പൊ അതിന് കണക്ട് ചെയ്യുന്നത് നമ്മൾ ബാക്കി ചാപ്റ്റേഴ്സിൽ പഠിക്കും. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് ആരാണ്? ഫോം എന്ന് പറഞ്ഞൊരു ടാഗാണ്. ഇതെന്ത് ടാഗാണ്? കണ്ടെയ്നർ ടാഗാണ്. അതായത് ഓപ്പണിംഗ് ഉണ്ടാവും, ക്ലോസിംഗ് ഉണ്ടാവും. ഓക്കെ, ഫോമിൽ എന്തൊക്കെ വരും? നമുക്ക് ഫോമിൽ വരുന്ന കേസ് ടെക്സ്റ്റ് ബോക്സസ് ഉണ്ടാവും. അതായത് നിങ്ങൾ ആ യൂസർ നെയിമും പാസ്വേഡ് അടിക്കാനൊക്കെ കാണുന്ന ഒരു ബോക്സ് ഇല്ലേ, ആ ബോക്സിന് ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയാം. ടെക്സ്റ്റ് ഏരിയ ഉണ്ടാവും. ഇൻ കേസ് നിങ്ങളിപ്പോ എല്ലാ സൈറ്റിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഒരു കമന്റ് ഇടാനൊക്കെ ഓപ്ഷൻ വരുന്ന സമയത്ത് അവിടെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. അതൊക്കെ എന്താണ്? ടെക്സ്റ്റ് ഏരിയ ആണ്, ടെക്സ്റ്റ് ഏരിയ ഫീൽഡ് ആണ്. ഇനി ഡ്രോപ്പ് ഡൗൺ മെനൂസ് ഉണ്ടാവും. അതായത് താഴത്തോട്ട് മുകളിലോട്ടൊക്കെ നമുക്ക് സ്ക്രോളിംഗ് ചെയ്യാനുള്ള മെനൂസ് ഉണ്ടാവും. റേഡിയോ ബട്ടൺസ് ഉണ്ടാവും, നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ടൈപ്പ് ബട്ടൺസ് ഉണ്ടാവും. ചെക്ക് ബോക്സസ് ഉണ്ടാവും, ടിക്ക് മാർക്കും അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുന്ന ബോക്സസ് ഉണ്ടാവും. ഇതൊക്കെ ആഡ് ചെയ്യുന്നത് ആരിലാണ്? ഫോമിലാണ് വരുന്നത്. അതായത് വെബ് പേജിലുള്ള ഈ കാര്യങ്ങളൊക്കെ കാണുന്നത് എന്താണ്? ഫോം വെച്ചിട്ടായിരിക്കും അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണോ? ഫോം എന്നുള്ളത് എന്താണ്? ഫോം എന്നുള്ള കൺസെപ്റ്റ് എന്താണ്? ക്ലിയർ ആണോടാ? ഓക്കെ, അപ്പൊ ഈ ഫോമിൽ നമുക്ക് എന്തുണ്ട്? ടാഗ്സ് ഉണ്ട്. ആ ടാഗുകളും അതിന്റെ ആട്രിബ്യൂട്ട്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത്. ഫോമിൽ പറയുന്നത് ടു പ്രൊവൈഡ് എ കണ്ടെയ്നർ ഫോർ എ ഫോം ചെക്ക് കൺട്രോൾസ്. അതായത് എന്താണ്? ഫോം എന്ന് പറയുന്നതാണ് നമുക്കൊരു ഫോമിന്റെ പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് എന്ത്? ഫോം എന്ന് പറയുന്നത്. അതിൽ രണ്ട് കേസസ് ഉണ്ട്, ആക്ഷൻ മെത്തേഡ്. ഈ ആക്ഷനും മെത്തേഡും നമ്മൾ പഠിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആക്ഷനും മെത്തേഡ് എന്ത് ചെയ്യില്ല, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അത് നമ്മൾ എവിടെ യൂസ് ചെയ്തിരുന്നത്? ജാവാസ്ക്രിപ്റ്റിലാണ് ഫോം നോക്കി കഴിഞ്ഞപ്പോൾ ആക്ഷനും മെത്തേഡൊക്കെ നമ്മൾ കണ്ടത്. ഇവിടെ നമുക്ക് എന്തുണ്ടായിരുന്നില്ല? ഫോം എന്ന് പറഞ്ഞ് മാത്രം നമ്മൾ പഠിച്ചുള്ളൂ. അതിന്റെ ആക്ഷൻ മെത്തേഡ് എന്താന്ന് ജസ്റ്റ് തിയറിറ്റിക്കലി അറിഞ്ഞുള്ളൂ, അതൊന്നും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവിടെ നമ്മൾ ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മെത്തേഡ് എന്താണെന്നൊക്കെ നമ്മൾ കുറച്ച് ടേബിളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആക്ഷൻ എന്ന് പറയുന്നത് ടു സ്പെസിഫൈ ദ URL ഓഫ് ദ ഫോം ഹാൻഡ്ലർ ടു പ്രോസസ് ദ ഡാറ്റ കളക്റ്റഡ്. അതായത് എന്താണ്? ഏതാണ് ആ ഒരു ഫോം ഹാൻഡിൽ ചെയ്യുന്നവർക്ക് എവിടേക്കാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെ പ്രോസസ് ചെയ്യാൻ വേണ്ടിയാണ് ആക്ഷൻ യൂസ് ചെയ്യുന്നത്. മെത്തേഡ് യൂസ് ചെയ്യുന്നതാണ് ടു സ്പെസിഫൈ ദ മെത്തേഡ് ടു അപ്ലോഡ് ദ ഡാറ്റ ആൻഡ് ഗെറ്റ് ആൻഡ് പോസ്റ്റ് ആർ ദ വാല്യൂസ്. അതായത് നമുക്ക് എന്താണ്? ആ ഒരു സാധനത്തിൽ നമുക്ക് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ വരുന്ന കേസുകളാണ് ഗെറ്റും പോസ്റ്റും. ഓക്കെ, എന്തൊക്കെ യൂസ് ചെയ്യും? നമ്മൾ ഗെറ്റ് യൂസ് ചെയ്യും, പോസ്റ്റ് യൂസ് ചെയ്യും. ഇതൊക്കെ എവിടെയുള്ളതാ? ഇത് നിങ്ങൾ പഠിക്കാനില്ല, നിങ്ങളുടെ ഇല്ല, PHP-യിലുള്ളതാണ്. PHP-യിലാണ് നമ്മൾ ഗെറ്റും പോസ്റ്റ് ഒക്കെ യൂസ് ചെയ്യുക. PHP എന്ന് പറഞ്ഞാൽ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ആണ്. അപ്പോൾ സെർവറിലോട്ടൊക്കെ സ്ക്രിപ്റ്റിംഗ് വരുന്ന സമയത്താണ് ഗെറ്റും പോസ്റ്റും വരുന്നത്. നിങ്ങൾ അത് ബൈ ഹാർട്ട് ആയിട്ട് പഠിച്ചു വെച്ചാൽ മതി. നമുക്ക് എന്താണ് മെത്തേഡ് ഉള്ളത്? രണ്ട് മെത്തേഡ്സ് ഉണ്ട്, ഗെറ്റ് പോസ്റ്റ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ വാല്യൂസ് ആക്സസ് ചെയ്യാനായിട്ട്. ഇനി ഇൻപുട്ട് എന്ന് പറയുന്നത് ടു മേക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺട്രോൾ സച്ച് ആസ്
ടെക്സ്റ്റ് ബോക്സ്, റേഡിയോ ബട്ടൺ, സബ്മിറ്റ് ബട്ടൺ എക്സെട്ര. ഇനി ഇൻപുട്ട് എന്ന് പറയുന്ന സംഭവം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻപുട്ട് എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് റേഡിയോ ബട്ടൺസ് വരുത്താനായിട്ട്, സ്ക്രോളിങ്, അതുപോലെ തന്നെ എന്താ പറയാണ്ട് ടെക്സ്റ്റ് ബോക്സസ്, അതുപോലെ തന്നെ സബ്മിറ്റ് ബട്ടൺസ്, ലോഗിൻ ഒക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ബട്ടൺ അല്ലേ, ആ ബട്ടൺസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആളാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത് അതിന്റെ ഉള്ളിൽ ഫോമിന്റെ ഉള്ളിലാണ് നമ്മൾ ഇൻപുട്ട് ടാഗ് ഒക്കെ യൂസ് ചെയ്യുക. മെയിൻ ആയിട്ട് ആദ്യം ഉണ്ടാവും, ഫോം ഉണ്ടാവും, അതിന്റെ ഉള്ളിലായിട്ട് സബ് ആയിട്ടാണ് ഈ ടാഗുകൾ യൂസ് ചെയ്യുക. അപ്പൊ അതിന്റെ ടൈപ്സ് ഉണ്ട്. ടൈപ്സ് ഏതൊക്കെയാണ്? ടു സ്പെസിഫൈ ദ കൺട്രോൾ ടൈപ്പ് ദ വാല്യൂസ് ആർ ടൈപ്പ്. ടൈപ്പ് ഏതൊക്കെ ഉണ്ടാവും? ടൈപ്പ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബോക്സ് വരുത്താൻ വേണ്ടിയിട്ടാണ്. ഏത് ടെക്സ്റ്റ് ബോക്സ് എങ്ങനത്തെ വേണം എന്നുള്ള പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നെ വരുന്ന കേസസ് ആണ് പാസ്വേഡ് എന്ന് പറയുന്നത്. ക്രിയേറ്റ് ദ ടെക്സ്റ്റ് ബോക്സ് ഇൻ വിച്ച് ടൈപ്ഡ് ക്യാരക്ടേഴ്സ് ആർ ഡിസ്പ്ലേഡ് ആസ് സ്റ്റിക്കേഴ്സ്. അതായത് നമുക്ക് എന്ത് വേണം, ഇപ്പൊ നിങ്ങളിപ്പോ ഏതെങ്കിലും ഒരു പേജ് ഓപ്പൺ ചെയ്ത്, ഏതൊരു ഫോം ഓപ്പൺ ചെയ്ത്, നിങ്ങൾ ലോഗിൻ പേജ് ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ നോർമൽ ടൈപ്പ് ചെയ്യുന്ന കണ്ടന്റ് ഒക്കെ അവിടെ കാണാൻ പറ്റും. പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ അത് മാത്രം കാണാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു ഡാർക്ക് ഷെയ്ഡ് ആയിട്ടല്ലേ നമുക്ക് കാണാറ്, ഒരു ബ്ലാക്ക് ഡോട്ട് ആയിട്ടൊക്കെ അല്ലേ പാസ്വേഡ് കാണാറ്. അപ്പൊ അങ്ങനെ പാസ്വേഡുകളൊക്കെ ആ രീതിയിൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? HTML ആ പാസ്വേഡ് കൊടുക്കുന്ന ആ ഒരു ടെക്സ്റ്റ് ബോക്സിൽ നമ്മൾ എന്ത് കൊടുക്കും? പാസ്വേഡ് എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പൊ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ടൈപ്പ് പാസ്വേഡ് ആണെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്യുന്ന കണ്ടന്റ് ഒന്നും എന്ത് ചെയ്യില്ല? വിസിബിൾ ആവില്ല. ഇനി റേഡിയോ എന്ന് പറയുന്നത് ക്രിയേറ്റ് എ റേഡിയോ ബട്ടൺ ഫോർ സെലക്ഷൻ. അതായത് ഒരു പോർഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഓരോ ബട്ടൺസ് കൊടുക്കാറുണ്ട്. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് സ്വിച്ച് ചെയ്ത് ഇങ്ങനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സെലക്ട് ആവാനായിട്ട്. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യുന്നതാണ് റേഡിയോ ബട്ടൺ. ഇനി സബ്മിറ്റ് ബട്ടൺ എന്ന് പറയുന്നത് നിങ്ങൾ ലോഗിൻ, ലോഗ് ഔട്ട്, സൈൻ ഇൻ എന്നൊക്കെ കുറഞ്ഞ ബട്ടൺസ് കാണാറുണ്ട്. അതൊക്കെ ആരാണ്? സബ്മിറ്റ് ബട്ടൺ ആണ്. അപ്പൊ സബ്മിറ്റ് ബട്ടണിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പേര് കൊടുക്കുക. സബ്മിറ്റ് ബട്ടൺ ഇന്ന പേര് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പേര് അവിടെ കൊടുക്കും. ഇനി നിങ്ങളുടെ പേര് വേണമെങ്കിൽ നിങ്ങൾ കൊടുക്കുക സബ്മിറ്റ് ബട്ടൺ. അപ്പൊ എന്ത് ചെയ്യും? ഇപ്പൊ നിങ്ങളുടെ പേര് എന്തെങ്കിലും ആ പേര് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സബ്മിറ്റ് ആവും. ഇനി എന്താ? റീസെറ്റ്, ക്ലിയർ ദ എൻറ്റയർ ഇൻ ദ ഫോം, എൻറ്റയർ ഡീറ്റെയിൽസ് ഇൻ ദ ഫോം. അതായത് ഫോമിലുള്ള എല്ലാ എൻറ്റയർ ഡീറ്റെയിൽസും, ആ എൻട്രീസ് കാര്യങ്ങളും നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും റീസെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? റീസെറ്റ് ബട്ടൺ കൊടുക്കാം. ഇപ്പൊ നിങ്ങൾ കുറെ കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത്, ഇപ്പൊ നിങ്ങൾക്ക് ഇത് മൊത്തം തെറ്റാണ്, ഇപ്പൊ നിങ്ങൾക്ക് മാറ്റണം, അത് മൊത്തം ബാക്ക് സ്പേസ് അടിക്കൊന്നും വേണ്ട, നേരെ റീസെറ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ റീസെറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം റീസെറ്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ടൈപ്പ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്. ഇനി വരുന്ന കേസാണ് നെയിം. നെയിം എന്ന് പറയുന്നത് ടു ഗീവ് ദ ഇൻപുട്ട് കൺട്രോൾ. അതായത് ഇൻപുട്ട് നിങ്ങൾ ഓരോ ടെക്സ്റ്റ് ബോക്സും കാര്യങ്ങളൊക്കെ കൊടുക്കില്ലേ, അതിന് ഓരോന്നിനും നെയിം കൊടുക്കാൻ. ഇനി വാല്യൂ, ടു ഗീവ് ദ ഇനീഷ്യൽ വാല്യൂ ടു ദ കൺട്രോൾസ്. കൺട്രോൾ ചെയ്യുന്ന ഓരോ സാധനത്തിനും ഓരോ വാല്യൂസ് സെറ്റ് ചെയ്യാം. ഇന്ന വാല്യൂ വരാം എന്നുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഇനി അതിന്റെയൊക്കെ എന്ത് ചെയ്യാം? സൈസും കാര്യങ്ങളും, ഒരു ഫോമിന്റെ ഉള്ള ഓരോന്നിന്റെയും സൈസ് സെറ്റ് ചെയ്യാൻ വേണ്ടി സൈസ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ഉണ്ട്. ഇനി മാക്സിമം ലെങ്ത്, അതായത് അതിന്റെ ഉള്ളിൽ ഒരു ടെക്സ്റ്റ് ബോക്സിനുള്ളിൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് ഏരിയയുടെ ഉള്ളിൽ നിങ്ങൾക്ക് മാക്സിമം എത്ര ക്യാരക്ടേഴ്സ് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ചില ഇതുകളൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ചില പേജുകളൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് കമന്റ് ഒക്കെ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ക്വറീസ് ഒക്കെ കൊടുക്കാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ പാരമ്പോർട്ടിലൊക്കെ ഓപ്പൺ ചെയ്താൽ പാരമ്പോർട്ടിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കംപ്ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അവിടെ സബ്മിറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ക്യാരക്ടർ ചിലപ്പോൾ 400 ക്യാരക്ടേഴ്സ് ആയിരിക്കും. അപ്പൊ 400 ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് അവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ലെങ്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് മാക്സ് ലെങ്ത് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോടാ? ഓക്കെ ആണോ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്ന ഒരാളാണ് ടെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് സ്പേസ് ടു ഗിവ് എ ടെക്സ്റ്റ് ഇൻ മോർ ദാൻ വൺ ലൈൻ. അതായത് നിങ്ങൾക്ക് ഇപ്പൊ പാസ്വേഡും യൂസർ നെയിം ഒക്കെ ഒറ്റ ലൈനുള്ളൂ, അത് ടൈപ്പ് ചെയ്യാൻ നമുക്ക് എന്തൊരു ടെക്സ്റ്റ് ബോക്സ് മതി. അത് കൂടാതെ വലിയ കണ്ടന്റ് ആണ്, നിങ്ങൾക്ക് ഒരു ചെറിയ എസ്സേ പോലെ ടൈപ്പ് ചെയ്യണം. അപ്പൊ എന്ത് യൂസ് ചെയ്യും? നമ്മൾ ടെക്സ്റ്റ് ഏരിയ എന്ന് പറഞ്ഞ ഫീൽഡാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യും? കുറച്ചും കൂടി വിട്ടായിരിക്കും. ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്നത് ഈ ഒരു വിഡ്ത്തിലാണ് ടെക്സ്റ്റ് ബോക്സ് ആണെങ്കിൽ ടെക്സ്റ്റ് ഏരിയ വരുമ്പോൾ എന്താവും? കുറച്ചും കൂടി സ്പേസിംഗ് ഉണ്ടാവും. ഇത്രയും പോർഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാനും കാര്യങ്ങളും പറ്റും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ടെക്സ്റ്റ് ഏരിയ. ടു പ്രൊവൈഡ് സ്പേസ് ടു ഗീവ് ദ ടെക്സ്റ്റ് ഇൻ മോർ ദാൻ വൺ ലൈൻ. അതിന് നമുക്ക് വരുന്ന കേസസ് ആരൊക്കെയാണ്? നെയിം ഉണ്ട്, റോസ് ഉണ്ട്, കോളംസ് ഉണ്ട്. അതായത് ആ ഒരു ടെക്സ്റ്റ് ഏരിയക്ക് നെയിം കൊടുക്കാൻ വേണ്ടി നെയിം എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടും, റോസ് എന്ന് പറയുന്നത് എത്ര നമ്പർ ഓഫ് ലൈൻസ് ടൈപ്പ് ചെയ്യാന്നുള്ളതിന് റോസ് കൊടുക്കും. കോളംസ് പറയുന്നത് കോഴ്സ് കൊടുത്തിട്ട് സ്പെസിഫൈ ദ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ റോ. അതായത് ഇതിൽ എത്ര ക്യാരക്ടേഴ്സ് കൊടുക്കും. എനിക്ക് ഇവിടെ സെറ്റ് ചെയ്യാം 400 ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 400 ക്യാരക്ടേഴ്സ് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ കൊടുക്കുന്നതിന് എന്താ പറയാ? നമുക്ക് കോഴ്സ് പറയുന്നത് സെറ്റ് ചെയ്യുന്നത്. ഇനി സെലക്ട് എന്ന് പറയുന്നത് ടു ക്രിയേറ്റ് എ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ബോക്സ്. അതായത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഏതെങ്കിലും ഒരു ലിസ്റ്റ് ബോക്സ് സെറ്റ് ചെയ്തിട്ട് അതിൽ സെലക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒക്കെ കാണാറുണ്ട് ചില ബോക്സിലൊക്കെ. ചിലതൊക്കെ നമുക്ക് ഓപ്ഷൻസ് കണ്ടിട്ടില്ലേ? നിങ്ങൾ സൈറ്റിൽ പേജ് ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ കുറെ ഓപ്ഷൻസ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നത് ടിക്ക് ചെയ്തൊക്കെ വിടുന്നത് കണ്ടിട്ടുണ്ടോ? ഓപ്ഷൻസ് എടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇനി വെബ് പേജസ് നോക്കുമ്പോൾ നോക്കിയാൽ മതി, അതിൽ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ കാണും. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യാനും സ്വിച്ച് ചെയ്യാനൊക്കെ പറ്റും. അതൊക്കെ സെറ്റ് ചെയ്യാൻ എന്താണ്? ഓപ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ്, അല്ല സെലക്ട് യൂസ് ചെയ്തിട്ടാണ്. സെലക്ട് ടു ക്രിയേറ്റ് എ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ബോക്സ്, നെയിം, സൈസ്, ഐഡന്റിഫൈ ദ കൺട്രോൾ, സ്പെസിഫൈ വാട്ട് എവർ ലിസ്റ്റ് ബോക്സ്, കോംബോ ബോക്സ്, മൾട്ടിപ്പിൾ ടു അലൗ ദ സെലക്ഷൻ മൾട്ടിപ്പിൾ ഐറ്റംസ്. മൾട്ടിപ്പിൾ ഐറ്റംസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെലക്ട് യൂസ് ചെയ്യുന്നത്. അറ്റ് എ ടൈം മൾട്ടിപ്പിൾ ഐറ്റംസ് ഒക്കെ സെലക്ട് ചെയ്യുന്നത് നമുക്ക് സെലക്ട് എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് വരുന്ന ഒരു കേസാണ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ടു സ്പെസിഫൈ ദ ഐറ്റംസ് ഇൻ ദ സെലക്ടഡ് ലിസ്റ്റ്. അതായത് ലിസ്റ്റിലുള്ള ഐറ്റംസിനെ സെലക്ട് ചെയ്യാനായിട്ട്, അതായത് ഏതൊക്കെ ലിസ്റ്റിലുള്ള ഐറ്റംസ് അവിടെ കൊടുക്കണം എന്നുള്ളത് നോക്കുന്നതാണ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്.
സെലക്ടഡ്, അതിന്റെ ആട്രിബ്യൂട്ട് സെലക്ടഡ് ആണ് ടു ഇൻഡിക്കേറ്റ് ദ ഐറ്റം ഫോർ ഡിഫോൾട്ട് സെലക്ഷൻ. അതായത് ഇപ്പോൾ നിങ്ങളിപ്പോ ഒരു ഓപ്ഷൻ കൊടുത്തേക്കാണ്, ഇപ്പൊ നിങ്ങളിപ്പോ എന്ത് ചെയ്തു, കുറച്ച് മെയില് ഫീമെയില് അതേഴ്സ് എന്നൊക്കെ പറഞ്ഞൊരു ജെൻഡർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാനായിട്ടാണ് എന്ത് ചെയ്യുക, ഓപ്ഷൻ യൂസ് ചെയ്യുക. ഓപ്ഷനിൽ സെലക്ടഡ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഇനി വരുന്ന വേറൊരു കേസാണ് ഫീൽഡ് സെറ്റ് ടു ഗ്രൂപ്പ് റിലേറ്റഡ് കൺട്രോൾസ് ഇൻ ദ ഫോം. അതായത് ഒരുപോലെയുള്ള സാധനങ്ങളൊക്കെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഫീൽഡ് സെറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫോമിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഫോം നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ ഫോമിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ യൂസർ ഐ ഡി പാസ്വേഡ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ അഡ്രസ്സും ഡീറ്റെയിൽസും ബാക്കിയുള്ള കാര്യങ്ങളെ കൂടി കുറച്ച് സെറ്റ് ആയിട്ട് കൊടുക്കണം. ഇതിനെ ഒരുമിച്ച് ഒറ്റ ബോക്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആരാണ്, ഫീൽഡ് സെറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലെജൻഡ് ടു സെറ്റ് എ ക്യാപ്ഷൻ ഫോർ ദ ഫീൽഡ് സെറ്റ് ഗ്രൂപ്പ്. ഈ ഒരു ഫീൽഡ് സെറ്റിന്റെ ഗ്രൂപ്പിന് ഞാൻ എന്ത് ചെയ്തു, യുവർ അഡ്രസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ക്യാപ്ഷൻ കൊടുത്തു. ഒരു ഫീൽഡ് സെറ്റ് ഈ ഒരു ഫോമിന്റെ ഉള്ളിൽ ഈ ഒരു പർട്ടിക്കുലർ ബോക്സിന് മാത്രം, അതിൻ്റെ ഉള്ളിൽ വേറെ ബോക്സുകളും കാര്യങ്ങളും കണ്ടന്റ്സ് എല്ലാം ഉണ്ടാവും. ഇത് പക്ഷേ എല്ലാം കൂടി ഒറ്റ ഗ്രൂപ്പ് ആയിരിക്കും. ആ ഗ്രൂപ്പിന് ഞാൻ ഒരു പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ യൂസ് ചെയ്യുന്നതാണ് എന്ത്, ലെജൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ലെജൻഡ് യൂസ് എന്ത് ചെയ്യാം, ഈ ഫീൽഡ് സെറ്റിന് നമുക്ക് ഒരു പർട്ടിക്കുലർ നെയിം കൊടുക്കാൻ പറ്റും. ക്ലിയർ ആണോടാ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ഇനി ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് ഒരു കാര്യം കൂടി ഉള്ളൂ. നമ്മുടെ HTML എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടി അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ആ ഒരു സാധനത്തിന് എന്താ പറയാ, HTML5 എന്ന് പറയാം. ഓക്കെ, എന്ത് സാധനമാണ് HTML5? HTML5 എന്ന് പറയുന്നത് HTML5 വാസ് ഡെവലപ്ഡ് ജോയിന്റ്ലി by the World Wide Web Consortium and the Web Hypertext Application Technology Working Group. The new standard of incorporates features like video playback, drag and drop, etc. Mobile web browsers that are pre-installed in iPhones, iPads, Android phones, etc. support HTML5. അതായത് HTML എല്ലായിടത്തും സപ്പോർട്ട് ചെയ്യുന്നില്ല. ചില കേസുകളിലൊന്നും HTML സപ്പോർട്ട് ആവില്ല. ഇത് എന്താണ് HTML5 എന്താണ് ഓവറോൾ എല്ലായിടത്തും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഏത് പേജിലും ഏത് ഡിവൈസിലും എങ്ങനെയുള്ളിടത്തും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേഷൻ ആണ് HTML5 എന്ന് പറഞ്ഞാൽ ഒരു കോഡ്. അതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളും വലിയ വ്യത്യാസമൊന്നുമില്ല, സെയിം തന്നെയാണ്. പക്ഷേ ആ പുതിയൊരു കാര്യം അപ്ഡേറ്റ് ചെയ്ത് ഇറക്കിയെന്നുള്ളൂ. ക്ലിയർ ആണോ HTML5 എന്നുള്ളത്? ഓക്കെ, HTML5 അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഞാൻ ആ ചാപ്റ്ററിൽ പറഞ്ഞോളൂ. പക്ഷേ നിങ്ങൾ എന്ത് ഉണ്ടാവണം, ഫ്രെയിം അതുപോലെ തന്നെ ടേബിൾ, ഇത് രണ്ടും കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഫ്രെയിമും ടേബിളും കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രെയിമും ടേബിളും ഇല്ലാത്ത എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവില്ല. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ള കേസാണ് ചാപ്റ്റർ 6. ചാപ്റ്റർ 6 എന്താണ്, ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് ജാവാസ്ക്രിപ്റ്റ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പൊ നിങ്ങൾ ആദ്യം HTML പഠിച്ചു, അതായത് ബേസിക് സ്ട്രക്ചേഴ്സ് പഠിച്ചു. ഇപ്പൊ നമ്മൾ ഫ്രെയിം സെറ്റും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു വെബ് പേജിന്റെ കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പഠിച്ചു. ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു വെബ് പേജ് കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത വെബ് പേജിനെ നമുക്ക് എന്ത് ചെയ്യണം, ആ സബ്മിറ്റ് ഫോമിലൊക്കെ ഉള്ള സബ്മിറ്റ് ബട്ടണൊന്നും ആക്ഷൻ ഉണ്ടാവില്ല. വെറുതെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അങ്ങനെ കിടക്കാന്നല്ലാണ്ട് ഒരു വർക്കിങ്ങും അതിനുണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യണം, നിങ്ങൾ എന്തെങ്കിലും കൊടുക്കുന്ന സാധനത്തിന് ഒരു ആക്ഷൻ വരാം. അതായത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോ 2 വാല്യൂസ് കൊടുത്ത് സം ചെയ്യാനൊക്കെ HTML കൊടുത്തു കഴിഞ്ഞാൽ ആ സം ചെയ്യുന്ന സാധനമൊക്കെ അതേപോലെ തന്നെ കാണുന്നല്ലാണ്ട് സം ചെയ്ത ആൻസർ ഒന്നും നമുക്ക് തരില്ല. അപ്പോൾ അതുപോലെ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ത്, ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പഠിച്ച C++ ആയിട്ട് ഏകദേശം ഒരേപോലെ തന്നെയാണ്. ഇവിടെ യൂസ് ചെയ്യുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും ലൂപ്പിംഗ് എല്ലാം എന്താണ്, ഒരുപോലെ തന്നെ ഉള്ളതാണ്. അപ്പോൾ എന്താണ് ജാവാസ്ക്രിപ്റ്റ് നോക്കാം. ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. ദ സ്ക്രിപ്റ്റ് പ്രോഗ്രാം കോഡ് റിട്ടൺ ഇൻ HTML. എവിടെയാ യൂസ് ചെയ്യുക, HTML ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുക. അപ്പൊ ജാവാസ്ക്രിപ്റ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു HTML ടാഗിന്റെ ഉള്ളിൽ സ്ക്രിപ്റ്റ് ടാഗ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തായിരിക്കും, അതിന്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നത് ജാവാസ്ക്രിപ്റ്റ് ആയിരിക്കും. ഓക്കെ, ദ സ്ക്രിപ്റ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ഡാറ്റ വാലിഡേഷൻ ഇൻ ഫോംസ് അറ്റ് എ ക്ലയന്റ് സൈഡ്. ക്ലയന്റ് സൈഡിൽ എന്ത് ചെയ്യുക, ഡാറ്റയുടെ വാലിഡേഷൻ കാര്യങ്ങൾക്ക് വേണ്ടി. അതായത് ക്ലയന്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സൈഡിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ വരാനൊക്കെ ആയിട്ട് അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ജാവാസ്ക്രിപ്റ്റ് ലാംഗ്വേജ് യൂസ് ചെയ്യുക. ലാംഗ്വേജ് ഇതിന്റെ ആട്രിബ്യൂട്ട് ആരാണ്, സ്ക്രിപ്റ്റ് ടാഗിന്റെ. നമ്മൾ ജാവാസ്ക്രിപ്റ്റിന് വേണ്ടി സ്ക്രിപ്റ്റ് ടാഗ് യൂസ് ചെയ്യും. അതിന്റെ ആട്രിബ്യൂട്ട് ആരാണ്, ലാംഗ്വേജ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ആണ് നമ്മൾ ഇതിൽ കൊടുക്കുക. ലാംഗ്വേജ് അതിന്റെ വാല്യൂ എന്തായിരിക്കും, നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രിപ്റ്റ് ടാഗ് ഓപ്പൺ ചെയ്യുക, HTML സ്ക്രിപ്റ്റ് ടാഗ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആട്രിബ്യൂട്ട് ലാംഗ്വേജ് കൊടുത്ത് ഈക്വൽ ടു അസൈൻ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ജാവാസ്ക്രിപ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ HTML ഉള്ളിൽ ജാവാസ്ക്രിപ്റ്റിന്റെ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെയാണ് ഒരു ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് കൊടുക്കുക. ഇതെന്താ കൊടുത്തേക്കുന്നത്, ജാവാസ്ക്രിപ്റ്റിന്റെ ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഫംഗ്ഷൻ പഠിച്ച് ഓർക്കുന്നില്ല മക്കളെ. ഫംഗ്ഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക ജാവാസ്ക്രിപ്റ്റിനുള്ളിൽ, ജസ്റ്റ് നമ്മൾ സ്ക്രിപ്റ്റ് കൊടുക്കുക, ലാംഗ്വേജ് കൊടുക്കുക, ജാവാസ്ക്രിപ്റ്റ് കൊടുക്കുക. അതിലൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്തുണ്ടാവും, ഫംഗ്ഷൻ കൊടുക്കും, ഫംഗ്ഷൻ നെയിം കൊടുക്കും, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കാര്യങ്ങൾ നമുക്ക് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്തേക്കുന്നത്, ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു എക്സാമ്പിൾ കൊടുത്തേക്കുന്നതാണ്. ഇവിടെ ജസ്റ്റ് എന്ത് കൊടുത്തു, സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തു, ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. എന്താ ഫംഗ്ഷൻ കൊടുത്തത്,
ഫംഗ്ഷൻ കൊടുത്തു. ഫംഗ്ഷന്റെ നെയിം എന്താ കൊടുത്തേക്കുന്നത്? പ്രിന്റ് എന്നാണ്. ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്നത് പ്രിന്റ് ആണ്. കേളി ബ്രാക്കറ്റിനുള്ളിൽ ഞാൻ എന്ത് കൊടുത്തിട്ടുണ്ട്? ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ്. ഈ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്ന? ജാവാസ്ക്രിപ്റ്റിന്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്ന ഒരു കമാൻഡ് ആണ് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ്. എന്തിനു വേണ്ടിയിട്ടാ? നമ്മൾ C++ലൊക്കെ സി ഔട്ട് എന്തിനാണോ യൂസ് ചെയ്തത് അതുപോലെ തന്നെ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റിനുള്ള എന്ത് കൊടുക്കുന്നോ അത് അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിന്റ് ചെയ്ത് കാണുകയാണ് ചെയ്യാം. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കും? ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇതെന്താ? ഫംഗ്ഷനാ. ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഒരു ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷനെ കോൾ ചെയ്താൽ മാത്രമേ ഫംഗ്ഷനിലുള്ള കാര്യം നമുക്ക് നടക്കുള്ളൂ. ഇവിടെ എന്താ? ഈ ഫംഗ്ഷൻ പ്രിന്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഉള്ളിൽ എന്തുണ്ട്? വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് പ്രിന്റ് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഔട്ട്പുട്ട് കാണാം. അപ്പൊ എന്ത് ചെയ്യണം? ഫംഗ്ഷനെ കോൾ ചെയ്യണം. ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് നമ്മൾ എപ്പോഴും എന്താണ്? ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഹെഡിന്റെ ഉള്ളിലായിരിക്കും, ബോഡിയുടെ ഉള്ളിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഫംഗ്ഷനെ കോൾ ചെയ്യുക. HTML ഹെഡിന്റെ ഉള്ളിലായിരിക്കും ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക, കോൾ ചെയ്യുന്നത് ബോഡിയുടെ ഉള്ളിലായിരിക്കും കോമൺ ആയിട്ട്. ഇനി ഇൻ കേസ് അല്ലാതെ ചെയ്തെന്ന് വെച്ചാലും കുഴപ്പമില്ല, ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ബോഡിയുടെ ഉള്ളിൽ നമ്മൾ എന്ത് കൊടുക്കുക? സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ജാവാസ്ക്രിപ്റ്റ് ഓപ്പൺ ചെയ്തു. ഞാൻ എന്ത് ചെയ്തു? പ്രിന്റ് എന്ന് കൊടുത്തു. എന്ത് കൊടുത്തു? പ്രിന്റ് എന്ന് കൊടുത്തു. പ്രിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഫംഗ്ഷന്റെ നെയിം ആണ്. ആ ഫംഗ്ഷന്റെ നെയിം കോൾ ചെയ്തു. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടും? ഇവിടെ എന്താണ്? ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ്, അതായത് ഫംഗ്ഷന്റെ ഉള്ളിൽ കിടക്കുന്നതാണ് വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് പ്രിന്റ് ചെയ്യണം. അപ്പൊ എന്ത് സംഭവിക്കും? നമുക്ക് ആ ഒരു പ്രോഗ്രാം ഉണ്ടാവുമ്പോൾ വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞായിരിക്കും നമുക്ക് കാണാം. ക്ലിയർ ആണോടാ? ഓക്കെ ആണോ? ഓക്കെ. അപ്പോ ഇനി ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു കേസാണ്. when this HTML file is opened in browser we can see welcome to JavaScript in the browser window. ആ ഒരു ഫംഗ്ഷൻ ഓപ്പൺ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വെബ് പേജിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. The keyboard document refers to the web page to being opened right is a built-in function in the JavaScript to display text. അതായത് ഇവിടെ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്ന് പറഞ്ഞ് നടക്കുന്നില്ലടാ. ഈ റൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ്. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഫംഗ്ഷൻസിന് എന്താ പറയാ? ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്ന് പറയാ. അതായത് അവിടെ എന്ത് ചെയ്യണം എന്നുള്ളത് ഓൾറെഡി നമ്മൾ എന്താണ് ആ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുത്തേക്കുന്നത് റൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിൻ്റെ ഉള്ളിലുള്ള കാര്യം അതുപോലെ തന്നെ പ്രിന്റ് ആവും. ഇനി നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ മെയിൻ ആയിട്ട് കാണുന്ന ഒരു ചോദ്യമാണ് എന്താണ് അതിന്റെ ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണ്? ബാക്കിയുള്ള പോലെയല്ല, ഇവിടെ നമുക്ക് ആകെ ആരുള്ളൂ 3 ഡാറ്റ ടൈപ്സ് ഉണ്ട്. ആരൊക്കെയാണ്? നമ്പേഴ്സ്. അതായത് നിങ്ങൾ എങ്ങനത്തെ ഉള്ള നമ്പേഴ്സ് വേണമെങ്കിലും അടിച്ചോ, അതിനൊക്കെ ഒറ്റ ഒരാളുള്ളൂ നമ്പർ. അതായത് പോയിന്റ് ഉള്ളതായാലും പോയിന്റ് ഇല്ലാത്ത നെഗറ്റീവ്, പോസിറ്റീവ്, ഇന്റിജർ, ഇനി വേറെ എന്തെങ്കിലും പ്രൈം, ഏത് നമ്പർ വേണമെങ്കിൽ ആയിക്കോട്ടെ, അതിനെല്ലാത്തിനും ആരാണ്? നമ്പർ എന്ന് പറഞ്ഞൊരു ഡാറ്റ ടൈപ്പ് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് വരുന്ന ആരാണ്? സ്ട്രിങ് എന്ന് പറയുന്നത്. സ്ട്രിങ് എന്ന് പറയുന്നത് ഡബിൾ കോഡ്സ് ഓർ സിംഗിൾ കോഡ്സിനുള്ളിൽ നിങ്ങൾ എന്ത് എഴുതി കഴിഞ്ഞാൽ അതിന് എന്ത് പറയാം? സ്ട്രിങ് എന്ന് പറയാം. സ്ട്രിങ്ങിന്റെ ഉള്ളിൽ എന്ത് വരാം? ലെറ്റേഴ്സ് വരാം, നമ്പേഴ്സ് വരാം, ക്യാരക്ടേഴ്സ് വരാം, ഇനി വല്ല സിമ്പിൾസ് വരാം, കോമാസ് വരാം, എന്ത് വേണമെങ്കിലും വരാം. അത് ഇതിന്റെ ഉള്ളിലായിരിക്കും. ഡബിൾ കോഡ്സിന്റെ ഉള്ളിൽ നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് എന്ത് പറയാം? സ്ട്രിങ് എന്ന് പറയാം. അപ്പൊ ഡബിൾ കോഡ്സിന്റെ ഉള്ളിൽ ഇതെല്ലാ സാധനത്തിനും നമ്മൾ എന്ത് പറയും? സ്ട്രിങ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിലായിരിക്കും ഇത് വായിക്കുക. ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ബൂളിയൻ. ബൂളിയൻ എന്നുള്ള പേരിൽ തന്നെ ഉണ്ട്. എന്താണ് ബൂളിയൻ? ട്രൂ ഓർ ഫോൾസ്. ട്രൂ ഓർ ഫോൾസ് കാണിക്കുന്ന കാര്യത്തിനാണ് നമ്മൾ എന്താ പറയാ? ബൂളിയൻ എന്ന് പറയാം. അപ്പൊ ബൂളിയൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് ഏതിന്റെ ഉള്ളിലായിരിക്കും? ഈ ഡാറ്റ ടൈപ്പിന്റെ ഉള്ളിലായിരിക്കും ബൂളിയൻ വരുന്നത്. ക്ലിയർ ആണോടാ? ഓക്കെ. അപ്പോൾ ബൂളിയൻ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുള്ള വേറൊരു കേസാണ് വേരിയബിൾ എന്ന് പറയുന്നത്. എന്താണ് വേരിയബിൾ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു ഈ ഇതിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യാറ്. ഇപ്പൊ C++ ഒക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇന്റ് ഡാറ്റ ടൈപ്പ് കൊടുക്കുക, എന്നിട്ട് ഡാറ്റ ടൈപ്പ് കൊടുക്കും, എന്നിട്ട് വേരിയബിളിന്റെ നെയിം കൊടുക്കും. നമുക്ക് എന്തിനു വാല്യൂ അസൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ വേരിയബിൾ കൊടുക്കുകയാണ്. ഇവിടെയും എന്തുണ്ട്? വേരിയബിൾസ് ഉണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമ്മളൊരു വേരിയബിളിനെ കൊടുക്കും. ആ ഇതിന് എന്താ പറയാ? വേരിയബിൾ എന്ന് പറയാം. ഇവിടെ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരാളെ യൂസ് ചെയ്യും. നമ്മൾ അവിടെയൊക്കെ എന്തായിരുന്നു? ഇന്റിജർ ആണെങ്കിൽ ഇന്റിജർ, C++ൽ ക്യാരക്ടർ ആണ് ക്യാരക്ടർ, ഫ്ലോട്ടിംഗ് ആണ് ഫ്ലോട്ടിംഗ് എന്നൊക്കെ പറഞ്ഞ് മെൻഷൻ ചെയ്യാറുണ്ട്. ഇവിടെ അങ്ങനെ നമുക്ക് ഓരോന്നിനും ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ഡാറ്റ ടൈപ്പ് ഓരോന്നും സെപ്പറേറ്റ് മെൻഷൻ ചെയ്യേണ്ട. ഒറ്റ ഒരാളെ മെൻഷൻ ചെയ്താൽ മതി. ആരാണ്? var എന്ന് പറഞ്ഞ് ഇത് മെൻഷൻ ചെയ്താൽ മതി. ഏത് ഡാറ്റ ടൈപ്പ് ആണെങ്കിലും, ഇപ്പൊ നിങ്ങൾ ഇന്റിജർ ആണോ, സ്ട്രിംഗ് ആണോ, ഇനി ബൂളിയൻ ആണോ, ഏത് വേണമെങ്കിലും യൂസ് ചെയ്തോ. അവിടെ ആരെ കൊടുത്താൽ മതി? വാറിനെ കൊടുത്താൽ മതി. var കൊടുത്തിട്ട് എന്ത് ചെയ്യുക? ആ ഒരു വേരിയബിളിന്റെ നെയിം ഡിക്ലെയർ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ ഏതാണ്? വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആരാണ്? വാറിനെയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താ കൊടുത്തത്? var x, y എന്ന് പറഞ്ഞിട്ടുണ്ട്. var x, y എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സിൽ 25 അസൈൻ ചെയ്തിട്ടുണ്ട്. y എന്ന് പറയുന്ന വേരിയബിൾ ആരാണ്? ഇന്ത്യ എന്ന് പറയുന്ന സ്ട്രിങ്ങിനെ അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്? ഫസ്റ്റ് വൺ നമ്പർ ആണ്, സെക്കൻഡ് വൺ എന്താണ്? സ്ട്രിംഗ് ആണ്. അതിനെല്ലാത്തിനും നമ്മൾ എന്താണ്? ഒറ്റ ഡാറ്റ ടൈപ്പേ കൊടുത്തുള്ളൂ. ഏതാണ്? var കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? നമ്പറോ സ്ട്രിങ്ങോ ബൂളിയനോ ഏത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആണോടാ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഇതിലെ ഓപ്പറേറ്റേഴ്സ്. ഇതിലെ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെ വരുന്നുണ്ട്? അരിത്തമെറ്റിക് ഓപ്പറേറ്റർ ഉണ്ട്. ഏതൊക്കെയാണ്? പ്ലസ്, മൈനസ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, മോഡുലസ്, ഇതെല്ലാം എന്താണ്? അരിത്തമെറ്റിക് ആണ്. ഇനി ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് വരുന്നത്. ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് എന്താണ്? ഒന്ന് വെച്ച് കൂടാ, ഒന്ന് വെച്ച് കുറയാ,
അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റ്, പ്ലസ് പ്ലസ്, മൈനസ് മൈനസ്, പ്രീ ഇൻക്രിമെന്റ്, പോസ്റ്റ് ഇൻക്രിമെന്റ്, ഇതെല്ലാം ഇവിടെ വരുന്നുണ്ട്. ഇനി അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് എന്നാണ് ഒരു സൈഡിലുള്ള വാല്യൂ ഒന്നിലോട്ട് എന്ത് ചെയ്യുക, അസൈൻ ചെയ്യുക. ഇപ്പൊ ഒരു വേരിയബിൾ എക്സ് അസൈൻ 2 എന്ന് ഞാൻ കൊടുത്തു, അപ്പൊ എന്ത് ചെയ്യും, 2 എന്ന് പറയുന്നത് എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിന്റെ ഉള്ളിലോട്ട് പോയിരിക്കും. അങ്ങനെ ഇരിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്. അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ആരൊക്കെ ഉണ്ട്? അസൈൻ, ഇതിനെന്താ പറയാ, അസൈൻ ഒരു ഈക്വൽ ടു ഇട്ടാണെങ്കിൽ അസൈൻ, പ്ലസ് അസൈൻ, മൈനസ് അസൈൻ, മൾട്ടിപ്പിൾ അസൈൻ, ഡിവൈഡ് അസൈൻ, മോഡുലസ് അസൈൻ. അപ്പൊ അസൈൻ കൊടുത്തു കഴിഞ്ഞാൽ നേരെ പോകും. പ്ലസ് അസൈൻ എന്ന് പറയുന്നത് വാല്യൂവിനെ ആഡ് ചെയ്തിട്ട് അതിനെ അസൈൻ ചെയ്ത് കൊടുക്കും. മൈനസ് അസൈൻ എന്ന് പറഞ്ഞാൽ സബ്ട്രാക്ട് ചെയ്തിട്ട് അസൈൻ ചെയ്യും. മൾട്ടിപ്പിൾ അസൈൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ചെയ്തിട്ട് അസൈൻ ചെയ്ത് കൊടുക്കും. ഡിവിഷൻ എന്ന് പറയുമ്പോൾ ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ആ വേരിയബിളിലോട്ട് അസൈൻ ചെയ്യും. മോഡുലസ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിന്റെ റിമൈൻഡർ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യും, അതിനെ അസൈൻ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അസൈൻമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി റിലേഷണൽ ഓപ്പറേറ്റർ എന്തിനാണ്, ഏതാണ് വലുത് ചെറുത്, ഈക്വൽ ടു, ട്രൂ ഓർ ഫോൾസ്, അങ്ങനെയുള്ള കേസിനാണ് നമ്മൾ റിലേഷണൽ യൂസ് ചെയ്യുക. അവിടെ ആരൊക്കെയുണ്ട്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. ഇത് രണ്ടും വിട്ടു പോകാറുണ്ട്. ഇത് തന്നെയാണ് റിലേഷൻ ഓപ്പറേറ്റർ ആണ്. ഇവിടെ എന്താണ്, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആണോ ചെക്ക് ചെയ്യും. ഇവിടെ എന്താണ്, ഈക്വൽ ആണോ അല്ല, ഈക്വൽ ആണെന്ന് ചെക്ക് ചെയ്യാൻ ഈക്വൽ ടു, ഈക്വൽ അല്ല എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് എന്ത്, നോട്ട് ഈക്വൽ ടു യൂസ് ചെയ്യുക. ഇനി ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആരൊക്കെയാണ്, ആൻഡ്, ഓർ, നോട്ട്. ആരൊക്കെ യൂസ് ചെയ്യുക, ആൻഡ്, ഓർ, നോട്ട്. ഈ 3 എണ്ണമാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ പഠിച്ചേക്കുന്നത്. പിന്നെ ഒന്ന് ഉള്ളതാണ് സ്ട്രിംഗ് കോൺകാറ്റിനേഷൻ. സ്ട്രിംഗ് കോൺകാറ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള മക്കളെ, 2 സ്ട്രിങ്ങുകളെ തമ്മിൽ ആഡ് ചെയ്യാം. അപ്പൊ ഞാൻ 25 എന്ന് പറഞ്ഞ ഡബിൾ കോട്സിന്റെ ഉള്ളിൽ കൊടുത്തു, ഇതെന്താണ്, സ്ട്രിംഗ് ആണ്. ഇനി ഞാൻ വേറെ 22 എന്ന് പറഞ്ഞൊരു സ്ട്രിങ്ങിന്റെ ഉള്ളിൽ കൊടുത്തു. അപ്പൊ നോർമലി നമ്മൾ 25 + 22 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, 47 എന്ന് കിട്ടും. ഇവിടെ രണ്ടും എന്താണ്, ഡബിൾ കോട്സിന്റെ ഉള്ളിൽ കൊടുത്താൽ സ്ട്രിംഗ് ആയിരിക്കും. സ്ട്രിംഗ് വരുമ്പോൾ എന്ത് കിട്ടും, 2522 എന്ന് പറഞ്ഞ 2 സ്ട്രിങ്ങുകളെയും തമ്മിൽ എന്ത് ചെയ്യും, കമ്പൈൻ ചെയ്ത് വെക്കും. രണ്ടിനെയും കൂടി എന്ത് ചെയ്യും, കമ്പൈൻ ചെയ്ത് വെക്കും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്ട്രിംഗ് കോൺകാറ്റിനേഷൻ, 2 സ്ട്രിങ്ങുകളെ തമ്മിൽ ആഡ് ചെയ്യാനായിട്ട്. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ തന്നെ 2 സ്ട്രിംഗ് കൂടി ഒരുമിച്ച് ഒറ്റ സ്ട്രിംഗ് ആയിട്ട് മാറ്റുകയാണ് ചെയ്യുക. ക്ലിയർ ആണോടാ, ക്ലിയർ ആണോ? ഓക്കെ, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അറിഞ്ഞിരിക്കണോ. ചിലപ്പോൾ നമുക്ക് നമ്പർ എന്നിട്ട് സ്ട്രിംഗ് കോൺകാറ്റിനേഷന്റെ ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, അപ്പൊ ഒരു എക്സാമ്പിൾ നോക്കിക്കോ. ആൻ എക്സാമ്പിൾ ഫോർ സ്ട്രിംഗ് കോൺകാറ്റിനേഷൻ. സ്ട്രിംഗ് കോൺകാറ്റിനേഷൻ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എക്സിൽ ജാവ എന്ന് കൊടുത്തു, വൈയിൽ സ്ക്രിപ്റ്റ് കൊടുത്തു, സെഡ് ഈക്വൽ ടു എന്ത് കൊടുത്തു, x + y എന്ന് കൊടുത്തു. അപ്പൊ സെഡിലെ വാല്യൂ എന്തായിരിക്കും, സെഡിൽ വരുന്നത് എക്സിൽ കിടക്കുന്ന ആരാണ്, ജാവ, അത് പ്ലസ് വൈ കിടക്കുന്ന ആരാണ്, സ്ക്രിപ്റ്റ്. അത് രണ്ടും കൂടി ഒരുമിച്ച് ആക്കിയിട്ട് എന്ത് ചെയ്യും, ജാവ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ് ഒരുമിച്ച് കാണും. ക്ലിയർ ആണോ, ഓക്കെ ആണോ? ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കിക്കോ. അടുത്ത് കൊടുത്തേക്കുന്നതാണ്, ഇവിടെ കൊടുത്തേക്കുന്നത് സെഡില് 23 എന്ന് കൊടുത്തു. ഓക്കെ, സെഡിൽ എന്ത് കൊടുത്തു, 23, സോറി എക്സിൽ 23 എന്ന് പറഞ്ഞ സ്ട്രിംഗ് ആണ് കൊടുത്തത്. വൈയിൽ ആരെ കൊടുത്തത്, 5 എന്ന് പറഞ്ഞ ഒരു നമ്പർ ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു സ്ട്രിംഗ് ആണ്, ഇവിടെ നമ്പർ ആണ്. ഇതിന്റെ ഡാറ്റ ടൈപ്പ് സ്ട്രിംഗ്, ഇതിന്റെ ഡാറ്റ ടൈപ്പ് നമ്പർ ആണ്. z ഈക്വൽ ടു x + y എന്ന് കൊടുത്തു. z ഈക്വൽ ടു എന്ത് ചെയ്തു, x + y എന്ന് കൊടുത്തു. അപ്പോഴെന്താ സംഭവിക്കുക, ഇതിന്റെ ആൻസർ എന്തായിരിക്കും, ഇവിടെ ഞാനൊരു സ്ട്രിങ്ങിനെയും ഒരു നമ്പറിനെയും തമ്മിലാണ് ആഡ് ചെയ്തത്. അങ്ങനെ വരുമ്പോൾ വാല്യൂ ഓഫ് z എന്തായിരിക്കും വരാ, സെഡിന്റെ വാല്യൂ സ്ട്രിങ്ങിന് ആ 23 കൊടുക്കും, നമ്പറിന് എന്തായാലും എടുക്കും 5 ആയിട്ട് കോൺകാറ്റിനേറ്റ് ചെയ്യാൻ വരാം. ഇവിടെ എന്താ വരാ, കോൺകാറ്റിനേഷൻ ഓപ്പറേഷൻ വരാ, രണ്ടിനെയും കൂടി ആഡ് ചെയ്യില്ല. ദ വാല്യൂ ഓഫ് സെഡ് വിൽ ബി 235. ബട്ട് ദ ഔട്ട്പുട്ട് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്, ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും വരാ, ഔട്ട്പുട്ട് വരുന്ന സമയത്ത് നമ്മൾ 2 സ്ട്രിങ്ങിനെ ആഡ് ചെയ്യുന്ന സമയത്ത് 235 എന്നാണ് വരാ. പക്ഷെ ഇതിന്റെ ഔട്ട്പുട്ട് എടുക്കുന്ന സമയത്ത് എങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കി, z അസൈൻ നമ്പർ ഓഫ് x + y എങ്ങനെ വർക്ക് ചെയ്യാം, ഇതിനെന്തായിട്ട് മാറ്റും, ഈ സ്ട്രിങ്ങിനെ എന്തായിട്ട് മാറ്റും, നമ്പർ ഓഫ് എക്സ്, ആ സ്ട്രിങ്ങിന്റെ നമ്പർ എന്താണോ അത് ആക്കും, പ്ലസ് y. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് കിട്ടും നമുക്ക്, നമ്പർ ഓഫ് സ്ട്രിംഗ് എന്ന് പറയുമ്പോൾ 23 പ്ലസ് 5 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടാ, 28. നോർമൽ ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് 235 വരണമെങ്കിൽ ഇവിടെ എന്താ വരാ, 28 എന്ന് പറഞ്ഞിട്ട് വരാം. അതായത് ഈ നമ്പർ ഫംഗ്ഷൻ എന്ത് ചെയ്യും, കൺവേർട്ട് ദ സ്ട്രിംഗ് ഇൻ ടു നമ്പർ. ഈ നമ്പർ ഫംഗ്ഷൻ എന്ത് ചെയ്യും, അതിനാ നമ്പറിനെ സ്ട്രിംഗിലോട്ട് കൺവേർട്ട് ചെയ്യും. ക്ലിയർ ആണോടാ, ഓക്കെ ആണോ, ഓക്കെ ആണോ? ഓക്കെ, ഇനി നമുക്ക് ഇതിലുള്ള കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ത് ചെയ്യാം, ഒരു 10 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തോടാ, എന്നിട്ട് നമുക്ക് 10 കൺട്രോൾ സ്റ്റേറ്റ്മെന്റിലോട്ട് പോവാം. സ്റ്റാർട്ട് ചെയ്താലോ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ മക്കളെ, അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടാ, നമ്മൾ ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ കഴിഞ്ഞ് വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത് പോവാം. ഇനി കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ഒരു ഡിഫറൻസും ഇല്ല, എന്താണോ നിങ്ങൾ C++ പഠിച്ചത് സെയിം സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, അവിടെ നിങ്ങൾ എന്താണോ പഠിച്ചു വെച്ചിരുന്നത് അതേ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ആണ്. ഈഫ് ആയാലും സ്വിച്ച് ആയാലും ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഏത് ലൂപ്പ് ആയാലും ഈഫ് സ്റ്റേറ്റ്മെന്റ്സ് ആയാലും എല്ലാം എന്താണ്, സെയിം ആണ്. ഈഫ് സ്റ്റേറ്റ്മെന്റിൽ തന്നെ നമ്മൾ 2-3 പഠിച്ചിട്ടുണ്ട്. സിമ്പിൾ ഇഫ് ഉണ്ട്, എൽസ് ഇഫ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ഈ എൽസ് ഇഫ് ലാഡർ ഉണ്ട്. ഈ 3 ലാഡറുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായി. ഈഫ് സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ സിമ്പിൾ ഇഫ് ഉണ്ട്, എൽസ് ഇഫ് ഉണ്ട്, അതുപോലെ തന്നെ എൽസ് ഇഫ് ലാഡർ, ഈ 3 കേസുകൾ ഉണ്ടായി. ആ 3 കേസുകളും ഇതിലും പഠിക്കാനുണ്ട്. ഈഫ് മാത്രമുള്ളെങ്കിൽ എന്താണ്, ഒരു ട്രൂ കണ്ടീഷൻ ആണെങ്കിൽ അത് ട്രൂ ആണെങ്കിൽ എന്ത് ഔട്ട്പുട്ട് കാണണം, അതാണ് നമ്മൾ സിമ്പിൾ ഇഫ് പറയാ.
അപ്പൊ if കൊടുക്കും, പിന്നെ എന്താണ് ടെക്സ്റ്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ എന്ത് ചെയ്യുക കണ്ടീഷൻ കൊടുക്കും, പിന്നെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. നമ്മൾ എന്താണ് ഇവിടെ ഒരു കണ്ടീഷൻ കൊടുക്കും, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും അതിന്റെ അടിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. അതാണ് എന്ത് if പറയുന്നത്. ഇനി എൽസിഫ് പറയുന്നത് എൽസിഫില് ഈ സിംപ്ലിഫിൽ എന്തായിരുന്നു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് കാണിക്കണമെന്നുണ്ട്. ഇൻ കേസ് കണ്ടീഷൻ ഫാൾസ് ആയി കഴിഞ്ഞാൽ അവിടെ ഔട്ട്പുട്ട് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ എൽസിഫിൽ എന്ത് കൊടുക്കും if കൊടുക്കും, ടെസ്റ്റ് എക്സ്പ്രഷൻ കൊടുക്കും, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്തുണ്ടാവും ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. ഇൻ കേസ് കണ്ടീഷൻ ഫാൾസ് ആയി കഴിഞ്ഞാൽ എന്ത് കാണിക്കണം എന്ന് ആര് കൊടുക്കും എൽസ് കൊടുക്കും. എൽസി കൊടുത്തു കഴിഞ്ഞാൽ എൽസ് എന്ത് ചെയ്യും എന്താണോ ഇവിടെ കൊടുത്ത കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ എന്ത് കാണിക്കും എന്നുള്ള സ്റ്റേറ്റ്മെന്റ് അതിന്റെ അടിയിലുണ്ടാവും. അതാണ് if else നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. നെക്സ്റ്റ് വരുന്നത് എൽസിഫ് ആണ്. എൽസിഫ് ലാഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ടീഷൻ ഉണ്ട് ട്രൂ ആണെങ്കിൽ കാണിക്കാനുള്ളത്. ഇവിടെ എന്താണ് കണ്ടീഷൻ ഉണ്ട് ട്രൂ ആണെങ്കിൽ എന്ത് കാണിക്കണം ഫാൾസ് ആണെങ്കിൽ എന്ത് കാണിക്കുന്നുണ്ട്. ഇനി എന്താണ് മോർ ദാൻ വൺ കണ്ടീഷൻസ് ഒന്നും മൾട്ടിപ്പിൾ കണ്ടീഷൻസ് നമുക്ക് വരും. ആ ഒരു കേസിൽ നമ്മൾ കൊടുക്കുന്നതാണ് ആര് എൽസിഫിനെ കൊടുക്കുക. എൽസിഫിൽ എന്ത് കൊടുക്കുക if കൊടുക്കും, കണ്ടീഷൻ കൊടുക്കും, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ കൊടുക്കാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. അടുത്ത ഇപ്പൊ നമുക്ക് വേറൊരു കണ്ടീഷൻ ഉണ്ട് നെക്സ്റ്റ് കണ്ടീഷൻ. അപ്പൊ എന്ത് ചെയ്യാം എൽസിഫ് കൊടുക്കും, അടുത്ത കണ്ടീഷൻ കൊടുക്കും, അത് ട്രൂ ആണെങ്കിൽ കാണിക്കാനുള്ള അടുത്ത സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. അങ്ങനെ എന്ത് ചെയ്യും നമുക്ക് എത്ര കണ്ടീഷൻസ് വേണോ അത്രയും കണ്ടീഷൻസ് എന്ത് ചെയ്യാം നമുക്ക് ആഡ് ചെയ്യാം. ഇൻ കേസ് ഈ കണ്ടീഷൻസ് എല്ലാം ഫാൾസ് ആയി പോയി അപ്പൊ നമുക്ക് എന്താണ് ഫാൾസ് കാണിക്കുക ഒരാൾ വേണം, അത് എന്ത് ചെയ്യും എൽസ് കൊടുക്കും, എൽസിൽ എന്ത് ചെയ്യും അടുത്ത സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. ഇതാണ് നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ പഠിച്ചത്. ഓക്കെ അല്ലേടാ ഈ സ്റ്റേറ്റ്മെന്റ്സ് ഓർമ്മ വന്നില്ലേ? ഓക്കെ. ഇനി നമ്മൾ ആരുണ്ടായിരുന്നു സ്വിച്ച് ഉണ്ടായിരുന്നു. എൽസിഫ് പോലെ തന്നെ യൂസ് ചെയ്യുന്ന വേറൊരു ഇതാണ് എന്ത് സ്വിച്ച് എന്ന് പറയുന്നത്. സ്വിച്ചിന്റെ എന്തിനുള്ള കൊടുക്കുക സ്വിച്ച് കൊടുക്കും, സ്വിച്ചിന്റെ ഉള്ളിൽ എന്ത് കൊടുക്കുന്നുണ്ടാവും ഇവിടെ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ കണ്ടീഷൻ കൊടുക്കും. ഇവിടെ എന്ത് കൊടുക്കും നമ്മുടെ കണ്ടീഷൻ കൊടുക്കും. കണ്ടീഷൻ കൊടുത്തിട്ട് കേളി ബ്രാക്കറ്റിന്റെ ഉള്ളിലായിട്ട് നമ്മൾ എന്ത് കൊടുക്കും ഓരോ കേസസ് ആയിട്ടാണ് കൊടുക്കുക. ഫസ്റ്റ് കേസ്, സെക്കൻഡ് കേസ്, തേർഡ് കേസ്. അപ്പൊ ഇവിടെ എന്താണ് ഇവിടുത്തെ കണ്ടീഷൻ ഫസ്റ്റ് കേസ് ആയിട്ട് ഈക്വൽ ആണെങ്കിൽ ഫസ്റ്റ് കേസ് ഉണ്ടാവും, സെക്കൻഡ് കേസ് ആണെങ്കിൽ സെക്കൻഡ് കേസ്, തേർഡ് കേസ് ആണെങ്കിൽ തേർഡ് കേസ്. ഏത് കേസാണോ അതിന്റെ റൺ ആവും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ കേസുകൾ കഴിഞ്ഞു കഴിഞ്ഞാലും അതിന്റെ എന്ത് ചെയ്യും സ്റ്റേറ്റ്മെന്റ് എഴുതും. കേസ് 1 ഉണ്ടാവും സ്റ്റേറ്റ്മെന്റ് എഴുതും, അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും ബ്രേക്ക് കൊടുക്കും. കേസ് 2 ഉണ്ടാവും സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, അത് കഴിഞ്ഞ് ബ്രേക്ക്. കേസ് 3 ഉണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബ്രേക്ക്. അങ്ങനെയായിരിക്കും നമുക്ക് റൺ ആവുക. ഓരോ കേസസും കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടാവണം. ഇൻ കേസ് ഈ കേസുകളിൽ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ട് കാണിക്കും. അതായത് കേസ് 1 ആണെങ്കിൽ അവിടെ സ്റ്റേറ്റ്മെന്റ് എന്താണ് എഴുതിക്കുന്നത് ഔട്ട്പുട്ട് കാണിക്കും. ഈ കേസുകളൊന്നും വന്നില്ല, നമ്മൾ എൽസിഫിൽ ആരെ കൊടുത്തു എൽസിനെ കൊടുത്തു. ഇവിടെ ആരെ കൊടുക്കും ഡിഫോൾട്ടിനെ കൊടുക്കും. ഇവിടെ ആരെ കൊടുക്കുക ഡിഫോൾട്ട് കൊടുക്കും, സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. ഡിഫോൾട്ട് കൊടുക്കുന്ന സമയത്ത് എന്ത് വേണ്ട നമുക്ക് ബ്രേക്ക് വേണ്ട. അല്ലാത്ത കണ്ടീഷനിൽ നമ്മൾ ആര് യൂസ് ചെയ്യണം ബ്രേക്ക് യൂസ് ചെയ്യണം. ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ളതാണ് എന്ത് ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പ് എന്ന് പറയുന്നത് ഒരേ കാര്യം റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് പോകാനാണ് നമ്മൾ ആര് യൂസ് ചെയ്യുക ഫോർ ലൂപ്പ് യൂസ് ചെയ്യുക. അപ്പൊ ഫോർ ലൂപ്പ് നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് ഫോർ ലൂപ്പ് എങ്ങനെ ഫോർ ഓപ്പൺ ചെയ്യും, എന്നിട്ട് ഇനീഷ്യലൈസേഷൻ ടെസ്റ്റ് അപ്ഡേറ്റ് എന്നാണ് 3 കാര്യങ്ങൾ ഉണ്ടാവും. ഇനീഷ്യലൈസേഷൻ ഉണ്ടാവും, കണ്ടീഷൻ ഉണ്ടാവും, അപ്ഡേഷൻ ഉണ്ടാവും. ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഫോർ ലൂപ്പ് ഒക്കെ പഠിച്ചായിരുന്നു. ഐ അസൈൻ 0 ഐ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു, ഇൻഡ് ഐ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇവിടെ എന്താണ് ഇനീഷ്യലൈസ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് എന്താണ് കണ്ടീഷൻ കൊടുക്കും, അപ്പൊ അപ്ഡേറ്റ് ചെയ്യും. ഇവിടെ എങ്ങനെ വർക്ക് ചെയ്യുക ലൂപ്പ് ആദ്യം ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൂപ്പിന്റെ ബോഡിയിലോട്ട് പോകും. ലൂപ്പിന്റെ ബോഡിയിലുള്ള എന്താണോ അത് വർക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും നേരെ അപ്ഡേറ്റ് പോകും. അപ്ഡേറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും കണ്ടീഷൻ ചെക്ക് ചെയ്യും, പിന്നെയും ലൂപ്പ് ബോഡി വർക്ക് ചെയ്യും. അപ്ഡേറ്റ് ചെയ്യും, കണ്ടീഷൻ ചെക്ക് ചെയ്യും, ലൂപ്പ് ബോഡി വർക്ക് ചെയ്യും. ഇനീഷ്യലൈസേഷൻ സ്റ്റാർട്ടിങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകില്ല. കണ്ടീഷൻ അപ്ഡേറ്റ് ഇങ്ങനെ ആയിരിക്കും പോകുക. കണ്ടീഷൻ നമുക്ക് എന്ത് ചെയ്യും കണ്ടീഷൻ നോക്കും, ബോഡി പോവും, അപ്ഡേറ്റ് പോകും, കണ്ടീഷൻ ബോഡി അപ്ഡേറ്റ്. ഈ രീതിയിൽ എന്ത് ചെയ്യും റൺ ചെയ്തുകൊണ്ടേയിരിക്കും. ഇൻ കേസ് എവിടെയെങ്കിലും വെച്ച് ഫാൾസ് ആയി കഴിഞ്ഞാൽ അവിടെ വെച്ച് ഉണ്ടാവും. അതാണ് നമ്മുടെ ഫോർ ലൂപ്പ് ഉണ്ടായിരുന്നത്. ഇനി വൈൽ ലൂപ്പ് എന്ന് പറയുന്നതാണ്. വൈൽ ലൂപ്പിൽ എന്താണ് ഫോർ ലൂപ്പ് പോലെ തന്നെയാണ്, പക്ഷെ ഇവിടെ എന്താണ് ഒറ്റയടിക്കല്ല കൊടുക്കുക. ഇവിടെ എന്തായിരിക്കും ഇനീഷ്യലൈസേഷൻ സ്റ്റാർട്ട് കൊടുക്കും, വൈലിന്റെ ഉള്ളിൽ നമ്മൾ കണ്ടീഷൻ കൊടുക്കും, ബോഡി കൊടുക്കും, ബോഡി റൺ ആയി കഴിഞ്ഞാൽ അപ്ഡേറ്റ്, പിന്നെ എന്ത് ചെയ്യും പിന്നെയും കണ്ടീഷനിലോട്ടോ ബോഡി അപ്ഡേറ്റ്. ഈ രീതിയിൽ എന്ത് ചെയ്യും വർക്ക് ചെയ്യും. ഇവിടെ ഒറ്റ ലൈനിൽ കൊടുത്ത് ഇവിടെ നമ്മൾ വേറെ ഒരു പ്രത്യേക രീതി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ വൈൽ ലൂപ്പ്? ഓക്കെ. ഡു വൈൽ എന്ന് പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് എന്താണ് ജാവാ സ്ക്രിപ്റ്റിലോ ഡു വൈൽ നമുക്ക് വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ജാവാ സ്ക്രിപ്റ്റിൽ ചോദിച്ചു കഴിഞ്ഞാലും എന്ത് തന്നെയാണ് സെയിം തന്നെയാണ് കാര്യങ്ങൾ വരാം. ഇവിടെ എന്താണ് ഉള്ളിൽ വരുന്ന ബോഡിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്ത് വരും ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്നാണ് യൂസ് ചെയ്യുക. സിയോട്ട് ഒക്കെ യൂസ് ചെയ്യുന്ന വരാം. ഇവിടെ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്ന് പറഞ്ഞത് മാത്രം ഇവിടെ യൂസ് ചെയ്യും. ഇനി നമുക്ക് ഇതിൽ എന്തുണ്ട് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ഉണ്ട്. നെക്സ്റ്റ് ഒന്നുണ്ട് സർ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ് നമുക്ക് കുറച്ച് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ആണ്. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് ഒരു ലാംഗ്വേജിൽ ഓൾറെഡി സെറ്റ് ആയിട്ട് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഫംഗ്ഷൻസിനെയാണ് എന്താ പറയുക ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ. അത് യൂസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ നടക്കേണ്ട കാര്യം നടക്കും. നമ്മൾ സ്ക്വയർ റൂട്ട് കാണാനും പവർ കാണാനൊക്കെ നമുക്ക് എന്താണ് C++ൽ ഓരോ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പണ്ട് പഠിച്ചതാണ്. അപ്പൊ ഇവിടെ എന്തുണ്ട് നമുക്ക് ജാവാ സ്ക്രിപ്റ്റിലുള്ള ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ആണ് അലേർട്ട്, ഈസ്നാൻ, ടു അപ്പർ, ടു ലോവർ, ക്യാരറ്റ്, ലെങ്ത്. ആരൊക്കെ ഉണ്ട്? അലേർട്ട് ഉണ്ട്, ഈസ്നാൻ ഉണ്ട്, ടു അപ്പർ ഉണ്ട്,
ടു ലോവർ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ലെങ്ത് പ്രോപ്പർട്ടി ഉണ്ട്. അലേർട്ട് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. നിങ്ങൾ അലേർട്ടിന്റെ ഉള്ളിൽ എന്തെങ്കിലും കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, ആ ഫംഗ്ഷൻ ഒരു പോപ്പപ്പ് സ്ക്രീൻ പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു പോപ്പപ്പ് സ്ക്രീൻ പോലെ എന്ത് ചെയ്യും, ഒരു ബോക്സ് ആയിട്ട് ആ സംഭവം എന്താണോ കൊടുത്തേക്കുന്നത് അത് നമുക്ക് കാണാനായിട്ട് പറ്റും. നിങ്ങളിപ്പോൾ ഒരു പേജ് ഒക്കെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു പോപ്പപ്പ് സ്ക്രീൻ പോലെ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ പെട്ടെന്ന് ചാടി വന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം കൊടുത്തിട്ട് അത് ഓക്കെ കൊടുക്കുമ്പോൾ വെബ് പേജിലോട്ട് പറഞ്ഞിട്ട് ആക്സെപ്റ്റ് കുക്കീസ് എന്നൊക്കെ പറഞ്ഞ് വന്ന് കാണാറുണ്ടോ സൈറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ആക്സെപ്റ്റ് കുക്കീസ് എന്നൊക്കെ പറഞ്ഞ് അതുപോലെയൊക്കെ എന്തെങ്കിലും സാധനമൊക്കെ ചാടി വരണം. അങ്ങനെയൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അലേർട്ട് എന്ന് പറയുന്നത്. ടു ഡിസ്പ്ലേ എ ടെക്സ്റ്റ് ഇൻ എ മെസ്സേജ് വിൻഡോ, ഒരു മെസ്സേജ് വിൻഡോ പോലെ എന്ത് ചെയ്യാം നമുക്ക് കാണിക്കാം. ഇവിടെ എന്താ ഞാൻ അലേർട്ട് വെൽക്കം എന്ന് കൊടുത്തു. അലേർട്ട് വെൽക്കം എന്ന് കൊടുത്ത് എന്ത് ചെയ്യും, വെൽക്കം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നമുക്ക് ആ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ വെൽക്കം എന്ന് പറഞ്ഞിട്ട് ഒരു പോപ്പപ്പ് സ്ക്രീൻ കാണും. അങ്ങനെ കൊടുക്കാൻ വേണ്ടി നമ്മൾ അലേർട്ട് യൂസ് ചെയ്യാം. ഈസ് നാൻ എന്ന് പറയുന്നത്, ഈസ് നാൻ ഇങ്ങനെ ഓർത്താൽ മതി. ഈസ് NAN എന്താണ്, നോട്ട് എ നമ്പർ. എന്താ കൊടുക്കുക, നോട്ട് എ നമ്പർ. ഈസ് നാൻ എന്ന് പറഞ്ഞാൽ ഈസ് നോട്ട് എ നമ്പർ, അങ്ങനെ ആലോചിച്ചാൽ മതി. റിട്ടേൺ ട്രൂ ഇഫ് ദ ഗിവൺ വാല്യൂ ഈസ് നോട്ട് എ നമ്പർ. നമ്മൾ ഈസ് നാന്റെ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും കൊടുത്തു, അത് നമ്പർ അല്ലെങ്കിൽ നമുക്ക് ട്രൂ തരും, നമ്പർ ആണെങ്കിൽ എന്ത് തരും, ഫാൾസ് തരും. ഓക്കെ, നമ്പർ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ട്രൂ തരും, അല്ലെങ്കിൽ എന്ത് തരും, ഫാൾസ് തരും. ഈ റിട്ടേൺ ട്രൂ ഇഫ് ദ ഗിവൺ വാല്യൂ ഈസ് നോട്ട് എ നമ്പർ. നമ്പർ ആണെങ്കിൽ എന്ത്, നമ്പർ അല്ലെങ്കിൽ നോട്ട് നമ്പർ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ട്രൂ തരും. ഇൻ കേസ് ഇപ്പൊ ഒരു എ ഒക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ട്രൂ തരും. ഇൻ കേസ് 2, 3 എന്നൊക്കെ പറഞ്ഞ നമ്പേഴ്സ് കൊടുത്ത് എന്ത് ചെയ്യും, നമുക്ക് ഫാൾസ് ആയിരിക്കും തരാം. അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈസ് നാൻ നമ്മൾ കൊടുക്കുന്ന വാല്യൂ നമ്പർ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഈസ് നാൻ വെൽക്കം കൊടുത്തു. അപ്പൊ എന്തായിരിക്കും നമുക്ക് വരാം, ട്രൂ ആയിരിക്കും. ഈസ് നാൻ A1 2 3 എന്ന് കൊടുത്തു, അപ്പോഴും എന്താണ് വരാ, ട്രൂ ആയിരിക്കും. കാരണം എന്താണ്, അതിൻ്റെ ഉള്ളൊരു ലെറ്ററും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഈസ് നാൻ 13 കൊടുത്തു, 13 കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് വരാം, ഫാൾസ് ആയിരിക്കും വരാം. കാരണം എന്താ, അതൊരു നമ്പർ ആണ്. ഇനി ടു അപ്പർ കേസ് എന്ന് പറഞ്ഞാൽ ആ വേണ്ടി തന്നെ ഉണ്ട്. എന്താണ്, അപ്പർ കേസിലോട്ട് മാറ്റാം. നിങ്ങൾ എന്തെങ്കിലും സാധനം അതിൻ്റെ ഉള്ളിലായിട്ട് ഈ ബ്രാക്കറ്റിനുള്ളിൽ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആ കൊടുത്തേക്കുന്നതിന് എന്ത് ചെയ്യും, അപ്പർ കേസിലോട്ട് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും. ഇനി ടു ലോവർ കേസ് എന്താണ്, ഇതിന്റെ ഉള്ളിൽ ബ്രാക്കറ്റിന്റെ ഉള്ളിലായിട്ട് നിങ്ങൾ വല്ല ലെറ്റേഴ്സും കൊടുത്തു, ആ കൊടുക്കുന്ന ലെറ്റേഴ്സ് അപ്പർ കേസ് ആണെങ്കിൽ എന്ത് ചെയ്യും, ലോവർ കേസിലോട്ട് സ്മോൾ ലെറ്റേഴ്സിലോട്ട് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും. ഇനി ക്യാരറ്റ് എന്ന് പറയുന്നത് റിട്ടേൺസ് എ ക്യാരറ്റ് എ പർട്ടിക്കുലർ പൊസിഷൻ. നിങ്ങൾ എന്ത് ചെയ്തു, ഞാനിപ്പോ ഒരു ഇത് തന്നു, ഒരു വേർഡ് തന്നിട്ടുണ്ട്, എന്നിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ക്യാരറ്റ് 0 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, 0th പൊസിഷനിലുള്ള ആരാണോ ആ ആളെ നമുക്ക് തരും. 0th പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ എഴുതുമ്പോൾ ഫസ്റ്റ് പൊസിഷൻ എന്ത് ചെയ്യാം, 0th പൊസിഷൻ എന്ന് പറയാം. 0ലായിരിക്കും നമ്മൾ പൊസിഷൻ മെൻഷൻ ചെയ്ത് തുടങ്ങുക, അവിടെ നിന്ന് തുടങ്ങാം. അപ്പൊ എന്താണ്, റിട്ടേൺ ക്യാരക്ടർ എ പർട്ടിക്കുലർ പൊസിഷൻ, ക്യാരറ്റ് 0 ഗീവ്സ് ഫസ്റ്റ് ക്യാരക്ടർ ഓഫ് എ സ്ട്രിംഗ്. ഒരു സ്ട്രിംഗിലെ ആദ്യത്തെ ക്യാരക്ടർ എന്ത് ചെയ്യും, നമുക്ക് തരും. ഇവിടെ ഞാൻ എന്ത് കൊടുത്തിട്ടുണ്ട്, ജാവാസ്ക്രിപ്റ്റ് ഡോട്ട് ക്യാരറ്റ് 4. അപ്പൊ എന്ത് സംഭവിച്ചു, ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയേണ്ട 4th പൊസിഷനിലുള്ള ആള്, 4th പൊസിഷൻ പറയുമ്പോൾ എങ്ങനെ വരാം, 0th പൊസിഷൻ, ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ, 4th പൊസിഷൻ. 4th പൊസിഷനിൽ ആരിയിരിക്കുന്നത്, എസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് വരും, എസ് എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ക്ലിയർ ആണോടാ, ക്ലിയർ ആണോ ക്യാരറ്റ്. ഇനി ലാസ്റ്റ് വൺ ഏതായിരുന്നു, ലെങ്ത് പ്രോപ്പർട്ടി ആയിരുന്നു. ലെങ്ത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് റിട്ടേൺ ദ ലെങ്ത് ഓഫ് എ സ്ട്രിംഗ്, ഒരു സ്ട്രിംഗിന്റെ ലെങ്ത്. അതായത് എന്താണ്, ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ജാവാസ്ക്രിപ്റ്റ് ഡോട്ട് ലെങ്ത് കൊടുത്തു. അപ്പൊ എന്ത് സംഭവിക്കും, ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ട്രിംഗിന്റെ ലെങ്ത് എത്രയാണ്, എത്ര ലെറ്റേഴ്സ് അതിലുണ്ട്, ആ എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ അത് കൗണ്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമുക്ക് തരും. ഏത് സ്ട്രിംഗ് കൊടുത്താലും അതിന്റെ എന്ത് ചെയ്യും, ലെങ്ത് നമുക്ക് കാണിച്ചു തരും. ക്ലിയർ ആണോ, ഓക്കെ ആണോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് ആക്സസിങ് വാല്യൂ ഫ്രം എ ഇൻപുട്ട് കൺട്രോൾസ് ഓഫ് എ ഫോം. അതായത് ഒരു ഫോം നമ്മൾ പഠിച്ചായിരുന്നു, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോം പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, ഒരു ഫോം ഉണ്ടാവും, ആ ഫോമിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സബ്മിറ്റ് ബട്ടൺ കൊടുക്കുന്ന സമയത്ത് എങ്ങനെ അകത്തോട്ട് വാല്യൂസ് എടുക്കാം. ഇപ്പൊ നമുക്കിപ്പോ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. ഒരു ഫോം കൊടുത്തു, ഞാൻ 10 കൊടുത്തു, ബി കൊടുത്തപ്പോ 12 കൊടുത്തു. ഇവിടെ സം എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് ഇതിന്റെ രണ്ടിന്റെ സമ്മ് കാണിക്കാൻ പറഞ്ഞാൽ നോർമൽ ഫോമിൽ ഒന്നും സംഭവിക്കില്ല. ഇതിന് ജാവാസ്ക്രിപ്റ്റ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സമ്മ് കണ്ടുപിടിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഠിച്ചില്ല, സമ്മ കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാം ഒക്കെ പഠിച്ചില്ലേ. ആ പ്രോഗ്രാമിൽ എങ്ങനെയാണ് നമ്മൾ ആ ഒരു വാല്യൂവിനെ ഇൻസേർട്ട് ചെയ്യുക, ആ ഇൻസേർട്ട് ചെയ്യാനുള്ള കമാൻഡ് എന്താണ്, എങ്ങനെ കൊടുക്കുക, വേരിയബിൾ അസൈൻ ഡോക്യുമെന്റ് ഡോട്ട് ഫോം നെയിം ഡോട്ട് ടെക്സ്റ്റ് ബോക്സ് നെയിം ഡോട്ട് വാല്യൂ. എന്ത് കൊടുക്കുക, വേരിയബിൾ അസൈൻ ഡോക്യുമെന്റ് ഡോട്ട് ഫോം നെയിം ഡോട്ട് ടെക്സ്റ്റ് ബോക്സ് നെയിം ഡോട്ട് വാല്യൂ എന്ന് കൊടുക്കുക. ഫോം നെയിം എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ഫോം നെയിം എന്ന് പറയുന്നത് നമ്മളൊരു ഫോം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് ആദ്യം ഒരു നെയിം കൊടുത്തിട്ടുണ്ടാവും, അതാണ് ഫോമിന്റെ നെയിം. ഇനി ടെക്സ്റ്റ് ബോക്സ് നെയിം എന്ന് പറയുന്നത് ഓരോ ടെക്സ്റ്റ് ബോക്സിൽ ഓരോ നെയിം ഉണ്ടാവും. നിങ്ങൾക്ക് ആദ്യത്തെ ഏത് ടെക്സ്റ്റ് ബോക്സിനാണോ ആ വാല്യൂനെ അസൈൻ ചെയ്യേണ്ടത് അതിന് എന്ത് ചെയ്യും, ടെക്സ്റ്റ് ബോക്സ് നെയിം കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്തു, നെയിം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ നെയിം കൊടുത്തിട്ടുണ്ടാകും, അതിനെ നെയിം എന്ന് മെൻഷൻ ചെയ്യും. അപ്പൊ എന്താണ്, നിങ്ങൾ ഏത് ടെക്സ്റ്റ് ബോക്സിലുള്ള വാല്യൂ ആണ് ആ വാല്യൂ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും, ഈ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്ത് ചെയ്യും, അത് വേരിയബിളിലോട്ട് എന്ത് ചെയ്യും, അസൈൻ ചെയ്യും. അങ്ങനെ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു സിന്റാക്സ് യൂസ് ചെയ്യുന്നത്. എന്താണ്, വേരിയബിൾ അസൈൻ ഡോക്യുമെന്റ് ഡോട്ട് ഫോം നെയിം ടെക്സ്റ്റ് ബോക്സ് നെയിം ഡോട്ട് വാല്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആണോടാ, ഓക്കെ ആണോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പറഞ്ഞതായിരുന്നു, സാർ ഒന്ന് വിളിക്കുക,
ഇനി ഇതാ കൺസിഡർ ദ ഫോളോയിങ് കോഡ്. ഈ ഒരു കോഡ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇൻപുട്ട് ടൈപ്പ് ബട്ടൺ വാല്യൂ അസൈൻ ഷോ ഓൺ ക്ലിക്ക് ഷോ സ്ക്വയർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക, ഇൻപുട്ട് ടൈപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതായത് ഒരു ഫോമിന്റെ ഇൻപുട്ട് ടൈപ്പ് കൊടുത്തിട്ടുണ്ട്, എന്താണ് ബട്ടൺ ആണ്. വാല്യൂ എന്ന് പറയുന്നത് എന്താ കൊടുത്തേക്കുന്നത്, ഷോ എന്നാണ്. എന്താണ് ആ ബട്ടന്റെ ഉള്ളിൽ കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ഷോ ആണ്. ഓൺ ക്ലിക്ക് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് പഠിച്ചൊരു ഇതാണ്, ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ പഠിച്ച അലേർട്ട് ഒക്കെ പോലത്തെ ഒരു വേറൊരു ഫംഗ്ഷൻ ആണ് ഓൺ ക്ലിക്ക് എന്ന് പറയുന്നത്. എന്തായാലും എന്താണ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇനി നമ്മൾ പല വാല്യൂസ് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വർക്ക് ചെയ്യണം, അതുപോലെ തന്നെ ക്ലിക്ക് ചെയ്ത് നമ്മൾ കൈ എടുക്കുമ്പോൾ എന്ത് വർക്ക് ചെയ്യണം, അങ്ങനെ നമ്മൾ ഓരോ സെക്ഷൻസ് ആയിട്ട് നമ്മൾ കൊടുത്ത് ഓർമ്മയുണ്ടാളാ. ഫോംസിൽ നമ്മൾ കൊടുത്തില്ലേ ഒരു ക്ലിക്ക് ചെയ്യും, ക്ലിക്ക് അതായത് കീബോർഡിലെ കീ താഴത്തോട്ട് പോകുമ്പോൾ വർക്ക് ചെയ്യണം, കീബോർഡിൽ നിന്ന് കൈ വിടുക, അതായത് കീ മുകളിലോട്ട് പോകുമ്പോൾ വർക്ക് ചെയ്യണം, അങ്ങനെ വർക്ക് ചെയ്ത് മൗസ് ക്ലിക്ക് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് പഠിച്ചില്ലേ. ആ സംഭവമാണ് ഇവിടെ കൊടുക്കുന്നത് ഓൺ ക്ലിക്ക്. അതായത് എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു ബട്ടണിൽ ഷോ എന്ന് പറഞ്ഞ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ആ കൊടുത്തേക്കുന്നതിന്റെ സ്ക്വയർ, ഷോ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ ഒരു ഫംഗ്ഷൻ കൊടുത്തേക്ക്, ആ ഫംഗ്ഷൻ നമുക്ക് കാണിക്കണം. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക, ഹിയർ ഓൺ ക്ലിക്ക് ഷോ സ്ക്വയർ മീൻസ് വെൻ ദ യൂസർ ക്ലിക്സ് ദ ബട്ടൺ ഇൻ ദ ഫോമിലെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് കാണിക്കും, അതിന്റെ സ്ക്വയർ. നമുക്ക് ഷോ സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ എന്താണോ ഉള്ളത് അതിന്റെയും കോൾ ചെയ്തിട്ട് ആ ഔട്ട്പുട്ട് നമുക്ക് കാണിക്കും. ക്ലിയർ ആണോടാ? ഓക്കെ ആണോ? ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക് ആയിട്ട് എന്ത് പറയുന്നത് ജാവാസ്ക്രിപ്റ്റ് ക്ലയന്റ് സൈഡ് യൂസിങ് ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ പഠിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണോ? ഇത് ബേസ് ചെയ്തിട്ട് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പ്രോഗ്രാംസ് എല്ലാം എന്ത് ചെയ്യുക, നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പറയുന്ന കേസാണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. വെബ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയ ചാപ്റ്റർ ആണ്, കുഞ്ഞാണ്, വലിയ കാര്യങ്ങളൊന്നുമില്ല, സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇത്രയുള്ള മക്കളെ എന്തായിരുന്നു, വെബ് ടെക്നോളജി നമ്മൾ HTML പഠിച്ചു, സ്ട്രക്ചർ ഉണ്ടാക്കി. വെബ് ഡിസൈനിൽ നമ്മൾ എന്ത് ചെയ്തു, ഫ്രെയിമും കാര്യങ്ങളും സെറ്റ് ചെയ്ത് കാണാൻ ഭംഗിയുള്ള ഒരു വെബ് പേജ് ആക്കി. ആ വെബ് പേജിൽ കുറച്ച് വർക്കിംഗ് സ്വിച്ചും കാര്യങ്ങളും വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ജാവാസ്ക്രിപ്റ്റ് പഠിച്ചു. ഇപ്പൊ എന്താണ് നമ്മളുടെ സബ്മിറ്റും കാര്യങ്ങളൊക്കെ ബട്ടൺസ് ഒക്കെ വർക്ക് ചെയ്യും, അതായത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അവിടെ ചെറിയ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യും. അപ്പൊ ഇങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, വേറൊരാൾ കൂടി വേണം, നമ്മൾ എന്ത് ചെയ്യണം, സെർവറായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് PHP എന്ന് പറഞ്ഞൊരു കോഡും കൂടി വെച്ച് നമ്മൾ സെർവറായിട്ട് കണക്ട് ചെയ്ത് നമ്മളെ പേജ് അത്യാവശ്യം വർക്കിംഗ് ആയി. ഇനി ഇങ്ങനെ വർക്കിംഗ് ആയ വെബ് പേജ് നമ്മുടെ സിസ്റ്റത്തിൽ കിടക്കണം. ആ സിസ്റ്റത്തിൽ കിടക്കുന്ന വെബ് പേജിൽ നമുക്ക് എന്ത് ചെയ്യണം, എയറിലാക്കണം. ഓൺലൈനിൽ വന്നാലും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ആ സൈറ്റിനെ കൊണ്ടുവരാം. അതിനുവേണ്ടി നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ ആണ് എന്ത്, വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത് വെബ് ഹോസ്റ്റിംഗ് ഇസ് ദ സർവീസ് ഓഫ് പ്രൊവൈഡിംഗ് സ്റ്റോറേജ് സ്പേസ് ഇൻ എ വെബ് സെർവർ ഫോർ ദ ഫയൽ ഓഫ് എ വെബ്സൈറ്റ്. അതായത് ഒരു വെബ്സൈറ്റിന്റെ ഫയലിന് ഒരു ഓൺലൈൻ വെബ് പേജിലോട്ട് വരാനായിട്ട്, ഒരു വെബ് പേജിലോട്ട് വരാൻ വേണ്ടി നമ്മൾ സ്റ്റോറേജ് സ്പേസ് കൊടുക്കുന്നതിന് എന്താ പറയാ, വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. വെബ് ഹോസ്റ്റിംഗ് ഇസ് ദ സർവീസ് ഓഫ് പ്രൊവൈഡിംഗ് സ്റ്റോറേജ് സ്പേസ് ഇൻ എ വെബ് സെർവർ ഫോർ ദ ഫയൽ ഫോർ എ വെബ്സൈറ്റ്. ഒരു വെബ്സൈറ്റിന്റെ ഫയൽസിന് എന്ത് ചെയ്യണം, വെബ് സെർവറിൽ ഒരു പൊസിഷൻ, ഒരു സ്ഥലം കൊടുക്കണം, കുറച്ച് ഏരിയ കൊടുക്കണം, അപ്പൊ അവിടെ ഇരുന്നോട്ടെ എന്നുള്ള രീതിയിൽ കൊടുക്കുന്നതിന് നമ്മൾ എന്താ വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദ കമ്പനീസ് ഇസ് ദാറ്റ് പ്രൊവൈഡ് വെബ് ഹോസ്റ്റിംഗ് സർവീസ് കോൾഡ് വെബ് ഹോസ്റ്റ്. അതായത് വെബ് ഹോസ്റ്റിംഗ് സർവീസ് കൊടുക്കുന്ന കമ്പനികളെ നമുക്ക് എന്ത് പറയും, വെബ് ഹോസ്റ്റ് എന്ന് പറയും. ദ വെബ് സർവീസ് ഓഫർ അൺഇൻറ്ററപ്റ്റഡ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി, സോഫ്റ്റ്വെയർ പാക്കേജസ് ഫോർ ഓഫറിംഗ് അഡീഷണൽ സർവീസ് സച്ച് ആസ് ഡാറ്റാബേസ് ആൻഡ് സപ്പോർട്ട് ഫോർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് സച്ച് ആസ് PHP, Java, ASP.NET and etc. അതായത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഹോസ്റ്റുകൾ, അതായത് വെബ് ഹോസ്റ്റ്, അതായത് നമുക്ക് സ്പേസ് തരുന്ന ടീംസ് എന്ത് ചെയ്യുന്നുണ്ട്, അവരവിടെ എന്ത് ചെയ്യാൻ നമുക്ക് ഇന്റർനെറ്റ് അൺലിമിറ്റഡ് ആയിട്ട് ഇന്റർനെറ്റ് കണക്ടിവിറ്റി വരുന്നുണ്ട്. അതായത് നമ്മുടെ വെബ്സൈറ്റിന് ഒരു ഇഷ്യൂസും വരാണ്ട് ത്രൂ ഔട്ട് എന്ത് ചെയ്യാം, റൺ ചെയ്യാനുള്ള കാര്യങ്ങൾ തരും. അതിന്റെ ഡാറ്റാബേസുകൾ മാനേജ് ചെയ്യാൻ, അതായത് നമുക്ക് എന്തെങ്കിലും ഡാറ്റാബേസ് ഉണ്ടാവും, ഓരോ സാധനത്തിന് നമ്മൾ ഡാറ്റാബേസ് എന്നുള്ള സാധനം പഠിച്ചിട്ടുണ്ട്, എന്താണ് ഡാറ്റ സേവ് ചെയ്യുന്ന ഡാറ്റാബേസ്, ആ ഡാറ്റാബേസുകൾ നമുക്ക് വരും. ഇതെല്ലാം തരുന്ന ആരാണ്, ഈ ഒരു വെബ് ഹോസ്റ്റുകളാണ്. അപ്പൊ എന്താണ് വെബ് ഹോസ്റ്റിംഗ്, ക്ലിയർ ആണോ? എന്താണ് വെബ് ഹോസ്റ്റിംഗ് നമ്മൾ ക്ലിയർ ആണോ? നമുക്കൊരു വെബ്സൈറ്റിന് ഓൺലൈനിൽ സ്പേസ് തരുന്നതിന് നമ്മൾ എന്താ പറയാ, വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയാം. അതിന് നമുക്ക് മെയിൻ ആയിട്ട് 3-4 സ്റ്റേജുകളാണ് വെബ് ഹോസ്റ്റിംഗ് കൊടുക്കാനായിട്ടുള്ളത്. നമുക്ക് ഒരു അപ്പ് ചെയ്യണമെങ്കിൽ, ഓൺലൈനിൽ നടക്കണമെങ്കിൽ സെലക്ഷൻ ഓഫ് ഹോസ്റ്റിംഗ് ടൈപ്പ്, ഏത് ടൈപ്പ് ഹോസ്റ്റ് വേണം. ഓക്കെ, അതായത് നമ്മൾ 3 ടൈപ്പ് ഹോസ്റ്റുകളെ പഠിച്ചിട്ടുണ്ട്. പഠിച്ചത് ഓർമ്മയുണ്ടോ? ഹോസ്റ്റുകൾ ഏതൊക്കെ ടൈപ്പ് ആണെന്നുള്ളത് ഓർക്കുന്നുണ്ടോ? പല ടൈപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി പർച്ചേസ് ഓഫ് ഹോസ്റ്റിംഗ് സ്പേസ്, ആ ഹോസ്റ്റിന് നമുക്ക് ഏത് ടൈപ്പ് വേണമെന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആ ടൈപ്പിൽ ഏത് ടൈപ്പ് ഹോസ്റ്റ് നമുക്ക് ആവശ്യമാണ്, അതിന് നമ്മൾ എന്ത് ചെയ്യണം, പർച്ചേസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, നമ്മളുടെ വെബ്സൈറ്റിന് ഒരു നെയിം വേണം, അത് എന്ത് ചെയ്യണം, നമ്മൾ രജിസ്റ്റർ ചെയ്യണം. പിന്നെ എന്താണ്, ആ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നെയിമൊക്കെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൽ കിടക്കുന്ന നമ്മുടെ സൈറ്റിന്റെ ഫയലും കാര്യങ്ങളും എന്ത് ചെയ്യണം, ഈ വെബ് സെർവറിലോട്ട്, ഈ വെബ് ഹോസ്റ്റിലോട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഈ 4 സ്റ്റെപ്പുകളാണ് ഒരു ഹോസ്റ്റിംഗിന്റെ സ്റ്റെപ്പുകളായിട്ട് വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോടാ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ, ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ്. വെബ് ഹോസ്റ്റിംഗിന്റെ ടൈപ്സ് ഏതാണ്, എന്തൊക്കെയാണ്? എമൗണ്ട് ഓഫ് സ്റ്റോറേജ് സ്പേസ്, നമ്പർ ഓഫ് എക്സ്പെക്ടഡ് വിസിറ്റേഴ്സ്, ഡാറ്റാബേസ് റിക്വയർമെന്റ്സ്, സപ്പോർട്ട് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ദീസ് ആർ ദ ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ്. ഇതാണ് എന്തൊക്കെ, ഇതൊക്കെ വെച്ചാണ് എന്ത് ചെയ്യുക,
നമുക്ക് ഒരു സപ്പോർട്ട് വേണം. വെബ് ഹോസ്റ്റിംഗ് എന്തിനു വേണ്ടിയൊക്കെ ഉണ്ടാ, നമുക്ക് ആവശ്യത്തിന് സ്പേസ് വേണം, നമുക്ക് ഓരോരുത്തർക്ക് നമുക്ക് കണ്ട് പോകാൻ പറ്റണം, വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും വരാൻ പാടില്ല, ഡാറ്റാബേസ് വേണം, ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു വെബ് ഹോസ്റ്റിംഗ് നമുക്ക് വേണം. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എന്താണ് 3 ടൈപ്പ് വെബ് ഹോസ്റ്റിംഗ് ഉണ്ട്. ഷെയർഡ് ഹോസ്റ്റിംഗ് ഉണ്ട്, വെർച്വൽ ഹോസ്റ്റിംഗ് ഉണ്ട്, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് ഉണ്ട്. എന്തൊക്കെയുണ്ട്? ഷെയർഡ്, വെർച്വൽ, ഡെഡിക്കേറ്റഡ്, ഈ 3 ആളുകളാണ് ഉള്ളത്. ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ഹോസ്റ്റൽ റൂമിൽ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് റൂം സ്പേസ് ഷെയർ ചെയ്യുന്ന പോലെയാണ് എന്താ പറയാ, ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറയാം. അതായത് ഒരൊറ്റ സിംഗിൾ സെർവറിൽ എന്ത് ചെയ്യും, ഒരുപാട് ആളുകൾ എന്ത് ചെയ്യും, അതേ സെർവറിന് എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മളുടെ ആ ഒരു സ്റ്റോറേജ് ഷെയർ ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുള്ളതിന് നമ്മൾ എന്താ പറയാ, ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറയാം. മെനി ഡിഫറെന്റ് വെബ്സൈറ്റ്സ് ആർ സ്റ്റോർഡ് ഓൺ എ സിംഗിൾ വെബ് സെർവർ ആൻഡ് ദേ ആർ ഷെയർഡ് റിസോഴ്സസ് ലൈക്ക് റാം, CPU. അതായത് ഒരു സെർവറിന്റെ റാമും CPU കാര്യങ്ങൾ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എന്താ പറയാ, ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ സ്മോൾ വെബ്സൈറ്റ് ദാറ്റ് ഹാവ് ലെസ് ട്രാഫിക്. അതായത് വളരെ ട്രാഫിക്, അതായത് ട്രാഫിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരുപാട് ആളുകൾ അറ്റ് എ ടൈം ഒക്കെ കയറി ഉപയോഗിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ നമുക്ക് ഇത് ഷെയർഡ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. വളരെ കുറച്ച് ആളുകൾ കുറച്ച് നേരമൊക്കെ ഉപയോഗിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ്, അതായത് അധികം യൂസേഴ്സ് ഒന്നും യൂസ് ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഷെയർഡ് ഹോസ്റ്റിംഗ് യൂസ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഷെയർഡ് സർവീസ് ആർ ചീപ്പർ ദാൻ ഈസി ടു യൂസ്. അതായത് ഷെയർഡ് സർവീസ് എന്താണ്, വളരെ ചീപ്പറാണ്, നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കാരണം എന്താ, ഒരുപാട് ആളുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നേരെ വരുന്ന അടുത്തൊരാളാണ് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്. അതെന്താണ്, നമ്മൾ ഒരു സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ഹോട്ടൽ റൂം എടുക്കുന്ന പോലെയാണ് എന്ത്, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രീമിയം ഹോട്ടലല്ല, ഒരു സ്യൂട്ട് റൂം പോലെ. കാരണം എന്താ, ഒരു സിംഗിൾ വെബ് പേജ് എന്ത് ചെയ്യാം നമുക്ക് തരെയാണ്, സിംഗിൾ വെബ് സെർവർ നമുക്ക് തരെയാണ്. അപ്പൊ എന്താണ്, അത്യാവശ്യം കോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ എന്താണ്, ദ ക്ലയന്റ് ലീസസ് ദ എൻറ്റയർ വെബ് സെർവർ ആൻഡ് ഓൾ ഇറ്റ്സ് റിസോഴ്സസ്. എന്ത് ചെയ്യാണ്, സെർവേഴ്സ് എപ്പോഴും നമ്മൾ വാങ്ങിയല്ലേ, ലീസിന് എടുക്കുക ചെയ്യുക. ഇത്ര പീരീഡിലോട്ട് നമ്മൾ ലീസ് എടുക്കും. അപ്പൊ ലീസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു എൻറ്റയർ സെർവറിനെ നമ്മൾ ഒരാൾ മാത്രം എടുക്കും. ഇപ്പൊ ഞാനൊരു എൻറ്റയർ സെർവർ എടുത്തേക്കാണ്, അങ്ങനെ എന്താ പറയാ, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് പറയാം. ഇറ്റ്സ് നോട്ട് ഷെയർഡ് വെബ്സൈറ്റ്സ് ഓഫ് ലാർജ് ഓർഗനൈസേഷൻ, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് എക്സെട്ര. ഇതൊക്കെയാണ് വലിയ ഓർഗനൈസേഷൻസും ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് സെർവേഴ്സ് എല്ലാം എന്താണ്, ഇങ്ങനെയുള്ള ഡെഡിക്കേറ്റഡ് സെർവേഴ്സ് ആയിരിക്കും. ക്ലിയർ ആണോ എന്താണ് ഡെഡിക്കേറ്റഡ് സെർവേഴ്സ് എന്നുള്ളത്? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഡെഡിക്കേറ്റഡ് സെർവർ പോലത്തെ സെർവർ വേണം, പക്ഷെ ഷെയർഡ് ആവാൻ പാടില്ല. അതായത് അത്ര ഇങ്ങനെ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ പറ്റില്ല. കുറച്ചും കൂടി എന്ത് ചെയ്യണം, സെക്യൂർഡ് ആയിട്ടുള്ള ഒരു നല്ല സെർവർ വേണം. അങ്ങനെയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്, വെർച്വൽ പ്രൈവറ്റ് സെർവർ എന്ന് പറയും. എന്താ പറയാ, വെർച്വൽ പ്രൈവറ്റ് സെർവർ എന്ന് പറയും. വെർച്വൽ പ്രൈവറ്റ് സെർവർ എന്ന് പറഞ്ഞാൽ അതാ ഇത്രേ ഉള്ളൂ, ഇതൊരു വെർച്വൽ പ്രൈവറ്റ് സെർവറാ. ഈ വെർച്വൽ പ്രൈവറ്റ് സെർവർ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സിംഗിൾ സെർവർ ആയിരിക്കും. ഓക്കെ, ഒരു സിംഗിൾ സെർവർ ആയിരിക്കും. ആ സിംഗിൾ സെർവറിന് എന്താണ്, ക്ലൗഡ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, കുഞ്ഞു ഡിഫറെന്റ് സെർവേഴ്സ് ആക്കും. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെയൊക്കെ ഷെയർഡ് ഹോസ്റ്റിംഗിൽ എന്താണ്, ഈ ഒരു സെർവറിന്റെ ഉള്ളിലാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. ഡെഡിക്കേറ്റഡ് സെർവറിന്റെ ഉള്ളിൽ ഇത് ഒരാൾ മാത്രം യൂസ് ചെയ്യുള്ളൂ. വെർച്വൽ പ്രൈവറ്റ് സെർവർ വരുമ്പോൾ എന്താണ്, ഒരു സെർവറിന് എന്ത് ചെയ്യും, ക്ലൗഡ് ബേസ്ഡ് ആയിട്ട് കുഞ്ഞു ചെറിയ സെർവേഴ്സ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യും. അപ്പൊ എന്താണ്, ഇത് വെർച്വലി പാർട്ടീഷൻഡ് ആണ്. ഈ കാണുന്ന മുകളിൽ കാണുന്ന സെർവേഴ്സ് എല്ലാം എന്താണ്, വെർച്വലി പാർട്ടീഷൻഡ് ആണ്. അപ്പോ ഇതെന്താണ്, ഇതൊരു സെർവർ ആയിട്ട് യൂസ് ചെയ്യും, ഇത് ഡിഫറെന്റ് സെർവർ ആവും, ഇത് ഡിഫറെന്റ് സെർവർ ആവും. ഈ ഒറ്റ ഒരു സെർവറിന് എന്താണ്, നമ്മൾ പല കുഞ്ഞു സെർവേഴ്സ് ആക്കിയ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യില്ല, കണക്ഷൻ ഇല്ല. അങ്ങനത്തെ സെർവേഴ്സിൽ നമ്മൾ എന്ത് പറയും, വെർച്വൽ പ്രൈവറ്റ് സെർവർ എന്ന് പറയും, VPS എന്ന് പറയും. ക്ലിയർ ആണോ VPS എന്ന് പറയുന്നത്? ഓക്കെ ആണോ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി, നമുക്ക് സെർവേഴ്സ് കിട്ടി. ഇനി നമുക്ക് ആരെ വേണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, പർച്ചേസ് ചെയ്യണം. പർച്ചേസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതിന് നമുക്ക് 3-4 കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണം. എമൗണ്ട് ഓഫ് സ്പേസ് റിക്വയർഡ് ഫോർ സ്റ്റോറിംഗ് ദ ഫയൽസ് ഓഫ് അവർ വെബ്സൈറ്റിൽ എത്രത്തോളം കാര്യങ്ങൾ നമുക്ക് സേവ് ചെയ്യണം, അതിനനുസരിച്ച് നമുക്ക് ആവശ്യം വരും. ഇനി ഇൻവോൾവ്മെന്റ് ഓഫ് പ്രോഗ്രാമിംഗ് കണ്ടന്റ്, ഏതൊക്കെ പ്രോഗ്രാമിംഗ് കണ്ടന്റ് എത്രയൊക്കെ വരുന്നുണ്ട്, അതിന്റെ സൈസ് ഒക്കെ അനുസരിച്ച് നമ്മൾ സെർവർ ചൂസ് ചെയ്യും. ഇനി റിക്വയർമെന്റ് ഓഫ് വിൻഡോസ് ഹോസ്റ്റിംഗ് ഓർ ലിനക്സ് ഹോസ്റ്റിംഗ്, ഏതാണ് യൂസ് ചെയ്യുന്നത്, വിൻഡോസ് ആണോ ലിനക്സ് ആണോ, ഏതിൽ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ രണ്ടിലും ഹോസ്റ്റ് ചെയ്യണോ, അപ്പൊ നമ്മൾ ചൂസ് ചെയ്യണം. ഡാറ്റാബേസ് സപ്പോർട്ട്, ഇമെയിൽ ഫെസിലിറ്റി എക്സെട്ര, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഹോസ്റ്റിംഗ് സ്പേസ് എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ക്ലിയർ ആണോടാ? ഓക്കെ ആണോ? ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം, നമ്മളൊരു സെർവറിനൊക്കെ വാങ്ങിച്ചു, ഒരു വെബ് സെർവറൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ലീസിന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ വെബ്സൈറ്റിന് ഒരു പേരിടൽ ചടങ്ങുണ്ട്. അതായത് ഇതിന് എന്ത് ചെയ്യണം, ഒരു പേരിടണം. നമ്മൾ ഏത് സൈറ്റ് എടുത്താലും നിങ്ങൾക്ക് ഒരു സൈറ്റിൽ നമ്മൾ ഇതിൽ ബ്രൗസറിൽ സെർച്ച് ചെയ്യുന്ന അതിന്റെ നെയിം വെച്ചിട്ടാ, അപ്പൊ അതിനൊരു ഡൊമൈൻ നെയിം വേണം. അപ്പൊ ആ ഡൊമൈൻ നെയിമിന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം നമുക്കൊരു സിംഗിൾ ആയിട്ടുള്ള ഡൊമൈൻ നെയിം, ബാക്കി ആരും യൂസ് ചെയ്യാത്ത ഒരു ഡൊമൈൻ നമ്മൾ നെയിം കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. ആ ഡൊമൈൻ നെയിം എങ്ങനെ കണ്ടുപിടിക്കുന്നു, ആര് കണ്ടുപിടിക്കും, എവിടെ ചെയ്യണം എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഡൊമൈൻ നെയിം എന്താണ്, ദ ഡീറ്റെയിൽസ് ഓഫ് ഡൊമൈൻ നെയിംസ് ആർ അവൈലബിൾ ഇൻ ഹൂ ഈസ് ഡാറ്റാബേസ്. അതായത് ഇത് ഹൂ ഈസ് ഡാറ്റാബേസിൽ പോയി കഴിഞ്ഞാൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡൊമൈൻ നെയിം ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് നോക്കാം. ഇപ്പൊ എന്റെ പേരിൽ ഞാൻ
ajalraji.com എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വെബ്സൈറ്റ് ആണ് തുടങ്ങി. ആ സൈറ്റിന് എന്റെ പേരിൽ യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കി കഴിഞ്ഞാൽ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല, കാരണം ഞാൻ അത്രയും യൂണീക്കാണ്. അപ്പോൾ അതാരും യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഏതെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഹൂയിസിൽ പോയിട്ട് സെർച്ച് ചെയ്യാം. ദിസ് ഡാറ്റാബേസ് ഈസ് ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ ICANN. അതെന്ന് പറയുന്നത് എന്താണ്? ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്. അതൊരു ഓർഗനൈസേഷൻ ആണ്. നമുക്ക് എമൗണ്ട് വാങ്ങിച്ച അവർ ചെയ്യുന്നതല്ല, അതൊരു ഫ്രീ ഓർഗനൈസേഷൻ ആണ്. അവരെന്താണ് ഒരു സപ്പോർട്ടിന് പോലെ, അതായത് ഓൾ ഇന്റർനാഷണൽ ആയിട്ടുള്ള എല്ലാ ഇതും കൂടി യൂണിറ്റ് കൊണ്ടുവന്ന് ഒരുപോലെ വർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. ദ ഡീറ്റെയിൽസ് ഓഫ് ഡൊമൈൻ നെയിം ഇൻക്ലൂഡ് ദ നെയിം, അഡ്രസ്, ടെലിഫോൺ നമ്പേഴ്സ്, ഇമെയിൽ അഡ്രസ് ഓഫ് ദ രജിസ്ട്രന്റ്. ദ ഡൊമൈൻ നെയിം ഈസ് കണക്റ്റഡ് ടു IP അഡ്രസ് ആർ ദ സെർവർ ത്രൂ എ റെക്കോർഡ്. അതായത് എന്ത് ചെയ്യും, ഈ നമ്മൾ ആ ഒരു ഡൊമൈൻ നെയിം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ രജിസ്റ്റർ ചെയ്യുന്ന ആ ഒരു എൻ്റയർ ഡീറ്റെയിൽസ് എന്ത് ചെയ്യും, എ റെക്കോർഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കൊണ്ടുപോയി എന്ത് ചെയ്യും, സേവ് ചെയ്ത് വെക്കും. അതാണ് ഡൊമൈൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇതെന്താണ് ICANN എന്ന് പറയുന്നത് രജിസ്റ്റർ ചെയ്യുന്ന ചെറിയ എമൗണ്ട് വരുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാ, അവരുടെ ഒരു വർക്കിംഗ് ഫീസ് ആയിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ ഡൊമൈൻ രജിസ്ട്രേഷൻ? ഓക്കെ ആണോ? ഓക്കെ, ഇനി നമുക്ക് പറയുന്നതാണ് FTP ക്ലയന്റ് സോഫ്റ്റ്വെയർ. FTP ക്ലയന്റ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, FTP പ്രോട്ടോകോൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ. ഇത് എന്തിനു വേണ്ടിയിട്ടാ, നിങ്ങളുടെ സിസ്റ്റത്തിൽ കിടക്കുന്ന ഫയൽ, ഈ ഫയൽ എന്താണ്, നിങ്ങളുടെ സിസ്റ്റത്തിൽ കിടക്കുന്ന ഈ ഫയലിലെ സെർവറിലോട്ട് നമുക്ക് മാറ്റണ്ടേ. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസിന് എന്താ പറയാ, FTP ക്ലയന്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. FTP ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ ഫയൽ ഫ്രം വൺ കമ്പ്യൂട്ടർ ടു അനദർ ഓൺ ഇന്റർനെറ്റ്. അതായത് ഇന്റർനെറ്റിൽ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലോട്ട് ഈ ഡാറ്റാസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഒരു എൻ്റെ വെബ്സൈറ്റിന്റെ ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, FTP ക്ലയന്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ആളാണ് ഫ്രീ ഹോസ്റ്റിംഗ്. ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എത്രയുള്ള മക്കളെ, നമ്മളുടെ വെബ്സൈറ്റ് വളരെ കുഞ്ഞൊരു വെബ്സൈറ്റ് ആണ്, വലിയ സെക്യൂരിറ്റിയും കാര്യങ്ങളൊന്നും വേണ്ട. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് അധികം പൈസ മുടക്കൊന്നും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചില ഇതുകൾ എന്ത് ചെയ്യും, ചില കമ്പനീസ് എന്ത് ചെയ്യും, അവർ സർവീസും കാര്യങ്ങളും നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഫ്രീ ആയിട്ട് അതിൽ എന്ത് ചെയ്യും, നമുക്ക് ആ നമ്മുടെ സെർവറിൽ നമുക്ക് റൺ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ സൈറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഓഡിയോയും വീഡിയോ ഒക്കെ നമുക്ക് പ്ലേ ചെയ്യാനും കാര്യങ്ങളെല്ലാം പറ്റും, എല്ലാത്തിനും നമുക്ക് പറ്റും. പക്ഷെ അവിടെ എന്തുണ്ടാവും, ഇവരൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ടാവും. അവർ നമുക്ക് എന്ത് ചെയ്യും, മൾട്ടിപ്പിൾ ആഡ്സ് ഇടും, അവരുടെ ആഡും കാര്യങ്ങളും നമ്മുടെ സൈറ്റിൽ ഇടും. അതുപോലെ തന്നെ അവർ പറയുന്ന രീതിയിൽ വേണം നമ്മുടെ പേജ് ഇരിക്കാനായിട്ട്. അതായത് നമ്മളുടെ വീഡിയോസിന്റെ സൈസ് ഇത്ര ആയിരിക്കണം, ഇമേജിന്റെ സൈസ് ഇത്ര ആയിരിക്കണം, നമ്മുടെ ഒരു സ്ക്രീൻ സൈസും കാര്യങ്ങളൊക്കെ ഇത്രയും വരാൻ പാടുള്ളൂ. അങ്ങനെ കുറച്ച് റൂൾസ് ഉണ്ടാവും. അത് പാലിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളതിന് എന്താ പറയാ, ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ, ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്? ഓക്കെ ആണോ? നെക്സ്റ്റ് വരുന്നത് എന്താണ്, CMS എന്ന് പറയുന്നത്, കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം. അതായത് ഇത് ഇത്ര ഉള്ളൂടാ, കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം റെഫേഴ്സ് ടു എ വെബ് ബേസ്ഡ് സോഫ്റ്റ്വെയർ വിച്ച് ഈസ് capable of creating, administrating and publishing website. അതായത് എന്ത് ചെയ്യും, വെബ്സൈറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഇത്ര അത്യാവശ്യം കഴിവൊന്നുമില്ല. ഇപ്പോൾ ഒരു കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഡിസൈൻ ഒന്നും ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവില്ല. ഇനി നമുക്ക് സമയമില്ല, നമുക്കൊരു വെബ് പേജ് എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം. അവിടെ എന്തുണ്ട്, ഓൾറെഡി പ്രീസെറ്റ് ആയിട്ടുള്ള കുറെ ഫ്രെയിംസ് ഉണ്ട്, കുറച്ച് കണ്ടന്റ് ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഫ്രെയിം ഒക്കെ എടുത്ത് ചൂസ് ചെയ്യാം, നേരെ പറക്കി എടുത്ത് വെച്ചിട്ട് ഒരു ഇമേജ് എഡിറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാം, വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയുക, CMS എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണ്, CMS പ്രൊവൈഡ് സ്റ്റാൻഡേർഡ് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഇൻ എ ഡിസൈൻ. അതായത് അതിന്റെ ഡിസൈനിൽ എന്താണ്, മാക്സിമം ഒരു മിനിമം സെക്യൂരിറ്റി അവർ കൊടുക്കും. ഹെൽപ്പ് പീപ്പിൾ വിത്ത് ലെസ് ടെക്നിക്കൽ നോളജ് ടു ഡിസൈൻ ദ ഡെവലപ്പ് സെക്യൂർ വെബ്സൈറ്റ്. അതായത് നമുക്ക് എന്താണ്, വലിയ നോളേജ് ഒന്നുമില്ല, ഒരു ഡെവലപ്പ് ചെയ്യാനുള്ള അത്യാവശ്യം ഡെവലപ്പറിന്റെ നോളേജ് ഒന്നുമില്ല, ബേസിക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്യാം. ദ ടെംപ്ലേറ്റ്സ് ആർ reduce the need for repetitive coding and design for heading and menus that appear all in the pages in a web page. അതായത് എന്താണ്, ആ ഒരു വെബ് പേജിൽ ഇപ്പോൾ ഒരാൾ യൂസ് ചെയ്ത ഫ്രെയിമും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, വേറെ ആൾക്ക് യൂസ് ചെയ്യാം, ഒരുപാട് ആൾക്കാർക്ക് എന്ത് ചെയ്യാം, അത് യൂസ് ചെയ്യാം. അപ്പൊ എന്താണ്, ഏകദേശം സിമിലർ ആയിട്ട് കാര്യങ്ങളൊക്കെ ഇരിക്കുക, പക്ഷെ എന്ത് ചെയ്യും, നമുക്ക് റൺ ചെയ്യും. ഇനി CMS എന്ന് പറയുന്നത് എക്കോണമിക്കലാണ്, അതായത് വളരെ ചിലവ് കുറഞ്ഞ പരിപാടിയാണ് CMS നമുക്ക് ചെയ്യുകയാണെങ്കിൽ. അതിനായിട്ട് കോമൺ ആയിട്ട് ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് വേർഡ് പ്രസ്. ഇപ്പൊ കോമൺ ആയിട്ട് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, വേർഡ് പ്രസ് യൂസ് ചെയ്യാം. അത് തന്നെ ഡ്രുപാൽ, ജൂംല, അതെല്ലാം എന്ത് ചെയ്യാം, യൂസ് ചെയ്യാനായിട്ട് വരും. വേർഡ് പ്രസ് ആണ് കോമൺ ആയിട്ട് കൂടുതലും യൂസ് ചെയ്യുന്ന കേസ് എന്ന് പറയുന്നത്. ഇതൊക്കെ CMSന്റെ അഡ്വാൻറ്റേജസ് ആണ്, അറിഞ്ഞിരിക്കണം. ഇനി ലാസ്റ്റ് വൺ, റെസ്പോൺസീവ് വെബ് ഡിസൈൻ. എന്താണ് റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മൾ യൂസ് ചെയ്യുന്നത് പല ഡിവൈസസ് ആണ്. ലാപ്ടോപ്പ് ഉണ്ടാവും, അതിന്റെ പല സ്ക്രീൻ സൈസ് ആണ്. ഇനി നമ്മുടെ ഡെസ്ക്ടോപ്പ് ആയിരിക്കും, അതിന്റെ പല സ്ക്രീൻ സൈസ് ആണ്. മൊബൈൽസ്, ടാബ്ലറ്റ്സ്, പല സ്ക്രീൻ സൈസിലുള്ള ഡിവൈസസ് ആണ് യൂസ് ചെയ്യുക. ഈ സ്ക്രീൻ സൈസിലുള്ള ഡിവൈസ് എല്ലാം യൂസ് ചെയ്യുന്ന സമയത്ത് അതിലെല്ലാം നമ്മൾ ഒരേ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കണ്ടന്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഒരേ രീതിയിൽ അലൈൻ ചെയ്യണം. ഓരോ വെബ്സൈറ്റ് ഓരോ ഡിവൈസിൽ ഓപ്പൺ ചെയ്യുമ്പോഴും പല രീതിയിൽ അലൈൻമെന്റ് ഒക്കെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ പറ്റില്ല. അതെല്ലാം ഒരേ രീതിയിൽ നമുക്ക് കണ്ടന്റും കാര്യങ്ങളൊക്കെ സൈസ് ഒക്കെ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, റീസെറ്റ് ചെയ്ത്, അതായത് ഇമേജിന്റെ സൈസ് ഒക്കെ അതിനനുസരിച്ച് കുറയണം, സിസ്റ്റം അതനുസരിച്ച് കൂടണം, അതൊക്കെ ചെയ്യണം. അങ്ങനെ ചെയ്യുന്നതിന് എന്താ പറയുക, റെസ്പോൺസീവ് വെബ് ഡിസൈനിങ്
എന്ന് പറയുക. അതായത് വെബ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരു പ്രീസെറ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് എന്താ പറയുക, റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്ന് പറയാം. അപ്പൊ നമ്മളിപ്പോ വിഡ്ത്ത് ഒക്കെ പിക്സലൊക്കെ കൊടുക്കുന്നതിന് പകരമായിട്ട് നമ്മൾ പെർസെന്റേജ് ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ എന്താ സംഭവിക്കുക, അത് ആ സ്ക്രീനിന്റെ പെർസെന്റേജ് വെച്ചിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ പറയുക, റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോടാ? ഓക്കെ ആണോ റെസ്പോൺസീവ് വെബ് ഡിസൈൻ? ഓക്കെ, ഇത്രയാണ് നമ്മളുടെ എന്ത് പറയുന്നത്, ഈ ഒരു വെബ് ഹോസ്റ്റിംഗ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് DBMS ആണ്, ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. എന്താ DBMS എന്ന് പറഞ്ഞാൽ? ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു, ഒരു വെബ് പേജ് ഉണ്ടാക്കി അതിനെന്ത് ചെയ്തു, നമ്മൾ ഓൺലൈനിലൊക്കെ കയറ്റി കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ അവിടെ ചെയ്തു, വെബ് ഹോസ്റ്റുകൾ എന്ത് ചെയ്യും, നമുക്ക് ഡാറ്റാബേസ് ഒക്കെ തരുന്നതാണ്. എന്തിനാ ഡാറ്റാബേസ്? നിങ്ങളൊരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ ഡാറ്റാസും കാര്യങ്ങളെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഈ ഡാറ്റാസ് ഒക്കെ എന്ത് ചെയ്യണം, പോയി സേവ് ആവണം. ഇപ്പൊ നിങ്ങളൊരു ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡ് ഒക്കെ ടൈപ്പ് ചെയ്ത് നമ്മൾ അതിൽ ഫോട്ടോസും ഇമേജസും വീഡിയോസും എല്ലാം കൊടുക്കുന്നുണ്ട്. ഈ യൂസർ ഐഡിയിൽ എന്ത് ചെയ്യണം, ഈ ഫോട്ടോസും ഇമേജസും വീഡിയോസും എല്ലാം എന്ത് ചെയ്യണം, ഒരു സ്ഥലത്ത് പോയിട്ട് എന്ത് ചെയ്യണം, സേവ് ആവണം. ആ സേവ് ആവുന്ന ഒരുപാട് ഡാറ്റാസ് എല്ലാം കൂടി സേവ് ആവുന്ന ആ ഒരു സ്ഥലത്തിനാണ് നമ്മൾ എന്താ പറയുക, ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഡാറ്റാബേസ് എന്നുള്ളത് ക്ലിയർ ആണോ? ഓക്കെ, ഇപ്പോൾ ഡാറ്റാബേസ് നോക്കാം. ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഡാറ്റാബേസ് ഈസ് ആൻ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഇന്റർ റിലേറ്റഡ് ഡാറ്റ സ്റ്റോർഡ് ടുഗദർ വിത്ത് മിനിമം റിഡൻഡൻസി. അതായത് റിപ്പീറ്റേഷനോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരേ ടൈപ്പ് ഡാറ്റാസ് എന്ത് ചെയ്യുന്നു, ഒരു സ്ഥലത്ത് സേവ് ആവുന്നു. അതായത് ഇപ്പൊ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം എടുത്തു പോയി കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം നിങ്ങൾക്ക് ഭൂരിഭാഗം എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാം ഉണ്ടാവും. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ പോസ്റ്റ് ചെയ്തേക്കുന്ന വീഡിയോസും നിങ്ങളുടെ ഫോട്ടോസും നിങ്ങളുടെ കാര്യങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ. വേറൊരാളുടെ ഇൻസ്റ്റാഗ്രാം വീഡിയോസും ഫോട്ടോസും പോസ്റ്റ് ഒന്നും അതിലുണ്ടാവില്ല. എന്തുകൊണ്ടാ? നിങ്ങളുടെ ഡാറ്റയൊക്കെ ഒരു സ്ഥലത്ത് മാത്രം ഒരേ രീതിയിൽ അലൈൻ ചെയ്ത് വെച്ചേക്കെ. വേറൊരാളുടെ ഡാറ്റാസ് മുഴുവൻ വേറൊരു സ്ഥലത്ത് അതേ ഡാറ്റാബേസിൽ തന്നെ ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് എന്ത് ചെയ്തേക്കെ, അലൈൻ ചെയ്തേക്കെ. അങ്ങനെ അലൈൻ ചെയ്തേക്കുന്നതുകൊണ്ടാണ് പറ്റുന്നത്. അതുപോലെ തന്നെ എന്ത് വരില്ല, റിപ്പീറ്റേഷൻ ഉണ്ടാവില്ല. ഒരു കാര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ യൂസർ ഐഡിയും പാസ്വേഡും ഇൻസ്റ്റാഗ്രാമിൽ വേറെ ഒരാൾക്കും ഉണ്ടാവില്ല. കാരണം നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും നിങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇൻ കേസ് നിങ്ങൾ സെയിം യൂസർ ഐഡി എടുത്ത് അപ്പൊ തന്നെ ഇൻസ്റ്റാഗ്രാം പറയും, ഇത് ഓൾറെഡി യൂസ്ഡ് ആണ്, ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, വേറെ യൂസർ ഐ ഡി കൊടുക്കൂ എന്ന് പറഞ്ഞാൽ അവർ നമുക്ക് സജഷൻ തരും. കാരണം എന്തുകൊണ്ടാണ്, ആ ഒരു ഡാറ്റാബേസിൽ ഓൾറെഡി ആ ഒരു നെയിം ഉണ്ട്, ആ നെയിമിന്റെ ഉള്ളിൽ ഈ ഡാറ്റാസ് എല്ലാം സേവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി വേറൊരു ഡാറ്റ നമുക്ക് അവർ സേവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ കേസുകളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഡാറ്റാബേസ് ഇസ് ആൻ ഓർഗനൈസ്ഡ് collection of interrelated data stored together with a minimum redundancy which can be retrieved as a desirable database the database management system is an essential set of program which is facilitate storage retrieval and management of database എന്ന് പറയുന്നത് എന്തിനു വേണ്ടി, ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താ, ഈ സ്റ്റോർ ചെയ്തേക്കുന്ന നമ്മുടെ നിങ്ങൾ സ്റ്റോർ ചെയ്തേക്കുന്ന വാല്യൂസിനൊക്കെ സാധനങ്ങളൊക്കെ എടുക്കാനും അത് ഉപയോഗിക്കാനും അതിനെ എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ആര് യൂസ് ചെയ്യുന്നത്, DBMS-നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ DBMS-ന്റെ അഡ്വാൻറ്റേജസ് എന്തായാലും അറിഞ്ഞിരിക്കണം. DBMS-ന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഡാറ്റ റിഡൻഡൻസി, അതായത് എന്താണ്, റിപ്പീറ്റേഷൻ നമ്മൾ എന്ത് ചെയ്യും, കൺട്രോൾ ചെയ്യും. ദ ഇൻകൺസിസ്റ്റൻസി ഈസ് അവോയ്ഡ്, അതായത് ഇൻകൺസിസ്റ്റന്റ് ഒന്നും ആയിരിക്കില്ല, വളരെ കൺസിസ്റ്റന്റ് ആയിട്ടായിരിക്കും അല്ല അറേഞ്ച് ചെയ്തേക്കുന്നത്. എഫിഷ്യൻലി ആക്സസ്ഡ്, ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യാൻ പറ്റും. ഡാറ്റ ഇന്റഗ്രിറ്റി ഈസ് മെയിൻറ്റൈൻഡ്, അതായത് എന്താണ്, പ്രോപ്പർ ആയിട്ട് ഡാറ്റാസിനെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഡാറ്റ സെക്യൂരിറ്റി ഈസ് എൻഷുർഡ്, അതായത് പ്രോപ്പർ എന്ത് ചെയ്യും, നമ്മുടെ ഡാറ്റാസിന് സെക്യൂരിറ്റി കൊടുക്കുക, അതായത് മറ്റാർക്കും അത് ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സെക്യൂർഡ് ആയിരിക്കും. ഡാറ്റ ഷെയറിംഗ് ഈസ് അലൗഡ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡാറ്റാബേസിലെ ഡാറ്റാസ് മറ്റൊരു ഡാറ്റാബേസിലോട്ടൊക്കെ എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാനായിട്ട് പറ്റും. ഡാറ്റ സ്റ്റാൻഡർഡൈസേഷൻ ഈസ് എൻഫോഴ്സ്ഡ്, അതായത് ഒരു ഡാറ്റാസ് ഒക്കെ എല്ലാം എങ്ങനെ സേവ് ചെയ്യുന്നതെന്ന് ഒരു പ്രോപ്പർ ഒരു ഡാറ്റ സ്ട്രക്ചർ ഒരു ഇതുണ്ടാവും, ഒരു മെത്തേഡ് ഉണ്ടാവും, അത് എല്ലാവർക്കും ഒരുപോലെ തന്നെ ആയിരിക്കും. ക്യാഷ് റിക്കവറി ഓഫ് ഡാറ്റ ഈസ് പോസിബിൾ ഇൻ കേസ് എന്ത് ചെയ്തു, നിങ്ങളുടെ ഡാറ്റാസ് ഒന്ന് ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യാൻ പറ്റും, റിക്കവർ ചെയ്യാൻ പറ്റും. അതിന് എന്താ പറയാ, ക്രാഷ് റിക്കവറി എന്ന് പറയാം. നമ്മുടെ റീസൈക്കിൾ പിൻ പോലെ എന്തുണ്ട്, ഡാറ്റാബേസിലെ റിക്കവറി നമ്മൾ എന്താ പറയും, ക്രാഷ് റിക്കവറി എന്ന് പറയും. ക്ലിയർ ആണോടാ? ഓക്കെ ആണോ? ഓക്കെ, ഇനി നമ്മളുടെ ഡാറ്റാബേസിൽ വരുന്ന കമ്പോണൻസ് ആരൊക്കെ ഉണ്ട്? ഹാർഡ്വെയർ ഉണ്ടാവും, സോഫ്റ്റ്വെയർ ഉണ്ടാവും, ഡാറ്റാബേസ് ഉണ്ടാവും, യൂസേഴ്സ് ഉണ്ടാവും, പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ഇൻക്ലൂഡ് കമ്പ്യൂട്ടേഴ്സ്, സ്റ്റോറേജ് ഡിവൈസസ്, നെറ്റ്വർക്ക് ഡിവൈസസ് ആൻഡ് അതർ സപ്പോർട്ടിംഗ് ഡിവൈസ് ഫോർ സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ ഓഫ് ഡാറ്റ. അതായത് ഇപ്പൊ നമ്മളുടെ ഡാറ്റാസ് എല്ലാം ഇരിക്കണമെങ്കിൽ ഒരു സ്ഥലം വേണ്ടേ, നമുക്കൊരു സ്പേസ് ക്ലൗഡിൽ എടുത്തായാലും ക്ലൗഡിലായാലും അതിരിക്കാൻ നമ്മൾ എന്ത് വേണം, ഒരു ഹാർഡ്വെയർ വർക്ക് ചെയ്യാൻ ഒരു സ്ഥലം വേണം. അപ്പൊ എന്തൊക്കെ ഉണ്ട്, കമ്പ്യൂട്ടേഴ്സും സ്റ്റോറേജ് ഡിവൈസും നെറ്റ്വർക്ക് ഇതെല്ലാം കൂടി എന്ത് വേണം. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആക്ച്വൽ DBMS ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ആൻഡ് യൂട്ടിലിറ്റീസ്. നമ്മൾ എന്താണ് MySQL എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ, അതൊക്കെ എല്ലാം എന്താണ് ഈ DBMS-നൊക്കെ വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നതാണ്.
In a database, it contains all the data needed to the organization. നമ്മൾ എന്താണോ വർക്ക് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഡാറ്റാസും കാര്യങ്ങളൊക്കെ ആരുടെയുള്ള ഡാറ്റാബേസിലുള്ള. ഇനി യൂസേഴ്സ് ഉണ്ടെങ്കിൽ ഡാറ്റാബേസ് ഉള്ളൂ. കാരണം എന്താ, അത് ഉപയോഗിക്കാൻ ആരുമില്ല. ഞാനൊരു ഡാറ്റാബേസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഉപയോഗിക്കാനായിട്ട് ആരുമില്ല. അപ്പൊ എന്തില്ല, ഡാറ്റാബേസിന്റെ ആവശ്യമില്ല. അപ്പൊ ഡാറ്റാബേസിന് മെയിൻ ആയിട്ട് വേണ്ട ഒരാളാണ് എന്ത്, യൂസേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഇപ്പൊ ഡാറ്റാബേസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാറ്റാബേസ്, ഞങ്ങളുടെ ഡാറ്റാബേസിൽ ആരാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങളാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളാണ് നമ്മളുടെ യൂസേഴ്സ് എന്ന് പറയുന്നത്. ഇനി പ്രൊസീജിയേഴ്സ്, ഇറ്റ് റെഫേഴ്സ് ടു ദ ഇൻസ്ട്രക്ഷൻ ആൻഡ് റൂൾസ് governed to the design and use of a database. ഒരു ഡാറ്റാബേസ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് എന്തുണ്ടാവും, ഇൻസ്ട്രക്ഷൻ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അതിനെയാണ് എന്താ പറയാ, പ്രൊസീജിയർ എന്ന് പറയാം. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് കൊടുത്തിട്ടുണ്ടാവും. അതായത് ഒരു ഡാറ്റാബേസ് ആർക്ക് വേണമെങ്കിലും മാനേജ് ചെയ്യാൻ പറ്റും. അത് എല്ലാ എന്താണ് സിമിലർ സ്റ്റെപ്സും കാര്യങ്ങളായിരിക്കും. ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണോ? കമ്പോണൻസ് ഓക്കെ ആണോ? ഓക്കെ, ഇനി നമുക്ക് വരുന്നതാണ് ഡാറ്റ ഓർഗനൈസേഷൻ. അതായത് ഇതിൽ 3 കാര്യങ്ങളുണ്ടാ. ഫീൽഡ്, റെക്കോർഡ്, ഫയൽ. ഓർക്കുന്നുണ്ടോ ഫീൽഡ്, റെക്കോർഡ്, ഫയൽ എന്ന് പറയുന്നത്? അതായത് നിങ്ങൾ ഒരു ഡാറ്റാബേസിൽ ഡാറ്റ കയറ്റി ചെയ്യണമെങ്കിൽ ഇവിടെ നോക്കാം. ഡാറ്റാബേസ് എന്ന് പറയുന്നത് എ കളക്ഷൻ ഓഫ് ഫയൽസ് അസോസിയേറ്റഡ് വിത്ത് ആൻ ഓർഗനൈസേഷൻ. ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഒരുപാട് ഫയലുകൾ കൂടി ചേർന്നതിന് എന്താ പറയാ, ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫയൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ കുറെ ഫയലുകൾ കൂടി ചേർന്ന്. ഇവിടെ നോക്കാം, ഫസ്റ്റ് വൺ ഫീൽഡ് ആണ്. അതായത് നിങ്ങളുടെ ഒരു ഡാറ്റ നിങ്ങൾ കൊടുത്തു, അതെന്തായി, ഒരു ഫീൽഡാണ്. നിങ്ങളുടെ ഡാറ്റ കൊടുത്തേക്കുന്നതാണ് ഫീൽഡാണ്. ഇനി റെക്കോർഡ് എന്ന് പറയുന്നത് എ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഫീൽഡ്സ്. ഇപ്പൊ നിങ്ങളെല്ലാം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സ്റ്റുഡൻസാ. അപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ ഓരോ സ്റ്റുഡൻസും അവരുടെ എന്ത് ചെയ്തു, ഡാറ്റാസ് കൊടുത്തു. അപ്പൊ ഇതെന്താണ്, ഇതൊരു ഫീൽഡ്. ഇങ്ങനെ ഒരുപാട് ഫീൽഡുകൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ, ഒരേ ടൈപ്പിലുള്ള ഒരുപാട് ഫീൽഡുകൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതെന്തായി, റെക്കോർഡായി. ഇനി റെക്കോർഡ് വന്നു. പിന്നെ നെക്സ്റ്റ് എന്താ, ഫയലാണ്. എ കളക്ഷൻ ഓഫ് ഓൾ ഒക്കറൻസ് ഓഫ് സെയിം ടൈപ്പ് ഓഫ് റെക്കോർഡ്സ്. ഇതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ റെക്കോർഡാണ് ഞാൻ എടുത്തു വെച്ചേക്കുന്നത്. ഇതുപോലെ ഞാൻ എന്ത് ചെയ്തു, കമ്പ്യൂട്ടർ സയൻസിലെ സ്റ്റുഡൻസിന്റെ റെക്കോർഡ് എടുത്തു. അപ്പൊ ഇതെന്താ, ഒരുപാട് കമ്പ്യൂട്ടർ സയൻസ് കുട്ടികളുടെ ഫീൽഡുകൾ കൂടി ചേർന്ന് ഒരു റെക്കോർഡ് ഉണ്ടായി. ഇങ്ങനെ എല്ലാ റെക്കോർഡും കൂടി ഇരിക്കുന്ന സ്ഥലത്തിന് നമ്മൾ എന്ത് പറയും, ഫയൽ എന്ന് പറയും. എല്ലാ റെക്കോർഡും കൂടി അസൈൻ ചെയ്ത് വെച്ചെങ്കിൽ നമ്മൾ എന്ത് പറയും, ഫയൽ എന്ന് പറയും. ഇങ്ങനെ ഒരുപാട് ഫയൽസ്. ഇപ്പൊ നമ്മളുടെ +2ന്റെ ആണ് ഈ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തേക്കണേ. ഇനി +1ന്റെ ഞാൻ വേറൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ മൾട്ടിപ്പിൾ ഫയൽസ് ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന് എന്ത് പറയും, ഡാറ്റാബേസ് എന്ന് പറയും. എന്ത് പറയും, ഡാറ്റാബേസ് എന്ന് പറയും. ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? ഫീൽഡ്, ഫയൽ, റെക്കോർഡ്, ഈ 3 എണ്ണത്തിന്റെ ഡിഫറൻസ് കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണോ കേട്ടാ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിൽ പഠിക്കാനുള്ള കേസാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഹൈഡിങ് ദ കോംപ്ലക്സിറ്റി ഓഫ് ഡാറ്റാബേസ് ഡിസൈൻ ഫോർ ദ യൂസേഴ്സ്. ഇറ്റ് ഇംപ്ലിമെന്റ് ത്രൂ ദ 3 ലെവൽ. അതായത് എന്താണ്, ഓരോ വ്യൂവേഴ്സിനെ ബേസ് ചെയ്തിട്ട് ഡാറ്റാബേസിലെ കാര്യങ്ങൾ ആർക്കൊക്കെ കാണണം, എങ്ങനെയൊക്കെ കാണണം എന്ന് യൂസ് ചെയ്യുന്നതാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അതിൽ 3 ലെവൽസ് ഉണ്ട്. ഫിസിക്കൽ ലെവൽ, ലോജിക്കൽ ലെവൽ, വ്യൂ ലെവൽ. ഫിസിക്കൽ ലെവൽ എന്ന് പറയുന്നത് ദ ലോവസ്റ്റ് ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ ഡിസ്ക്രൈബ് ഹൗ ഡാറ്റ ഈസ് ആക്ച്വലി സ്റ്റോർഡ് ഇൻ എ സെക്കൻഡറി സ്റ്റോറേജ്. അതായത് നമ്മളുടെ ഡാറ്റ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് സേവ് ചെയ്ത് വെച്ചത്, അതായത് ശരിക്കും ആ ഡാറ്റ എങ്ങനെ ഇരിക്കുന്നത്, ആ ലെവലിനെയാണ് എന്താ പറയുക, ഫിസിക്കൽ ലെവൽ എന്ന് പറയാം. ലോജിക്കൽ ലെവൽ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഹയർ ലെവൽ അബ്സ്ട്രാക്ഷൻ ഡിസ്ക്രൈബ് വാട്ട് ഡാറ്റ സ്റ്റോർഡ് ഇൻ എ ഡാറ്റാബേസ് ആൻഡ് വാട്ട് ഇസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ് എക്സിസ്റ്റ് എമോങ് ദ ഡാറ്റ. അതായത് ഫിസിക്കൽ ലെവലിൽ എങ്ങനെയാണ് അത് ഇരിക്കുന്നതാണ്. ലോജിക്കൽ ലെവൽ വരുമ്പോൾ എന്ത് ടൈപ്പ് ഡാറ്റയാണ് അവിടെ ഇരിക്കുന്നത്, ആ ഡാറ്റകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, എന്താണ് ആ റിലേഷൻ എന്ന് കാണിക്കുന്നതാണ് എന്ത്, ലോജിക്കൽ ലെവൽ. ഇനി വ്യൂ ലെവൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹൈ ലെവൽ ഓഫ് ഡാറ്റാബേസ് അബ്സ്ട്രാക്ഷൻ. ഇറ്റ് ഈസ് ക്ലോസസ്റ്റ് ടു ദ യൂസേഴ്സ്. അതായത് നിങ്ങളുടെയൊക്കെ വളരെ അടുത്തായിട്ട് യൂസ് ചെയ്യുന്ന ഡാറ്റാബേസിൽ ഡാറ്റാസ് ഒക്കെ കൊടുക്കുന്നവരും അത് എടുക്കുന്ന ആൾക്കാരാണ് യൂസേഴ്സ്. അതായത് നിങ്ങളെ പോലുള്ളോ, നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ യൂസേഴ്സിനോട് വളരെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഇതാണ് എന്ത്, വ്യൂ ലെവൽ എന്ന് പറയുന്നത്. ഇറ്റ് ഡിസ്ക്രൈബ് ഓൺലി പാർട്ട് ഓഫ് ദ എൻറ്റയർ ഡാറ്റാബേസ്. അതായത് എന്താണ്, അതിൽ ഒരു ഫുൾ ഡാറ്റാബേസിന്റെ വളരെ ചെറിയ പാർട്ട് മാത്രം എന്ത് ചെയ്യുള്ളൂ, വ്യൂ ലെവലിൽ ഉണ്ടാവുള്ളൂ. ഫിസിക്കൽ ലോജിക്കൽ ലെവലിൽ നിന്നുണ്ടാവും ആ ഉള്ള എൻറ്റയർ ഡാറ്റാബേസിന്റെ റിലേഷൻ കാര്യങ്ങൾ എന്താണെന്ന് ഉണ്ടാവും. ഫിസിക്കൽ ലെവലിൽ നിന്നാണ് ആ എൻറ്റയർ ഡാറ്റാബേസ് എന്താണോ അതായിരിക്കും ഫിസിക്കൽ ലെവൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് വരുന്നൊരു കേസാണ് ഡാറ്റ ഇൻഡിപെൻഡൻസ്. ഡാറ്റ ഇൻഡിപെൻഡൻസ് പറയുന്നത് എന്താണ്, ദ എബിലിറ്റി ടു മോഡിഫൈ ദ സ്കീമ ഡെഫിനിഷൻ ഈസ് ഓൺ in one level without affecting the schema definition to the next higher level is called data independence. അതായത് സ്കീമ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്ട്രക്ചർ. ഈ ഫിസിക്കൽ ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഹയർ ആയതാണ് ലോജിക്കൽ ലെവലിൽ വ്യത്യാസം ഒന്നും വരാതെ ഫിസിക്കൽ ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ സ്ട്രക്ചറിൽ മാറ്റം വരുത്താം. ഇനി ലോജിക്കൽ ലെവലിൽ എന്ത് ചെയ്യാം, വ്യൂ ലെവലിൽ സ്ട്രക്ചറിന് കാര്യങ്ങളും വ്യത്യാസം വരാതെ എന്ത് ചെയ്യാം, ലോജിക്കൽ ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ സ്ട്രക്ചറിൽ എന്ത് ചെയ്യാം, മാറ്റം വരുത്താം. ഇങ്ങനെ മാറ്റം വരുത്തുന്നത് എന്താ പറയാ, ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയാം. അപ്പോൾ ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ദ എബിലിറ്റി ടു മോഡിഫൈ സ്കീമ ഫോളോഡ് അറ്റ് ഫിസിക്കൽ ലെവൽ വിത്തൗട്ട് അഫക്റ്റിംഗ് സ്കീമ ഫോളോഡ് ബൈ കൺസെപ്ച്വൽ ലെവൽ. അതായത് കൺസെപ്ച്വൽ ലെവൽ അല്ലെങ്കിൽ ലോജിക്കൽ ലെവലിൽ
ഉള്ള കാര്യങ്ങൾക്കൊന്നും മാറ്റം വരുത്താതെ ഫിസിക്കൽ ലെവലിലുള്ള സ്ട്രക്ചറും കാര്യങ്ങളും എങ്ങനെയൊക്കെ ഇരിക്കുന്ന ആ ഡാറ്റാബേസ് ഇരിക്കുന്ന രീതിയും കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുക, ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നത് എന്താ പറയുക, ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് പറയാം. ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ദ എബിലിറ്റി ടു മോഡിഫൈ കൺസെപ്ച്വൽ സ്കീമ വിത്തൗട്ട് കോസിങ് എനി ചേഞ്ചസ് ഇൻ സ്കീമ ഫോളോഡ് ബൈ വ്യൂ ലെവൽ. വ്യൂ ലെവലിൽ യൂസർ ആയിട്ട് ക്ലോസസ് ആയിട്ടുള്ള വ്യൂ ലെവലിൽ ഒരു മാറ്റവും വരുത്താതെ അതിന് തൊട്ട് താഴത്തുള്ള ലോജിക്കൽ ലെവൽ എന്ത് ചെയ്യാം, നമ്മൾ മാറ്റങ്ങൾ വരുത്തണം. അവിടെ അതിന് എന്താ പറയാ, ഡാറ്റ ഇൻഡിപെൻഡൻസ് ആണ്. അതായത് ഒരു ലെവലിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ അത് മുകളിൽ എന്ത് ചെയ്യില്ല, അഫക്ട് ചെയ്യില്ല. അതിനാണ് ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോടാ? ഓക്കെ, ഇനി നമുക്ക് വരുന്നതാണ് യൂസേഴ്സ് ഓഫ് ഡാറ്റാബേസ്. ഡാറ്റാബേസിന്റെ യൂസേഴ്സ് എന്ന് പറയുന്നത് മെയിൻ ആരാണ്? ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. ആരാ ഫസ്റ്റ് യൂസർ എന്ന് പറയുന്നത്? ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. അതെന്താ ചെയ്യുക? ദ പേഴ്സൺ ഹു റെസ്പോൺസിബിൾ ഫോർ കൺട്രോൾ ഓഫ് ദ സെൻട്രലൈസ്ഡ് ആൻഡ് ഷെയർഡ് ഡാറ്റ. ഡാറ്റാസിന്റെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഡാറ്റാസിനെ ഫുള്ള് നമുക്ക് എന്ത് ചെയ്യാം, മാനേജ് ചെയ്യാം. ഒരു ഡാറ്റാബേസിനെ മൊത്തത്തിൽ മാനേജ് ചെയ്യുന്ന ആരാ? അഡ്മിനിസ്ട്രേറ്റർ. ആൾക്കാണ് എന്ത് ഫുൾ പവർ. അടുത്തതാണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമർ. അതായത് കമ്പ്യൂട്ടേഴ്സ് പ്രൊഫഷണൽസ് ഹൂസ് ഇന്ററാക്ട് വിത്ത് ദ DBMS ത്രൂ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്. അതായത് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് യൂസ് ചെയ്തിട്ട് DBMS ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യുന്ന ആളുകളാണ് എന്ത്? ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ആരാണ്? സ്പെസിഫിക്കേറ്റഡ് യൂസേഴ്സ്. ദ ഇൻക്ലൂഡ് എഞ്ചിനീയേഴ്സ്, സയന്റിസ്റ്റ്, ബിസിനസ് അനാലിസിസ് and other who interact with the database through their own queries to generate information. അതായത് ഒരു ഡാറ്റാബേസ് ആയിട്ട് ഇവർ എന്ത് ചെയ്യും, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, ഇൻഫോർമേഷൻസും കാര്യങ്ങളും കളക്ട് ചെയ്യും. അതാണ് എന്ത്? സ്പെസിഫിക്കേറ്റഡ് യൂസേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ നൈവ് യൂസേഴ്സ്. നൈവ് യൂസേഴ്സ് ആരാണ്? നമ്മൾ. ആരാണ് നൈവ്? പീപ്പിൾ ആക്സസിങ് ഡാറ്റ ബൈ ഇൻവോക്കിംഗ് വൺ ഓഫ് ദ ആപ്ലിക്കേഷൻ പ്രോഗ്രാം, ക്ലിയറിംഗ് ക്ലീഷ്യൽ സ്റ്റാഫ് ആൻഡ് ഓഫീസ് ക്ലാസ് സ്റ്റാഫ് ആൻഡ് ബില്ലിംഗ് ക്ലർക്ക് ഇൻ എ സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഹോട്ടൽസ്, ബാങ്ക് ക്ലർക്ക് എക്സെട്ര ആർ എക്സാമ്പിൾ. അതായത് എന്ത് ചെയ്യാണ്, ഈ ബാങ്ക് ക്ലർക്ക് ആയാലും ബില്ലിംഗ് സ്റ്റാഫ് ആയാലും ക്ലേഷ്യർ സ്റ്റാഫ് ആയാലും ഇവരെല്ലാം എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളായാലും നമ്മുടെ പാരം പോർട്ടൽ ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഡാറ്റാസിന് മാത്രമേ ആക്സസ് ചെയ്യുള്ളൂ. നിങ്ങൾ വിന്നേഴ്സിന്റെ പാരം പോർട്ടൽ ഓപ്പൺ ചെയ്താൽ നിങ്ങളുടെ ഡാറ്റാസ് മാത്രമേ ആക്സസ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഓരോ പാരം പോർട്ടലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളുടെ ഡാറ്റ മാത്രം, ഇപ്പൊ ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ എന്റെ ഡാറ്റ മാത്രം, അങ്ങനെ ഓരോരുത്തരുടെ ഡാറ്റ മാത്രം ഓപ്പൺ ചെയ്യുന്നത് എന്ത് പറയും, നൈവ് യൂസേഴ്സ് എന്ന് പറയും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. അപ്പൊ യൂസേഴ്സ് ആരൊക്കെ ഉണ്ട്? ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്, AP ഉണ്ട്, ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് ഉണ്ട്, SU ഉണ്ട്, സ്പെസിഫിക്കേറ്റഡ് യൂസേഴ്സ് ഉണ്ട്, പിന്നെ ലാസ്റ്റ് വൺ ആരുണ്ട്? നൈവ് യൂസേഴ്സ് ഉണ്ട്. ക്ലിയർ ആണോടാ? ഓക്കെ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം, റിലേഷണൽ ഡാറ്റ മോഡൽ, അതായത് RDBMS. അതായത് എന്താണ്? ഈ ഡാറ്റാ ബേസിൽ നമുക്ക് എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഈ കുറച്ച് കമാൻഡ്സ് ഒക്കെ ഉണ്ട്, അതായത് നമുക്ക് എളുപ്പത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതായത് ഒന്നിനെ സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യണം, അങ്ങനെ കുറച്ച് കമാൻഡുകളൊക്കെ ഉണ്ട്. അതിന് എന്താ പറയുക, റിലേഷണൽ ഡാറ്റ മോഡൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മോഡൽ ഓഫ് DBMS ദാറ്റ് റെപ്രസെന്റ് ഡാറ്റാബേസ് ആസ് എ കളക്ഷൻ ഓഫ് ടേബിൾസ് കോൾഡ് റിലേഷൻസ്. അതായത് എന്താണ്, ഈ നമ്മളുടെ ഡാറ്റാബേസിൽ, ഈ ഡാറ്റാബേസിൽ എല്ലാ സാധനം ഡാറ്റാസ് നമ്മൾ എന്താണ് അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഒരേപോലെ. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഒക്കെ ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളുടെയൊക്കെ ഓരോ യൂസർ IDs എന്ത് ചെയ്യണം, ഓരോരുത്തരുടെ യൂസർ ID, പാസ്വേഡ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അവരുടെ ഡാറ്റാസ് ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെ അലൈൻ ചെയ്ത് വെച്ചേക്കുന്നത് എന്താണ്, ഒരു ടേബിൾ ഫോർമാറ്റിലാണ്. ഈ ടേബിളിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, റിലേഷൻ എന്ന് പറയും. ഓക്കെ, ടേബിൾസിന് നമ്മൾ എന്താ പറയാ, റിലേഷൻസ് എന്നാണ് പറയാ. ഒരു ടേബിളിനെ പറയുന്ന പേരാണ് റിലേഷൻസ്. Most of the database products are based on the relational models and they are known as relational database management. അതായത് എല്ലാ ഡാറ്റാബേസിലും, മിക്ക ഡാറ്റാബേസ് എന്താണ് ടേബിൾ ഫോർമാറ്റിലാണ് കാണുക. അപ്പോൾ ഇതിന് നമ്മൾ പറയുന്ന പേരാണെന്ത്, റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇതിന് വേണ്ടി നമ്മൾ കുറച്ച് ലാംഗ്വേജസ് ഒക്കെ യൂസ് ചെയ്യും, കുറച്ച് സിസ്റ്റംസ് ഒക്കെ യൂസ് ചെയ്യും. അതിന് വരുന്ന ആളുകളാണ് ആരൊക്കെ, ഒറാക്കിൾ, മൈക്രോസോഫ്റ്റ് SQL സെർവർ, MySQL എന്ന് പറയുന്നത്. നമുക്ക് ആരെ പഠിക്കാനുള്ളത്, MySQL ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് ആളുകളുണ്ട്, ആളുകളുടെ പേരും കാര്യങ്ങളൊക്കെ പറയണം. ഒരു ടേബിളിന്റെ ഉള്ളിലുള്ള റോയും കോളത്തിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, വേറെ പേരും കാര്യങ്ങളൊക്കെ പറയും. സർ നെക്സ്റ്റ് ഒന്ന്. ഓക്കെ, ഫസ്റ്റ് വൺ വരുന്നതാണ് എൻറ്റിറ്റി. എൻറ്റിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ പേഴ്സൺ ഓർ എ തിങ് ഇൻ ദ റിയൽ വേൾഡ് ദാറ്റ് ഈസ് ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം ദ അതേഴ്സ്. അതായത് നമ്മൾ എന്താണ്, നിങ്ങളുടെ ഒരു നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ റെക്കോർഡ്സ് എടുത്തു. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും എന്താണ്, ആ സ്കൂളിലെ എൻറ്റിറ്റീസ് ആണ്, നിങ്ങളുടെ ടേബിളിലെ ഓരോ എൻറ്റിറ്റീസ് ആണ്. അതായത് ഓരോ ഒരു പോർഷൻസിന് എന്താ പറയാ, എൻറ്റിറ്റി എന്ന് പറയാം. റിയൽ വേൾഡ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു ഒബ്ജക്റ്റിനെയാണ് നമ്മൾ എൻറ്റിറ്റി എന്ന് പറയാം. റിലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഡാറ്റ ഓർഗനൈസ്ഡ് ഇൻ ദ ഫോം ഓഫ് റോസ് ആൻഡ് കോളംസ്. എ റിലേഷൻ ഈസ് ഓൾസോ കോൾഡ് ടേബിൾ. റിലേഷൻ എന്ന് പറയുന്നത് ടേബിൾസിനെയാണ് നമ്മൾ എന്താ പറയാ, റിലേഷൻ എന്ന് പറയാം. നെക്സ്റ്റ് വൺ ആരാണ്, ടപ്പിൾ. ടപ്പിൾ എന്ന് പറയുന്നത് ടേബിളിലെ റോസ്, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പോർഷൻ, റോസിനെയാണ് നമ്മൾ എന്താ പറയാ, ടപ്പിൾ എന്ന് പറയാ. ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്, ആട്രിബ്യൂട്ട് മീൻസ് ദ കോളംസ് ഓഫ് റിലേഷൻസ് ആർ കോൾഡ് ആട്രിബ്യൂട്ട്സ്. അതായത് കോളത്തിനെയാണ് എന്താ പറയാ, ആട്രിബ്യൂട്ട് എന്ന് പറയാം. ഇനി നെക്സ്റ്റ് വൺ, ഡിഗ്രി, കാർഡിനാലിറ്റി. ഇത് രണ്ടും നമ്മൾ ഡിഫറൻസ് അറിഞ്ഞിരിക്കണം. ഡിഗ്രി എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് ഇൻ എ റിലേഷൻ ഡിറ്റർമൈൻസ് ദ ഡിഗ്രി ഓഫ് ദ റിലേഷൻ. ആട്രിബ്യൂട്ട്സ് ഒരു
ടേബിളിൽ എത്ര കോളംസ് ഉണ്ടോ അതിനെയാണ് എന്താ പറയാ ഡിഗ്രി എന്ന് പറയാ. കാർഡിനാലിറ്റി എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് റോസ് ഓർ ടപ്പിൾസ് ഇൻ എ റിലേഷൻ ഇസ് കോൾഡ് കാർഡിനാലിറ്റി. ഒരു ടേബിളിൽ എത്ര നമ്പർ ഓഫ് റോസ് ഉണ്ടോ അതിനെ എന്താ പറയാ കാർഡിനാലിറ്റി എന്ന് പറയാം. ഇനി നെക്സ്റ്റ് എന്താണ് ഡൊമൈൻ ആണ്. ഇറ്റ് ഇസ് എ പൂൾ ഓഫ് വാല്യൂസ് ഇൻ ഗിവൺ ഇൻ എ ടേബിൾ. ഒരു ടേബിളിൽ നമ്മൾ എന്തോരം വാല്യൂ കൊടുക്കുന്നുണ്ടോ അതിന് എന്താ പറയാ ഡൊമൈൻ എന്ന് പറയാ. സ്കീമ എന്ന് പറയുന്നത് അതിന്റെ സ്ട്രക്ചർ ആണ്. എന്താണ് സ്ട്രക്ചർ ആണ്. ഒരു ഡാറ്റാ ബേസിന്റെ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്താ പറയാ സ്കീമ എന്ന് പറയാ. ഓക്കെ, സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു രീതി ഉണ്ടാവും. അതായത് കോളംസ് ഇങ്ങനെ ടേബിൾസ് ഇത്ര റോസ് ഉണ്ട് അങ്ങനെയൊക്കെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. ആ സ്ട്രക്ചർ നമ്മൾ സ്കീമ എന്ന് പറയും. ഇനി ഇൻസ്റ്റൻസ്, ആൻ ഇൻസ്റ്റൻസ് ഓഫ് എ റിലേഷൻ ഈസ് സെറ്റ് ഓഫ് ടപ്പിൾസ് ഇൻ ഇറ്റ്. അതായത് ഇതിലുള്ള ഒരു റിലേഷനിലുള്ള നമ്പർ ഓഫ് റോസ്, എത്ര റോസും കാര്യങ്ങളും ഉണ്ടോ അതിന് എന്താ പറയാ ഇൻസ്റ്റൻസ് എന്ന് പറയാം. റിലേഷൻസും ആ ടപ്പിൾസും അതായത് റോയും ആ ഒരു ടേബിളും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ എന്താ പറയാ ഇൻസ്റ്റൻസ് എന്ന് പറയാം. ക്ലിയർ ആണോടാ? ഓക്കെ ആണോ? ഇൻസ്റ്റൻസ് ആണ്. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്നത് എന്താണ്? ഇതാ ഈ കൊടുത്തേക്കുന്ന ഈ കോളംസ് അഡ്മിഷൻ നമ്പർ, റോൾ നമ്പർ, നെയിം, ബാച്ച്, മാർക്ക്, റിസൾട്ട്, ഇതെല്ലാം ആരാണ്? ആട്രിബ്യൂട്ട്സ്. കോളംസിന് എന്താ പറയാ ആട്രിബ്യൂട്ട്സ്. ഇനി ഇതാ ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് കൊടുത്തേക്കുന്ന ഇതെല്ലാം എന്താണ്? ടപ്പിൾസ് ആണ്. ഇതിനെല്ലാം എന്താ പറയാ ടപ്പിൾസ് എന്ന് പറയാം. അപ്പൊ ഈ ഒരു ടേബിളിന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത്, അതായത് നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് നോക്കി കഴിഞ്ഞാൽ 1 2 3 4 5 6 എത്ര വരാ 6 ആയിരിക്കും. കാർഡിനാലിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് റോസ് നോക്കി കഴിഞ്ഞാൽ 1 2 3 4 5. മുകളിലുള്ള ഹെഡിങ് പോർഷൻ നമ്മൾ കൂട്ടോ? മുകളിലുള്ള ഹെഡിങ് പോർഷൻ നമ്മൾ എന്ത് ചെയ്യില്ല കൂട്ടില്ല, അതിന് താഴെയുള്ള പോർഷൻ. അപ്പൊ കാർഡിനാലിറ്റി എന്ന് പറയുന്നത് എന്താണ് 5 ആണ്. ഇനി ഡൊമൈനോ എന്ന് പറയുന്നത് ഡൊമൈൻ ഓഫ് ബാച്ച്. ഡൊമൈൻ എന്ന് പറയുമ്പോൾ ആരൊക്കെ ഉണ്ട് ഇവിടെ? സയൻസ്, കൊമേഴ്സ്, മാത്സ്, ഹ്യൂമാനിറ്റീസ്, ഇതെല്ലാം എന്താണ് ഇതില ഡൊമൈൻ ആണ്. ഈ കൊടുത്തേക്കുന്ന എല്ലാം എന്താണ് ഇതില ഡൊമൈൻസ് ആണ്. ക്ലിയർ ആണോടാ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ കാർഡിനാലിറ്റി കൂട്ടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ ഹെഡിങ് നമ്മൾ എന്ത് ചെയ്യില്ല കാർഡിനാലിറ്റിയിൽ കൂട്ടില്ല, നമ്പർ ഓഫ് റോസിൽ കൂട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് കീസ് ആണ്. കീസ് എന്ന് പറയുന്നത് നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഓരോന്നിനും നമ്മൾ സെലക്ട് ചെയ്ത് പറയാൻ വേണ്ടി നമ്മൾ കുറച്ചാൾ യൂസ് ചെയ്യുന്നു. അതിന് എന്താ പറയാ കീസ് എന്ന് പറയാ. കാർഡിനേറ്റ് കീ ഉണ്ട്, പ്രൈമറി കീ ഉണ്ട്, ഓൾട്ടർനേറ്റ് കീ ഉണ്ട്, ഫോറിൻ കീ ഉണ്ട്. എത്ര കീസ് ഉണ്ട്? കാർഡിനേറ്റ് കീ, പ്രൈമറി കീ, ഓൾട്ടർനേറ്റ് കീ, ഫോറിൻ കീ, ഇത്രയും കീസ് ഉണ്ട്. കാർഡിനേറ്റ് കീ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മിനിമൽ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട് ദാറ്റ് യുണീക്ലി ഐഡന്റിഫൈ ദ റോസ് ഇൻ എ റിലേഷൻ. ഒരു റോയില, അതായത് ഒരു ടേബിളില റോസിനെ യുണീക്ക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ട്, അതായത് നിങ്ങളുടെയൊക്കെ എന്താ പറയാ ഒരു പർട്ടിക്കുലർ നമ്പർ കൊടുത്ത് നിങ്ങളൊന്ന് പേരൊക്കെ കൊടുത്ത് ഇങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ടാവും. ഓരോന്നും തമ്മിൽ ഒരു യൂണീക്ക് ഐഡന്റിറ്റി ഉണ്ടാവും. അതിന് എന്താ പറയാ കാർഡിനാലിറ്റി എന്ന് പറയാം. ഇനി പ്രൈമറി കീ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വൺ ഓഫ് ദ കാർഡിനേറ്റ് കീ ചൂസ് ടു യുണീക്ലി ഐഡന്റിഫൈ ദ ടപ്പിൾ വിത്തിൻ ദ റിലേഷൻ. അതായത് ഒരു ടേബിളിലുള്ള ഒരു റോയിനെ എൻറ്റയർ റോയിനെ എന്ത് ചെയ്യാ നമുക്ക് അറിയാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ഇതിനെന്താ പറയാ പ്രൈമറി കീ എന്ന് പറയാം. ഇപ്പൊ നിങ്ങളുടെ ഡാറ്റാ ബേസിൽ, നമ്മുടെ ഡാറ്റാ ബേസിൽ, വിന്നേഴ്സിന്റെ ഡാറ്റാ ബേസിൽ നിങ്ങളുടെ റോൾ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? അത് നിങ്ങളുടെ ഒരു പ്രൈമറി കീ, ഇവിടുത്തെ പ്രൈമറി കീ. കാരണം നിങ്ങളുടെ റോൾ നമ്പർ ആർക്കും മാത്രമേ നിങ്ങൾക്ക് മാത്രമേ ആ സൈറ്റിൽ ആ റോൾ നമ്പർ അതിനെ റിലേറ്റ് ചെയ്ത ഡാറ്റാസ് എല്ലാം ഇരിക്കുന്നതാണ് നിങ്ങളുടെ റോൾ നമ്പറാണ്. നിങ്ങളുടെ പേരും നെയിമും കാര്യങ്ങളും കോൺടാക്ട് ഡീറ്റെയിൽസ് മാർക്ക് കാര്യങ്ങളെല്ലാം ഇരിക്കുന്ന ആരില്ല നിങ്ങളുടെ റോൾ നമ്പറാണ്. അപ്പൊ അതെന്താണ് ഒരു പ്രൈമറി കീ ആണ് ടേബിളിൽ. അപ്പൊ അതേപോലെ ഓരോരുത്തരെയും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് നമ്മൾ യുണീക്ക് ആയിട്ട് വെക്കുന്ന സാധനമാണ് പ്രൈമറി കീ എന്ന് പറയാം. ഓൾട്ടർനേറ്റ് കീ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കാർഡിനേറ്റ് കീ ദാറ്റ് ഈസ് നോട്ട് ചൂസൺ ആസ് പ്രൈമറി കീ. അതായത് എന്താണ് പ്രൈമറി കീ അല്ല, അതാ നമ്മൾ ആരൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ എന്താ പറയാ ബാക്കി കാർഡിനേറ്റ് കീസിനെല്ലാം എന്താ പറയാ ഓൾട്ടർനേറ്റ് കീ എന്ന് പറയാം. ഇനി ഫോറിൻ കീ എന്ന് പറയുന്നത് എ കീ ഇൻഡിക്കേറ്റ് ടേബിൾ കോൾഡ് ഫോറിൻ കീ. ഇറ്റ് ഈസ് എ പ്രൈമറി കീ ഇൻ അനദർ ടേബിൾ. അതായത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ടേബിൾ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ നമ്മൾ കുറെ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പ്രൈമറി കീ ഈ ഒരു ബോക്സ് ആണെന്ന് വിചാരിച്ചോ. പക്ഷെ ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ റോസിലുള്ള ആളുകളെ വെച്ചിട്ട് വേറൊരു കോളം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റോസിലുള്ള ആളുകൾ ഇവിടെ പ്രൈമറി കീ ആയിട്ട് യുണീക്ക് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ ഫോറിൻ കീ എന്ന് പറയാം. അതായത് ഒരു ടേബിളില നോർമൽ ആയിട്ടുള്ള കാർഡിനേറ്റ് കീ മറ്റൊരു ടേബിളിന്റെ പ്രൈമറി കീ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഈ ടേബിളിന്റെ സബായിട്ട് വരുന്ന ടേബിളിന്റെ പ്രൈമറി കീ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ആര് പറയും ഫോറിൻ കീ എന്ന് പറയും. ക്ലിയർ ആണോടാ? ഓക്കെ ആണോ? ഫോറിൻ കീ എന്ന് പറയുന്നത്. ഓക്കെ, ഫോറിൻ കീയും പ്രൈമറി കീയും തമ്മിലുള്ള ഡിഫറൻസ് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നതാണ് എന്ത് റിലേഷണൽ ഓൾജിബ്ര എന്ന് പറയുന്നത്. റിലേഷണൽ ഓൾജിബ്ര എന്ന് പറയുന്നത് the collection of operations is used to manipulate the entire relation of database is known as relational algebra. അതായത് ഒരു entire ഡാറ്റാബേസിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ പല കാര്യങ്ങളും നമുക്ക് ചെയ്യണം. അതായത് ഓരോന്നിനെ സെലക്ട് ചെയ്യണം, ചിലപ്പോൾ എഡിറ്റ് ചെയ്യണം, ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ആളുകളെ നമ്മൾ എന്താ പറയുക റിലേഷൻ ഓൾജിബ്ര എന്ന് പറയുന്നത്. അതിൽ ആരൊക്കെ ഉണ്ട്? സെലക്ട്, പ്രൊജക്ട്, യൂണിയൻ, ഇന്റർസെക്ഷൻ, സെറ്റ് ഡിഫറൻസ്, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്, ഇത്രയും ആളുകളാണ് നമ്മൾ എന്താ പറയുക റിലേഷൻ ഓൾജിബ്രയിൽ വരുന്നത്. ഇവരാരൊക്കെയാണ്, ഇതിന്റെ സിമ്പൽ എന്താണ്, എങ്ങനെ കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഇപ്പോൾ നോക്കാം. നെക്സ്റ്റ് നോക്കട്ടെ സർ.
ഫസ്റ്റ് വരുന്ന കേസ് ആയിരുന്നു എന്ത് സെലക്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സെലക്ട് എ റോ ഫ്രം എ റിലേഷൻ. റിലേഷൻ എന്ന് പറഞ്ഞാൽ തല ഫിക്സ് ചെയ്യാത്ത റിലേഷൻ എന്ന് പറയുന്നത് ടേബിൾ. ഒരു ടേബിളിൽ നിന്ന് ഒരു റോയിനെ എടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആര് സെലക്ട് എന്ന് പറയുന്നത്. സെലക്ട് എന്ന് പറയുന്നത് റോയിൽ ഒരു ടേബിളിൽ നിന്ന് റോയിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ സെലക്ട് യൂസ് ചെയ്യുന്നു. സാറ്റിസ്ഫൈ ഗിവൺ കണ്ടീഷൻ ദിസ് ഓപ്പറേഷൻ ഈസ് ഡിനോട്ട് യൂസിങ് ലോവർ കേസ് ലെറ്റർ സിഗ്മ. സെലക്ടിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഏതാണ് സിഗ്മ. സെലക്ട് സിഗ്മ, സെലക്ട് സിഗ്മ മൈൻഡ് കേട്ട് വെച്ചോളണം. എന്താണ് സെലക്ട്, ഇതെന്താണ് സിന്റാക്സ് എന്താണ് സെലക്ട് കൊടുക്കും, കണ്ടീഷൻ കൊടുക്കും, റിലേഷൻ റിലേഷൻ എന്ന് പറഞ്ഞാൽ ടേബിളിന്റെ നെയിം നമ്മൾ കൊടുക്കും. ദ റിസൾട്ട് ഓഫ് സെലക്ട് ഓപ്പറേഷൻ ഈസ് അനദർ റിലേഷൻ കണ്ടെയ്നിങ് ഓൾ ദ സാറ്റിസ്ഫൈങ് റോസ്. അതായത് എന്ത് ചെയ്തു, ഞാൻ എന്ത് ചെയ്തു, ഒരു ടേബിളിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ഒരു സ്റ്റുഡന്റ് വേണം, നെയിം എന്ന് പറഞ്ഞൊരു നെയിമും വേണ്ട, ഇപ്പൊ ഒരു റോൾ നമ്പർ കൊടുക്കാം. ഇപ്പൊ BM067 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആരെങ്കിലും റോൾ നമ്പർ ആണ്. ഓക്കെ, ഈ റോൾ നമ്പറിലുള്ള കുട്ടിയുടെ അതേ റോ ഫുള്ളി എനിക്ക് സെലക്ട് ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് കൊടുത്താൽ മതി, സെലക്ട് BM067 ഫ്രം റിലേഷൻ. റിലേഷൻ എന്ന സ്റ്റുഡന്റ് ആണ്. അതിൽ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ ഇതിലുള്ള എൻറ്റയർ റോസിലുള്ള ഡാറ്റാസ് എന്ത് ചെയ്യും, വേറൊരു ടേബിൾ പോലെ എനിക്ക് എന്ത് ചെയ്യും കാണാൻ പറ്റും. അങ്ങനെ കാണാനാണ് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ഉപയോഗിക്കുക. ക്ലിയർ ആണോടാ? ഓക്കെ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. അടുത്തെന്ന് പറയുന്നത് ആരാണ്, പ്രൊജക്റ്റ് ആണ്. പ്രൊജക്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ആരാണ്, ഇറ്റ് സെലക്ട് സർട്ടൻ ആട്രിബ്യൂട്ട് ഫ്രം ദ ടേബിൾ ആൻഡ് ഫോംസ് എ ന്യൂ റിലേഷൻ. അതായത് എന്താണ്, കുറച്ച് ആട്രിബ്യൂട്ട്സിനൊക്കെ സെലക്ട് എടുത്തിട്ട് പുതിയൊരു റിലേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്താ പറയാ, പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. പ്രൊജക്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്താണ്, പൈ ആണ്. ഓക്കെ, അതായത് ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് എന്ത് ചെയ്യും, കോളംസിനെ സെലക്ട് ചെയ്തിട്ട് അത് മാത്രം, അതായത് നമ്മളൊരു ടേബിളിൽ നിന്ന് ചില കോളംസിന് മാത്രം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, പുതിയൊരു ടേബിൾ ഉണ്ടാക്കുന്നതിന് എന്താ പറയാ, പ്രൊജക്ട് ഓപ്പറേഷൻ പറയാം. നെക്സ്റ്റ് വന്നിട്ട് സർ. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് യൂണിയൻ ആണ്. യൂണിയൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബൈനറി ഓപ്പറേഷൻ ആൻഡ് ഇറ്റ് റിട്ടേൺസ് ദ റിലേഷൻ കണ്ടെയ്നിങ് ഓൾ ടപ്പിൾസ് അപ്പിയറിംഗ് ഇൻ ദ ഐദർ ബോത്ത് ഓഫ് ദ ടു സ്പെസിഫൈഡ് റിലേഷൻ. അതായത് എന്താണ്, രണ്ട് ടേബിൾസ് ഉണ്ടെന്ന് വിചാരിച്ചോ, ആ രണ്ട് ടേബിൾസിലും കോമൺ ആയിട്ടുള്ളവരുണ്ടാവും. രണ്ട് ടേബിൾസ് ഉണ്ടാവും, ഒരുപോലെ ഉള്ളവരുണ്ടാവും. അവർ രണ്ടുപേരും കമ്പൈൻ ചെയ്യുന്നതിന് എന്താ പറയാ, യൂണിയൻ എന്ന് പറയാം. രണ്ടുപേരും ടേബിളിനെ കൂടി, അതായത് രണ്ട് ടേബിൾസിനെ കമ്പൈൻ ചെയ്ത് ഒരൊറ്റ ടേബിൾ ആക്കി കഴിഞ്ഞാൽ നമ്മൾ അതിന് എന്ത് പറയും, യൂണിയൻ എന്ന് പറയും. ഓക്കെ, ഒരേ സെയിം നമ്പർ ഓഫ് കോളംസും സെയിം നമ്പർ ഓഫ് റോസ് ആണെങ്കിൽ അതിനെ തമ്മിൽ കമ്പൈൻ ചെയ്ത് എന്ത് ചെയ്തു, പുതിയൊരു ടേബിൾ ഉണ്ടാക്കി. രണ്ട് ടേബിൾസിനെ കമ്പൈൻ ചെയ്ത് പുതിയ ടേബിൾ ഉണ്ടാക്കി നമ്മൾ അതിന് എന്ത് പറയും, യൂണിയൻ ഓപ്പറേഷൻ എന്ന് പറയും. ഇനി ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ ഇതാണ്. ഇത് യുവിനെ തലയിരിച്ചത്, യൂണിയനെ യു എന്ന് പറഞ്ഞ സിമ്പിൾ ആണ് യൂസ് ചെയ്യുക. യുവിനെ തലയിരിച്ചു കഴിഞ്ഞാൽ ഇന്റർസെക്ഷൻ ആയി. ഇന്റർസെക്ഷൻ ഓപ്പറേഷൻ എന്താ ചെയ്യുന്നത്, അവിടെ എന്ത് ചെയ്യും, രണ്ട് റിലേഷൻസിലാ കോമൺ ആയിട്ടുള്ളവരെ മാത്രം ചൂസ് ചെയ്തിട്ട് വേറൊരു പുതിയ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയാ, ഇന്റർസെക്ഷൻ എന്ന് പറയാം. ഇറ്റ് ഇസ് ഓൾസോ എ ബൈനറി ഓപ്പറേഷൻ. ഇറ്റ് റിട്ടേൺസ് എ റിലേഷൻ കണ്ടെയ്നിങ് ദ ടപ്പിൾസ് ആർ അപ്പിയറിംഗ് ഇൻ ബോത്ത് ഓഫ് ദ ടു സ്പെസിഫൈഡ് റിലേഷൻ. രണ്ട് റിലേഷൻസിലും ഒരുപോലുള്ള ടപ്പിൾസിൽ എന്ത് ചെയ്ത് കമ്പൈൻ ചെയ്ത് പുതിയൊരു റിലേഷൻ, അതായത് പുതിയൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തെന്ന് പറയാ, ഇന്റർസെക്ഷൻ ഓപ്പറേഷൻ എന്ന് പറയും. ഇനി സെറ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. It also a binary operation and it returns a relation containing the tuple appearing in the first relation but not in the second relation. രണ്ട് ടേബിൾസ് ഉണ്ടാവും. ആ ടേബിൾസിൽ ഫസ്റ്റിൽ ഉണ്ടാവും, അതായത് ഫസ്റ്റ് റിലേഷൻ ഉള്ളതും സെക്കൻഡിലുള്ളതും. അതായത് നമ്മളിപ്പോ മൈനസ് ഒക്കെ ചെയ്യുന്നില്ലടാ, മൈനസ് ഒക്കെ ചെയ്യുമ്പോൾ അതേ സ്റ്റെപ്പ് 10 നിന്ന് 2 കുറയ്ക്കാൻ എന്താണ്, 10 നിന്ന് 2 ഒഴിവാക്കും. ബാക്കി ആരുണ്ട്, 10 8 ഉണ്ട്, ആ 8 നമുക്ക് എടുക്കും. അതുപോലെ ഫസ്റ്റ് ടേബിളും സെക്കൻഡ് ടേബിളും ഉണ്ടാവും. ഇവിടെ എന്ത് ചെയ്തു, യൂണിയൻ ആൻഡ് ഡിഫറൻസ് ഞാൻ പറയാം. ഓക്കെ എടാ, ഒരു തവണ കൂടി പറയാം. യൂണിയൻ ആൻഡ് ഇന്റർസെക്ഷൻ തമ്മിലുള്ള ഡിഫറൻസ് സാറൊന്നുണ്ട്. എടാ, യൂണിയൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഒരു ടേബിൾ ഉണ്ട്. ഓക്കെ, എന്തുണ്ട്, നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിള്, ഇവിടെ ഒരു ടേബിൾ ഉണ്ടെന്ന് വിചാരിക്കുക, ഇവിടെയും ഒരു ടേബിൾ ഉണ്ട്. ഈ ടേബിളില് രണ്ടിലുള്ള കോളംസിന്റെ എണ്ണവും റോസിന്റെ എണ്ണവും സെയിം ആണെന്ന് വിചാരിക്കുക. കോളംസും റോസും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ടേബിളിനെ കൂടി കമ്പൈൻ ചെയ്ത് ഒരൊറ്റ ടേബിളായിട്ട് മാറ്റുന്നതിന് എന്താ പറയാ, നമ്മള് യൂണിയൻ എന്ന് പറയാം. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നതേ ഈ രണ്ട് ടേബിൾസിലും ഒരുപോലുള്ള, അതായത് ഇന്റർസെക്ഷൻ യൂസ് ചെയ്യുന്ന ഈ ഒരു സിമ്പിൾ ആണ്, യുവിനെ തലയിരിച്ച സിമ്പിൾ ആണ്. ഇവിടെ രണ്ട് ടേബിൾസിലും ഒരുപോലുള്ള ടപ്പിൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിനെ തമ്മിൽ കമ്പൈൻ ചെയ്ത് പുതിയൊരു ടേബിൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്തായി, ഇന്റർസെക്ഷൻ ആയി. ക്ലിയർ ആണോ ഇന്റർസെക്ഷൻ? ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് വരുന്ന ആരായിരുന്നു, സെറ്റ് ഡിഫറൻസ് ആയിരുന്നു. സെറ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞത്രേ ഉള്ളൂ, ഈ ടേബിളിലുണ്ട്, ഈ ടേബിളിൽ ഇല്ല. അതായത് രണ്ട് ടേബിളിൽ എന്തുണ്ട്, ഈ ടേബിളിലുണ്ട്, ഈ ടേബിളിൽ ഇല്ലാത്തവർ ഒഴിവാക്കും. അതായത് ഈ ടേബിളിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഈ രണ്ട് ടേബിളിലും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യും, ഫസ്റ്റ് ടേബിളിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളവരെ മാത്രം കാണിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും, സെറ്റ് ഡിഫറൻസ് ഓപ്പറേഷൻ എന്ന് പറയും. ഓക്കെ ആണോ സെറ്റ് ഡിഫറൻസ് എന്നുള്ളത്? ഓക്കെ, രണ്ട് ടേബിളിൽ നിന്നുണ്ട് കോമൺ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഈ ഫസ്റ്റ് ടേബിളിൽ നിന്ന് രണ്ടാമത്തെ ടേബിളിലുള്ള ആളെ, ഫസ്റ്റ് ടേബിളിൽ ഒരാളുണ്ട്, സെക്കൻഡ് ടേബിളിൽ നിന്നുണ്ട് വേറെ കുറച്ച് ആൾക്കാരുണ്ട്, പക്ഷെ രണ്ടിലും കോമൺ ആയിട്ട് ഒരാളുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ സെറ്റ് ഡിഫറൻസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേബിളിൽ എന്ത് ചെയ്യും, സെക്കൻഡ് ടേബിളിലുള്ള ആൾക്കാരെ ഫസ്റ്റ് ടേബിളിൽ നിന്ന് ഒഴിവാക്കും. എന്നിട്ട് എന്ത് ചെയ്യും, പുതിയൊരു ടേബിൾ കാണിച്ചു കഴിഞ്ഞാൽ
അത് സെറ്റ് ഡിഫറൻസ് ആയി. ഓക്കെ ആണോ? ഓക്കെ ആണോടാ? ഓക്കെ, ഇനി കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓപ്പറേഷൻ. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓപ്പറേഷൻ എന്ന് പറയത്തുള്ളൂ it is a returns a relation consisting all possible combinations of tuples and two operants relations. അതായത് എന്ത് ചെയ്യും, ടപ്പിൾസ് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് എങ്ങനെയൊക്കെ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള വരുമോ അങ്ങനെയുള്ള റിലേഷൻസ് എല്ലാം നമുക്ക് കാണിച്ചിട്ട്, അതായത് ഓരോ ടപ്പിൾസ് തമ്മിൽ, അതായത് ഓരോ റോസും വേറെ 2 ടേബിൾസ് എന്ന് കഴിക്കാം, 2 ടേബിൾസില ഓരോ റോസും തമ്മിൽ കമ്പൈൻ ചെയ്ത് എത്രത്തോളം ടേബിൾസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ആ ടേബിൾസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യും, കാണിച്ചു തരും. അതാണ് എന്താ പറയുക, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണോ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓപ്പറേഷൻ? ഓക്കെ, ഇപ്പൊ നമ്മൾ എന്താണ് ഡാറ്റാബേസിലുള്ള കാര്യങ്ങൾ എന്താണ്, എങ്ങനെ ഡാറ്റാബേസ് മാനേജ് ചെയ്യണം എന്നാണ് പഠിച്ചത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഒരാളുണ്ട്. ആരാണ്? SQL എന്ന് പറയുന്നത്, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമ്മൾ ലാസ്റ്റ് പഠിച്ച ചാപ്റ്റർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ അവസാനം പഠിച്ച അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലെ കണ്ടന്റ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറയാം. സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇതൊരു ലാംഗ്വേജ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഡാറ്റാബേസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് ഇസ് എ ലാംഗ്വേജ് ഡിസൈൻ ഫോർ മാനേജിംഗ് ഡാറ്റാബേസ്, RDBMS, റിലേഷണൽ ഡാറ്റാബേസ് ആണ്. RDBMS എന്ന് പറഞ്ഞാൽ റിലേഷണൽ ഡാറ്റാബേസ്, ടേബിൾ രൂപത്തിലുള്ള ഡാറ്റാബേസിനെ തമ്മിൽ മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ഫെസിലിറ്റീസ് ടു ക്രിയേറ്റ് എ ടേബിൾ, അതായത് ഒരു ടേബിളിനെ ക്രിയേറ്റ് ചെയ്യാൻ, അതിലോട്ട് ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്യാൻ, അതിൽ നിന്ന് വാല്യൂസിനെ നമുക്ക് റിട്രീവ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്യാൻ, അതിനെ ഡിലീറ്റ് ചെയ്യാൻ, എഡിറ്റ് ചെയ്യാൻ, ഇതിനൊക്കെ സഹായിക്കുന്ന ലാംഗ്വേജ് ആണ് എന്ത്, SQL എന്ന് പറയുന്നത്. SQLന്റെ മെയിൻ ആയിട്ട് 3 കമ്പോണൻസ് ആണുള്ളത്, DDL, DML, DCL. ആരൊക്കെ ഉണ്ട്? DDL ഉണ്ട്, DML ഉണ്ട്, DCL ഉണ്ട്. DDL എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. DDL മീൻസ് എന്താണ്? ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. DML ആരാണ്? ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. DCL എന്ന് പറയുന്നത് ഡാറ്റ കൺട്രോളിംഗ് ലാംഗ്വേജ്. DDL എന്താ ചെയ്യാ? 3 കാര്യങ്ങളാണ് DDL ചെയ്യുക. എന്തൊക്കെ ചെയ്യും? ഒരു ടേബിളിനെ ക്രിയേറ്റ് ചെയ്യും, ഓൾട്ടർ ചെയ്യും, ഡ്രോപ്പ് ചെയ്യും. എന്താണ് ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ പുതിയ ടേബിൾ ഉണ്ടാക്കാം, ഓൾട്ടർ ചെയ്യാന്ന് പറഞ്ഞാൽ മോഡിഫൈ ചെയ്യാം, ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ ടേബിളിനെ ഡിലീറ്റ് ചെയ്യാം. ഈ കാര്യം DDL ചെയ്യും. ഇനി DML ചെയ്യുമ്പോൾ എന്താണ്? അതിലെ വാല്യൂസിന് ഇൻസേർട്ട് ചെയ്യുക, റിട്രീവ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, ഡിലീറ്റ്, ഓരോ റോസ് ഡിലീറ്റ് ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്ന ആരാണ്? DML ആണ്. DCL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? നമുക്കൊരു പെർമിഷൻ തരാ, അതിന് റിവോക്ക് ചെയ്യുക, അതായത് വ്യൂ ചെയ്യാനുള്ള പെർമിഷൻസ് തരാ, അത് റിവോക്ക് ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്ന ആരാണ്? DCL ആണ്. അതാണ് ഡാറ്റ കൺട്രോളിംഗ് ലാംഗ്വേജ്. ഈ 3 കമ്പോണൻസ് ആണ് നമുക്ക് എന്തിനുള്ളത്, നമുക്ക് SQLനുള്ളത്. ഗ്രാൻഡ്, റിവോക്ക് ആണ് എന്ത്, DCLന്റെ കാര്യം വരുന്നത്. ഓക്കെ, അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. ഇതിന്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് അറിഞ്ഞിരിക്കണം. SQLന്റെ ഡാറ്റ ടൈപ്പ് ആരൊക്കെ യൂസ് ചെയ്യാൻ പറ്റും? നമുക്ക് ഇന്റ് ഓർ ഇന്റിജർ യൂസ് ചെയ്യാം. 2 വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം, ഇന്റിജർ എന്ന് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം, ക്യാപിറ്റൽ ലെറ്റർ വേണം. ഇനി ഡെക്ക് ഓർ ഡെസിമൽ കൊടുക്കാം. പോയിന്റ് ഉള്ളതാണെങ്കിൽ ഡെക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഡെസിമൽ കൊടുക്കാം. പിന്നെ ആരാണ്? ക്യാർ ഓർ ക്യാരക്ടർ കൊടുക്കാം. ഓക്കെ, പിന്നെ എന്താ പറയാ? വാർക്യാർ കൊടുക്കാം. രണ്ടും സെയിം ആണ്. ക്യാറും ക്യാരക്ടറും വാർക്യാറും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ടേബിൾ രൂപത്തിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് പഠിക്കണോട്ടോ മക്കളെ. ക്യാറും വാർക്യാറും തമ്മിലുള്ള ഡിഫറൻസ് എന്തായാലും പഠിക്കണം. ഓക്കെ, ക്യാർ ആണെങ്കിൽ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അവിടെ കൊടുക്കുന്നത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്പേസ് എടുക്കാൻ പറ്റില്ല. വാർക്യാർ എന്താണ്? ആ ലെങ്ത് എന്ത് ചെയ്യും? വേരി ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ കൊടുക്കുന്നതിൽ കൂടുതൽ, ആ ലെങ്ത്തിൽ കൂടുതൽ വാല്യൂസ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ വരുന്നതാണ് എന്ത്? ഡേറ്റും ടൈമും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇന്റിജറും ഡെസിമലും കാര്യങ്ങളും നമുക്കറിയാം. ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഡേറ്റും ടൈമും മാത്രമാണ് എന്ത് ചെയ്യുക? SQL പുതിയതായിട്ട് വരുന്ന ഒരു പുതിയ ഡാറ്റ ടൈപ്പ് ആയിട്ട് നമ്മൾ കേൾക്കുന്നുള്ളൂ. ഇവിടെ നമുക്ക് എന്താണ്? ഡെസിമൽ നമ്പർ കൊടുക്കാനായിട്ട് നമുക്ക് എന്താണ്? ഡെക്ക് 5,2, ഡെക്ക് ഡെസിമൽ 5,2 ഈ രീതിയിലൊക്കെ എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാം? നമുക്ക് മെൻഷൻ ചെയ്യാം. എത്ര ഡെസിമൽ പോയിന്റ്സ് ഉണ്ട്, കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. ഇനി ക്യാർ എന്ന് പറയുന്നത്, ക്യാർ ഇസ് എ ഫിക്സഡ് ലെങ്ത് ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് ഈസ് മെയിൻലി യൂസ്ഡ് വെൻ ദ ഡാറ്റാസ് ഇൻ എ കോളംസ് ആർ സെയിം ഓർ ഫിക്സഡ് ലെങ്ത്. അതായത് എന്താണ്? ഡാറ്റാസ് എല്ലാം എന്താണ്? ഒറ്റ ലെങ്ത്തും സെയിം ടൈപ്പ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ആര് യൂസ് ചെയ്യും? ക്യാർ യൂസ് ചെയ്യും. ഇനി നിങ്ങൾ കൊടുക്കുന്ന ടേബിളിൽ, ആ റോയിലൊക്കെ കൊടുക്കുന്ന, ഒരു കോളത്തിൽ കൊടുക്കുന്ന വാല്യൂസ് ഒക്കെ എന്താണ്? ഡിഫറെന്റ് ലെങ്ത് ആണെങ്കിൽ നമ്മൾ ആരെ യൂസ് ചെയ്യും? വാർക്യാർ യൂസ് ചെയ്യും. വാർക്യാർ എന്താ? ഫിക്സഡ് അല്ല, അതെന്ത് ചെയ്യും? ലെങ്ത് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി ഇതിലെ നമുക്ക് മെയിൻ ആയിട്ടുള്ള കമാൻഡുകൾ ഏതൊക്കെയാ ഉള്ളത്? ക്രിയേറ്റ് ടേബിൾ. ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള സിന്റാക്സ് ഉണ്ട്. എന്താണ്? ക്രിയേറ്റ് ടേബിൾ, ടേബിൾ നെയിം കൊടുക്കുക. എന്ത് കൊടുക്കുക? ക്രിയേറ്റ് ടേബിൾ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ടേബിൾ നെയിം കൊടുക്കുക. ടേബിളിന്റെ നെയിം നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക. അതിനുള്ള എന്താണ്? നമ്മൾ കോളൻ നെയിം കൊടുക്കും, അതിന്റെ ഡാറ്റ ടൈപ്പ് കൊടുക്കും, കൺസ്ട്രെയിൻ കൊടുക്കും. കൺസ്ട്രെയിൻ ഏതാണ്? പ്രൈമറി ആണോ, ഓട്ടോ ഇൻക്രിമെന്റ്, നോട്ടിനുള്ള, ഇതൊക്കെയാണ് എന്താ പറയാ? കൺസ്ട്രെയിൻ എന്ന് പറയാം. പ്രൈമറിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ടേബിളിൽ നിങ്ങളുടെ ആ ഫസ്റ്റ് റോ ആണെങ്കിൽ ആ ടേബിളിലെ ഫസ്റ്റ് കോളത്തിലുള്ള വാല്യൂസ് എന്താണ്? നിങ്ങൾക്ക് പ്രൈമറിക്ക് ആയിട്ട് സെറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ പ്രൈമറിക്ക് കൊടുക്കാം. ഇനി ഓട്ടോ ഇൻക്രിമെന്റ് എന്ന് വെച്ചാൽ ഒന്ന് വെച്ച് കൂടി പോകണം. അങ്ങനെയാണെങ്കിൽ ഓട്ടോ ഇൻക്രിമെന്റ് കൊടുക്കാം വാല്യൂസ്. നോട്ടിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? അതിൽ നൾ വാല്യൂ വരാൻ പാടില്ല. ഡിഫോൾട്ട് ആയിട്ട് ഏതെങ്കിലും വാല്യൂ സെറ്റ് ചെയ്യണം, അതിന് നോട്ട് നൾ കൊടുക്കും. യൂണീക്ക് ആണെന്ന് പറഞ്ഞാൽ അതെന്താണ്? മറ്റുമായിട്ട് കമ്പൈൻ ആവാൻ പാടില്ല. ഒരു യൂണീക്ക് ആയിട്ടുള്ള ക്യാരക്ടർ ആണെങ്കിൽ യൂണീക്ക് കൊടുക്കും. ഡിഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് അവിടെ ഒന്നും വന്നില്ലെങ്കിൽ
അവിടെ എന്തെങ്കിലും നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് വരണം. ഓക്കെ, എന്തെങ്കിലും ഫില്ല് ചെയ്യുന്ന സമയത്ത് മെയിൽ ഓർ ഫീമെയിൽ ഒക്കെ ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫില്ല് ചെയ്യാൻ വിട്ടുപോയി, അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ മെയിൽ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കണമെങ്കിൽ ആരും യൂസ് ചെയ്യാം, ഡിഫോൾട്ട് എന്ന് പറഞ്ഞ കൺസ്ട്രെയിൻസ് കൊടുക്കാം. അപ്പോൾ കോളം നെയിമും ഡാറ്റ ടൈപ്പും കൊടുക്കണം, കൺസ്ട്രെയിൻ കൊടുക്കണം എന്നുള്ള നിർബന്ധമില്ല, വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അങ്ങനെ എത്ര കോളംസ് ഉണ്ടോ അതിന്റെ നെയിമും കൺസ്ട്രെയിൻസ് ആണ് നമ്മളവിടെ കൊടുക്കുക. ഇനി ഓൾട്ടർ ടേബിൾ എന്ന് പറയുന്നത് ടേബിളിന്റെ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യുക. ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യുക. ഇപ്പോൾ കൺസ്ട്രെയിൻ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഡാറ്റ ടൈപ്പ് മാറ്റുക, അങ്ങനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓൾട്ടർ കൊടുക്കുക. ഓൾട്ടർ ടേബിളിന് കൊടുക്കുന്നത് ഓൾട്ടർ ടേബിൾ കൊടുക്കും, ടേബിൾ നെയിം കൊടുക്കും, അല്ലെങ്കിൽ പിന്നെ കൊടുക്കുന്നത് ആഡ് ഓർ മോഡിഫൈ കൊടുക്കും. പിന്നെ നമുക്ക് എന്താണ് കൊടുക്കേണ്ടത്, കോളം നെയിം എന്താണ്, ഡാറ്റ ടൈപ്പ് എന്താണ്, കൺസ്ട്രെയിൻ എന്താണ്, പുതിയതായിട്ട് ആഡ് ചെയ്യേണ്ടത് എന്താണോ അത് നമ്മൾ എന്ത് ചെയ്യും, ടൈപ്പ് ചെയ്ത് കൊടുക്കും. അതാണ് ചെയ്യുക. ഓക്കെ, ഇവിടെ വരുന്ന 2 കേസുകളാണ് ഡ്രോപ്പും റിനെയിമും. ഡ്രോപ്പ് എന്ന് പറയുന്നതിനാണ് കോളത്തിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റിനെയിം എന്ന് പറയുന്നതിനാണ് നമുക്ക് പുതിയൊരു നെയിം അതിന് കൊടുക്കാൻ വേണ്ടിയാണ് റിനെയിം എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. ഇനി ഡ്രോപ്പ് ടേബിൾ, ഒരു എൻ്റർ ടേബിളിനെ റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുക്കുന്നതാണ് ഡ്രോപ്പ് ടേബിൾ എന്ന് പറയുന്നത്. അതിന് എന്ത് കൊടുത്താൽ ഡ്രോപ്പ് ടേബിൾ കൊടുക്കുക, ടേബിൾ നെയിം കൊടുക്കുക. ഇനി ടേബിളിലോട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു റോയിലോട്ട് നമുക്ക് പുതിയ വാല്യൂസിനൊക്കെ ഇൻസേർട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻസേർട്ട് ഇൻറ്റു എന്ന് കൊടുക്കുക. ഇൻസേർട്ട് ഇൻറ്റു കൊടുത്ത് ടേബിൾ നെയിം കൊടുക്കുക. വാല്യൂസ് ഏതൊക്കെയാണോ ആ വാല്യൂസ് എന്ത് ചെയ്യുക, നമുക്ക് ജസ്റ്റ് കൊടുക്കുക. വാല്യൂസ് വാല്യൂ 1, വാല്യൂ 2, വാല്യൂ 3 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ എന്ത് ചെയ്യും, നമുക്ക് വാല്യൂസ് ആഡ് ആവും. ഇനി സെലക്ട് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കോളം ഓർ റോ നമുക്ക് എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. ടു റിട്രീവ് ഇൻഫോർമേഷൻ ഫ്രം എ ടേബിൾ, ഒരു ടേബിളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും, ഇൻഫോർമേഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് എന്ത്, സെലക്ട് കൊടുക്കുന്നത്. അതിന്റെ സിന്റാക്സ് എന്താ, സെലക്ട് കൊടുക്കുക, കോളം നെയിം കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഏത് ടേബിൾ ആണ് സെലക്ട് കൊടുത്തിട്ട് നമുക്ക് ഏതൊക്കെ കോളംസ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് റോൾ നമ്പർ ഉണ്ടാവും, നെയിം ഉണ്ടാവും, മാർക്ക് ഉണ്ടാവും. എനിക്കപ്പോ എന്ത് റോൾ നമ്പർ നെയിം മാത്രം മതി. അപ്പൊ എന്ത് ചെയ്യും, ഞാൻ സെലക്ട് റോൾ നമ്പർ നെയിം ഫ്രം എന്ത് കൊടുക്കും, ഏത് ടേബിളിന്റെ നെയിം സ്റ്റുഡന്റ് ആണെങ്കിൽ സ്റ്റുഡന്റ് എന്ന് കൊടുക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ആ ടേബിൾ നെയിമിലെ റോൾ നമ്പറും കോളവും മാത്രം എന്ത് ചെയ്യും, നമുക്ക് സെലക്ട് ചെയ്ത് കാണിച്ചു തരും. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ഔട്ട്പുട്ട് എങ്ങനെ കാണിക്കുന്ന, ഈ ഒരു രീതിയിൽ ഡോട്ടഡ് ആയിട്ടുള്ള ലൈൻസ് വെച്ചിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട്പുട്ട് കാണാം. ഔട്ട്പുട്ട് നമുക്ക് കാണിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞാലേ കാണിക്കുള്ളൂ. അല്ലെങ്കിൽ എന്താണ് നമുക്ക് വരാ, ഇത്ര റോസ് അവിടെ അലോക്കേറ്റ് ചെയ്താൽ ഇത്ര വന്നു, ഇത്ര സക്സസ് ആയി എന്ന് പറഞ്ഞൊരു മെസ്സേജ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, വരുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പിന്നെ പറഞ്ഞൊരു കേസായിരുന്നു, നമ്മൾ ഈ ഒരു സെലക്ട് കൊടുക്കുന്ന സമയത്ത് വേർ കണ്ടീഷൻ യൂസ് ചെയ്യും. വേർ കണ്ടീഷൻ എന്തിനാണ്, നമ്മൾ എന്തെങ്കിലും കണ്ടീഷൻ കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, വേർ ഇപ്പൊ ഒരു നെയിം മാർക്ക് ഇത്രയും കൂടുതൽ കുട്ടികളുടെ മാത്രം മതി. അതായത് വേറെ ഞാൻ ഇവിടെ ഇത്രയും കൊടുത്തിട്ട് എന്ത് ചെയ്തു, മാർക്ക് 20 കൂടിയത് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കും, ആ ഒരു റോൾ നമ്പറും നെയിമും എല്ലാവരുടെയും കാണിക്കില്ല. 20 കൂടുതൽ മാർക്കുള്ള കുട്ടികളുടെ മാത്രം റോൾ നമ്പറും നെയിം കൊടുക്കും. അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ ആര് യൂസ് ചെയ്യും, വേറെ യൂസ് ചെയ്ത് നമ്മൾ പഠിച്ചു. പിന്നെ ഓർഡർ ബൈയിൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്, ഡിസെൻഡിങ് ഓർ അസെൻഡിങ് ഓർഡറിലാണ് നമ്മൾ കൊടുത്തേക്കുന്ന വാല്യൂസ് ഡിസെൻഡിങ് ഓർ അസെൻഡിങ് ഓർഡറിൽ കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഓർഡർ ബൈ യൂസ് ചെയ്യും. ഗ്രൂപ്പ് ബൈ എന്നതിന് വേണ്ടിയാണ് യൂസ്ഡ് ടു വേർ ദ അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് ആർ അപ്ലൈഡ്. അതായത് എന്താണ്, ഒരേപോലെ ഉള്ളവരൊക്കെ ഒന്ന് ഗ്രൂപ്പ് ചെയ്യാനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പ് ബൈ യൂസ് ചെയ്യുക. പിന്നെ ഹാവ് കണ്ടീഷൻ ഉണ്ട്. ഹാവ് കണ്ടീഷൻ ടു ഫോം എ ഗ്രൂപ്പ് ബേസ്ഡ് കണ്ടീഷൻ. ഒരു ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഒരേപോലത്തെ കണ്ടീഷൻസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്താണ്, ഹാവ് യൂസ് ചെയ്യും. പിന്നെ ഉള്ളതായിരുന്നു എന്ത്, അപ്ഡേറ്റ് എന്ന് പറയുന്നതിനാണ് ഒരു ടേബിളിൽ ഉള്ള വാല്യൂസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, മൊത്തത്തിൽ എന്ത് ചെയ്യുക, പുതിയതായിട്ട് മാറ്റുക. ടു മോഡിഫൈ ദ വാല്യൂസിന്റെ കോളം, വാല്യൂസും കാര്യങ്ങളും മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഡിലീറ്റ് എന്ന് പറയുന്നത്, ഡിലീറ്റും ഡ്രോപ്പും തമ്മിൽ വ്യത്യാസം. ഡ്രോപ്പ് എന്ന് പറയുന്നത് എൻറ്റയർ ടേബിളാണ് ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്ത റോസും കോളസും മാത്രം ഡിലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഡിലീറ്റും ഡ്രോപ്പും മാറിപ്പോയത്. ഡ്രോപ്പ് എൻറ്റയർ ആണ്, ഡിലീറ്റ് എന്നതിന് വേണ്ടി വർക്ക് ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ റോ ഓർ കോളം ഡിലീറ്റ് ചെയ്യാനാണ് എന്ത് ചെയ്യുക, ഡിലീറ്റ് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൽ എന്തുണ്ട്, കുറച്ച് ബിൽറ്റ് ഇൻ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് വരുന്ന അഡീഷണൽ കമാൻഡ്സ് എന്ന് പറയുന്നത്, ക്രിയേറ്റ് ഡാറ്റാബേസ്. ഒരു ഡാറ്റാബേസ് പുതിയതായിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ എന്തെടുത്താൽ ക്രിയേറ്റ് ഡാറ്റാബേസ് നെയിം. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡാറ്റാബേസ്, നിങ്ങൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ വർക്കിന് പോയി, നിങ്ങൾ അത് കഴിഞ്ഞ് പിന്നെ നമുക്കൊന്ന് ഡാറ്റാബേസ് പിന്നെ ഉപയോഗിക്കണം. അപ്പോൾ എന്ത് ചെയ്ത് കൊടുക്കുക, യൂസ് ഡാറ്റാബേസ് നെയിം കൊടുക്കുക. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ടേബിൾ നമുക്ക് കാണണം, ഒരു ടേബിളിനെ നമുക്ക് കാണണം, നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, ഒരു ഡാറ്റാബേസിനോട് ക്രിയേറ്റ് ചെയ്ത ടേബിൾ കാണും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡിസ്ക്രൈബ് ടേബിൾ നെയിം കൊടുക്കുക. ഇനി നമുക്ക് എന്താണ്, നമ്മൾ ആ ഒരു ഡാറ്റാബേസിലുള്ള എൻറ്റയർ ഏതൊക്കെ ടേബിൾസ് ഉണ്ട് അത് മൊത്തം നമുക്ക് കാണണം. അപ്പൊ എന്ത് കൊടുത്താൽ മതി, ഷോ ടേബിൾസ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഡാറ്റാബേസിലുള്ള എല്ലാ ടേബിൾസും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ ആണോ അഡീഷണൽ കമാൻഡ്സ്? ഇനി നമുക്ക് പിന്നെ ഉള്ളത് എന്താണ്, ഇതിലെ റിലേഷൻ ഓപ്പറേഷൻസ് ഏതൊക്കെ വരുന്നുണ്ട്, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ഈ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ് ആയിട്ട് നമ്മൾ ഇവിടെ വരുന്ന ആരൊക്കെയാണ്, നമുക്ക് കുറച്ച് വേർ ക്ലോസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സെലക്ട് കമാൻഡ്സ് വരുന്നുണ്ട്. വേറും സെലക്റ്റും ആണ് ഇതിൽ സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, ഇതിലുള്ള നമുക്ക് കുറച്ച് വേറെ കേസുകൾ നമ്മൾ വേറിന്റെ കൂടെ ഉപയോഗിക്കുന്ന ആളുകളാണ് എന്ത്, ലൈക്ക്.
അതായത് ഒരുപോലുള്ളവരെ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, ലൈക്ക് യൂസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ എന്താണ് വേറെ കണ്ടീഷനുള്ളിലായിട്ട് നെയിം ലൈക്ക് പേഴ്സൻറ്റേജ് കുമാർ. അപ്പം എന്താണ് ആ ഒരു കുമാർ എന്ന് പറഞ്ഞ പേര് അവസാനം വരുന്നവരാ. അതായത് ഞാൻ പറഞ്ഞ 2 എൻഡിൽ പേഴ്സൻറ്റേജ് കൊടുത്ത് എന്ത് വരും, ഫസ്റ്റ് എൻഡിൽ പേഴ്സൻറ്റേജ് കൊടുത്ത് എന്ത് വരും എന്നൊക്കെ നമ്മൾ ആദ്യമേ മെൻഷൻ ചെയ്തതായിരുന്നു. പിന്നെ ബിറ്റ്വീൻ ആൻഡ് അതായത് എന്താണ് ഒരു റേഞ്ച് കൊടുക്കുകയാണ്, ഇന്നത് വേണമെങ്കിൽ ഇന്നത് വരെയുള്ള കുട്ടികളാണെങ്കിൽ. ഇപ്പൊ മാർക്ക് എന്താണ് 10 ബിറ്റ്വീൻ ആൻഡ് 20 അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇടയിലുള്ളവരെ മാത്രം നമുക്ക് കാണിക്കും. ഇത് ഇവിടെ നോക്കിയേ, സെലക്ട് ഫ്രം എംപ്ലോയി വേർ സാലറി ബിറ്റ്വീൻ 10,000 ആൻഡ് 20,000. അപ്പൊ എന്ത് സംഭവിക്കും, സാലറി 10,000 20,000 ഇടയിലുള്ളവരെ മാത്രം എന്ത് ചെയ്യും, നമുക്ക് സെലക്ട് ചെയ്ത് തരും. ഇനി എന്തിനാ, ടു ഐഡന്റിഫൈ വാല്യൂ ഫ്രം എ ഗിവൺ ലിസ്റ്റ്, ഒരു ലിസ്റ്റിലുള്ള വാല്യൂവിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. ഇനി ഈസ് എന്താണ്, ടു ഐഡന്റിഫൈ നൾ വാല്യൂസിന്റെ കോളം, ഒരു കോളത്തിലുള്ള നൾ വാല്യൂസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, ഈസ് യൂസ് ചെയ്യുക. ആൻഡ് യൂസ് ചെയ്യുന്നതാണ് ടു സെലക്ട് റോസ് വെനെവർ 2 or more കണ്ടീഷൻസ് ഈസ് ട്രൂ. അതായത് എന്താണ്, ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് ട്രൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആൻഡ് ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഓർ ടു സെലക്ട് റോ എനി വൺ ഓഫ് ദ കണ്ടീഷൻ ഇസ് ട്രൂ. ഇനി നോട്ട് എന്തിനു വേണ്ടിയിട്ടാ, രണ്ടും എന്താണ് ഫാൾസ് ആണെങ്കിൽ നമ്മൾ നോട്ട് എന്ന് പറഞ്ഞ കണ്ടീഷൻ നമ്മൾ യൂസ് ചെയ്യും. ഇതെല്ലാം നമ്മൾ എവിടെയാണോ ബൂളിയനിലൊക്കെ പഠിച്ച അതേ കണ്ടീഷൻസാണ് ആൻഡ് ഓർ നോട്ട് വർക്ക് ചെയ്യുന്നത്. ഇനി ഇതിൽ എന്തുണ്ട്, അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് ഉണ്ട്. അഗ്രിഗേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇതിലും ഓൾറെഡി ബിൽറ്റിൻ ആയിട്ടുള്ള കുറച്ച് ഫംഗ്ഷൻസ് ഉണ്ട്. അതാണ് എന്ത്, കൗണ്ട്, സമ്മ്, ആവറേജ്, മാക്സ്, മിൻ എന്ന് പറയുന്നത്. കൗണ്ട് എന്ന് പറയുന്നതാണ് ടു കൗണ്ട് ദ നോട്ടിനൽ വാല്യൂസ് ഫോർ എ കോളംസ് ഓൾസോ യൂസ്ഡ് ടു ഗെറ്റ് നമ്പർ ഓഫ് റോസ്. അതായത് ഒരു കോളത്തിലുള്ള നള്ളല്ലാത്ത വാല്യൂസിലെല്ലാം കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൗണ്ട് യൂസ് ചെയ്യുന്നത്. സം എന്തിനു വേണ്ടിയിട്ടാ, ഒരു ആവറേജ്, അതായത് ആ തന്നേക്കുന്ന വാല്യൂസിനെല്ലാം സമ്മ് കണ്ടുപിടിക്കുക. എന്തൊക്കെ വാല്യൂസ് ഉണ്ടോ ആ ടേബിളിൽ. ഇപ്പൊ നമുക്കൊരു ടേബിളിൽ ഒരു കോളത്തിന് ഫുള്ള് വാല്യൂസിന്റെ സം വേണം, ഞാൻ എന്ത് ചെയ്താൽ മതി, സമ്മ് നേരെ കൊടുത്താൽ മതി. ഇനി അതിന്റെ ആവറേജ് ഫൈൻഡ് ചെയ്യണം, എന്ത് ചെയ്യണ്ട്, ആവറേജ് കൊടുത്താൽ മതി. ഇനി അതിൽ ആ ഒരു തന്നേക്കുന്ന വാല്യൂസിൽ മാക്സിമം ആരാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് ചെയ്യാം, മാക്സ് കൊടുക്കുക. ഇനി അതിൽ ആരെങ്കിലും മിനിമം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. മിനിമം ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, മിന്നു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നോക്കി കഴിഞ്ഞാൽ സെലക്ട് മിനിമം മാർക്സ് ഫ്രം സ്റ്റുഡന്റ്. അപ്പൊ എന്ത് ചെയ്യും, സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ടേബിളിൽ മിനിമം മാർക്ക് ഉള്ളവരെ മാത്രം എന്ത് ചെയ്യും, നമുക്ക് പിക്ക് ചെയ്ത് തരും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ക്ലിയർ ആണോടാ, ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ മക്കളെ 2 മണിക്കൂർ കറക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എത്ര ചാപ്റ്റർ, ഇപ്പൊ എത്ര ചാപ്റ്റർ പോയി സാർ, 5 ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന്റെ എല്ലാ മെയിൻ ആയിട്ടുള്ള കേസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതാണ്. അതൊക്കെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് പഠിക്കുക. ഇപ്പോൾ പറഞ്ഞു കേട്ട കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഓർത്ത് വയ്ക്കുക. നാളെ പേപ്പറിലോട്ട് അതുപോലെ തന്നെ എഴുതുക. ഓക്കെ, സെറ്റ് അല്ലേടാ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ മക്കളെ എല്ലാവരും പോയി ഉഷാറായിട്ട് ഇത് പഠിച്ചോടാ. ബൈ.